ഷലോം, ഞാൻ റീന ഫ്രാൻസിസ് ജെറുസലേമിൽ നിന്നും. ആടുജീവിതവും നജീബും. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ വിഷയം ഇങ്ങനെ കേരളക്കരയിൽ ഇങ്ങനെ വൈറലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമേ തന്നെ ഈ ആടുജീവിതവും നജീബും എന്ന് പറയുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റീനയെ കുറച്ച് വൈറലാക്കി തന്ന എല്ലാ യൂട്യൂബർമാർക്കും എന്റെ നന്ദി അങ്ങ് ഞാൻ അറിയിച്ചു കൊള്ളുകയാണ്. കുറെ യൂട്യൂബേഴ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. റീനയെ ഒന്ന് വൈറലാക്കിയേക്കാം, പൃഥ്വിരാജിനെ മാത്രം വൈറലാക്കിയിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് റീനയും കൂടി ഒന്ന് വൈറലാക്കിയേക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ റീനയെ കുറെ പേര് ഇങ്ങനെ വൈറലാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും വളരെ നന്ദി, വളരെ നന്ദി, വളരെ നന്ദി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഇത്രയും വൈറലായി പോകുമെന്ന് പറഞ്ഞിട്ട്. ഞാൻ ജസ്റ്റ് ഒരു ലൈവിൽ വന്നപ്പോൾ ജസ്റ്റ് നിങ്ങളടുത്ത് ഈ വിഷയത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു പോയേക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചതേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്തില്ല, ഇതിങ്ങനെ വൈറലാകണമെന്നോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല ചെയ്തത്. പക്ഷെ അത് ഇത്രത്തോളം വൈറലാകുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ വിഷയം എടുത്തിട്ട് നെഗറ്റീവ് കണ്ടന്റ് ഉള്ള രീതിയിൽ അങ്ങനെ എടുത്തങ്ങ് പ്രചരിപ്പിക്കുമെന്നുള്ളത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പം അത്രയും വൈറലാക്കി തന്നവന്മാരൊക്കെ ഉണ്ടല്ലോ, അവന്മാരോടെല്ലാം നമ്മുടെ നന്ദി എന്ന് അറിയിച്ചേക്കിടുന്ന. കാരണം ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് ലോകം മുഴുവനും എത്തണമെന്നാണ് എന്റെയും ആഗ്രഹം. അല്ലാതെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് 10 പേരിൽ ഒരുങ്ങണമെന്നൊന്നും എന്റെ വലിയ മോഹമൊന്നുമില്ല. 10 പേർ മാത്രം കേട്ടോണ്ടിരുന്നാൽ മതി എന്നല്ല ഞാനും ആഗ്രഹിക്കുന്നത്. എനിക്കും ഞാൻ പറയുന്ന കാര്യങ്ങള് ഒന്ന് എല്ലാവരും ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. കാരണം അതെ, ഉപകാരസ്മരണ. എല്ലാവർക്കും ഒരു നന്ദി പറയണ്ടേ, ഇങ്ങനെ ഒന്ന് വൈറലാക്കി തന്നതിനൊക്കെ ഒന്ന് നന്ദി പറയണ്ടേ. അങ്ങനെ ഒരു ഉപകാരസ്മരണയായിട്ട് ഒരു നന്ദി ഞാൻ അങ്ങ് അറിയിച്ചേക്കാം എന്ന് കരുതി അങ്ങ് വന്നതാണ്. അപ്പം ആടുജീവിതവും നജീബും എന്ന് പറയുന്ന ഒരു വിഷയത്തിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് തന്നെ അത് ചെയ്തത് വൃത്തികേട് 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 തന്നെയാണ്. മഹാവൃത്തികേട്, മഹാചെറ്റത്തരവും തന്നെയാണ് അതിനെ പറയേണ്ടത്. ഒരുത്തന്റെ ജീവിതം എന്തുവാ, മരുഭൂമിയിൽ പോയി ജീവിക്കുകയാണ്, അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. മരുഭൂമിയിൽ നജീബ് മാത്രമല്ലല്ലോ കഷ്ടപ്പെടുന്നത്, ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ടല്ലോ. നജീബ് എന്ന് പറയുന്ന വ്യക്തിയിൽ സിമ്പതി മാത്രം കാണേണ്ട കാര്യമില്ല. അദ്ദേഹം സാധാരണപ്പെട്ട ഒരു മനുഷ്യനാണ്. അദ്ദേഹമായിട്ട് എനിക്ക് യാതൊരുവിധ വ്യക്തിപരമായ വൈരാഗ്യവുമില്ല, വിദ്വേഷവുമില്ല. അദ്ദേഹത്തോട് സ്നേഹം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടിനെ ഓർത്ത് എനിക്കും ദുഃഖമുണ്ട് അങ്ങനെ കഷ്ടതയിലൂടെ കടന്നുപോയത്. അത് മുഹമ്മദ് കാമഭ്രാന്തന്റെ അറബികളാണല്ലോ ഈ ചെയ്ത വൃത്തികേടു എന്ന് പറയുന്നത് തന്നെ. അതും അങ്ങനെ തന്നെയാണ്. ആ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ മനുഷ്യ ഹൃദയമുള്ള എല്ലാവർക്കും അദ്ദേഹത്തിന്റെ കഷ്ടതയും ബുദ്ധിമുട്ടും ഒക്കെ കാണുമ്പം വിഷമം തോന്നും. ആ വിഷമം എനിക്കുമുണ്ട്. പക്ഷെ ആ വിഷമത്തിന്റെ പേരിൽ, സിമ്പതിയുടെ പേരിൽ ഒരു വൃത്തികേടിനെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. അവിടെ പോയിട്ട് ശാരീരികമായിട്ട് അദ്ദേഹത്തിന് മനസ്സുഖം കിട്ടാത്തത് കൊണ്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ ആടിനെ തെരഞ്ഞെടുത്തിട്ട് ആടുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുമ്പോൾ സിമ്പതിയോട് വായിച്ചു കേൾക്കുന്ന മനുഷ്യൻ അയ്യോ ആടുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സിമ്പതിയോട് കൂടി കാണുകയാണ്. അപ്പോൾ അത് സമൂഹത്തിന് കൊടുക്കുന്ന കാഴ്ചപ്പാടെന്താണ്? അത് സമൂഹത്തിൽ കൊടുക്കുന്ന ചിന്താബോധം എന്താണ്? പട്ടിയുടെ കൂടെയും ശയിക്കാം, പന്നിയുടെ കൂടെയും ശയിക്കാം, ആടിന്റെ കൂടെയും ശയിക്കാം, അല്ലെങ്കിൽ പോയി ഒട്ടകത്തിന്റെ കൂടെയും കിടക്കാം എന്ന് പറഞ്ഞുള്ള തെറ്റായ കാഴ്ചപ്പാടാണ് സമൂഹത്തിന് മുമ്പില് കാണിച്ചു കൊടുക്കുന്നത്. ഒരു മിനിറ്റ്. ജോൺ വർഗീസ് മോൻസി, ചെറ്റേ, നിന്റെ അമ്മയെ പോയി വിളിച്ചാൽ മതി. ആ വിളി കേട്ടോ. നിന്റെ അമ്മയെ വിളിക്കാൻ വേണ്ടിയിട്ട് നീ കഷ്ടപ്പെട്ട് എന്റെ പേജ് വരെ നീ വരേണ്ട വല്ല കാര്യമുണ്ടോ? ജോൺ വർഗീസ് മോൻസി, നിന്റെ അമ്മയെ പോയിട്ടെ അവളെ പൂവെന്നോ കായെന്നോ അവിടെ പഴമെന്നോ വല്ല കോയൊക്കെ കൊണ്ട് കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. അത് നീ എന്റെ അമ്മയെടുത്ത് ചെയ്യേണ്ട കാര്യം ഇവിടെ വന്നിട്ട് എന്തിനാണ് പറയുന്നത്? ജോൺ വർഗീസ് മോൻസിയെ എന്തേ അമ്മ ഇപ്പൊ ഉസ്താന്റെ കൂടെയാണോ കിടക്കുന്നത്? അതിന്റെ വിഷമമാണോ നീ ഇവിടെ വന്നിട്ട് പറഞ്ഞേ? അയ്യോ, ജോൺ വർഗീസിന്റെ അമ്മ ഉസ്താന്റെ കൂടെ കിടക്കുവാ ഇപ്പം. അതുകൊണ്ട് ജോൺ വർഗീസിന് ഭയങ്കര വിഷമമായിപ്പോ ഇത് കേട്ടപ്പോ. ചേറ്റെ, നിന്നെപ്പോലുള്ള വൃത്തികെട്ടവന്മാർ നീ ആടിന്റെ കൂടെയും കിടക്കുമായിരിക്കും, നീ പന്നിയുടെ കൂടെയും കിടക്കുമായിരിക്കും. അത് പറയുമ്പോൾ നിനക്ക് കൊള്ളുന്നുണ്ടെങ്കിൽ നീ ആടിന്റെ കൂടെയും പന്നിയുടെ കൂടെയും കിടക്കും, പട്ടിയുടെ കൂടെയും കിടക്കുന്നവരാണെങ്കിൽ ബാക്കിയുള്ളവർ പിഴച്ചോടാ. സമൂഹത്തില് നീ ആടിന്റെ കൂടെയും പട്ടിയുടെ കൂടെയും പന്നിയുടെ കൂടെയും കിടക്കുന്ന ബാക്കിയുള്ളവരൊക്കെ കിടക്കണോടാ? ജോൺ വർഗീസ് മോൻസിയെ ചെറ്റെ, അവൻ ആടിന്റെ കൂടെയും പട്ടിയുടെ കൂടെയും പന്നിയുടെ കൂടെയും അവന് കിടക്കുന്നത് കൊണ്ട് അവൻ വന്നിരിക്കുക, അവന് വിഷമിച്ചെന്ന് പോലെ. മനസ്സിലായോ? നീയൊക്കെ ആടിന്റെ കൂടെയും പട്ടിയുടെ കൂടെയും പന്നിയുടെ കൂടെയും കിടക്കുന്നവന്മാർക്കാടാ ഇത് ഇളക്കപ്പെരുപ്പ്. ഇത് പറയുമ്പോഴത്തേക്കും ആടിന്റെ കൂടെയും പട്ടിയുടെ കൂടെയും പന്നിയുടെ കൂടെയും കിടക്കാൻ പാടില്ല, തെറ്റ് തന്നെയാണ്. തെറ്റ് ആര് ചെയ്താലും തെറ്റിയാ. നജീബ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അത് ന്യായമാവോ? ഇനിയിപ്പോ നജീബ് ചെയ്തില്ല, അത് നോവലിസ്റ്റ് ആണ് അത് എഴുതിയത്. നജീബ് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ലെന്ന് അയാൾ പലവന്മാരും എന്ന് പറയുന്ന ഒരു കാര്യമാണ്. നജീബ് അങ്ങനെ ചെയ്തിട്ടില്ല, നോവലിസ്റ്റ് ആണ് അങ്ങനെ എഴുതിയത്. നജീബിന്റെ വായിൽ പഴം ഉരുങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നോ? നജീബിന്റെ വായിൽ പഴം വിഴുങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നോ? നജീബ് പറയാൻ അറിയത്തില്ലേ ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾ അങ്ങനെ എഴുതരുതെന്ന് പറയാൻ അറിയത്തില്ലേ? പണം കൊടുത്താൽ അപ്പൊ അതിനും ഉണ്ടായിരിക്കുവോ? നോവലിസ്റ്റ് പണം കൊടുത്താട്ടാണോ അങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു? അപ്പൊ നജീബ് ഉണ്ടായിരിക്കുമായിരുന്നോ? ഇതെന്തുവാ സമൂഹത്തിൽ നിങ്ങൾ കൊടുക്കുന്ന
കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സമൂഹത്തിൽ തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുന്നത് കുഴപ്പമില്ല, അത് കൊടുക്കരുത് ഞാൻ പറയുന്നത് എന്നെ തെറി വിളിക്കാൻ വേണ്ടി വരുമോ? കാരണം പന്നിയുടെ കൂടെയും പട്ടിയുടെ കൂടെയും കിടക്കുന്നവന്മാരെ തെറി വിളിക്കാൻ വരുന്നത്. ജെറി സക്കറിയ വർഗീസ്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എടാ വിവരം കെട്ടവനെ, ആ ആടുജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുകയാ ഈ നജീബ് എന്ന് പറയുന്നവൻ ആടിന്റെ കൂടെ കിടന്നു എന്നുള്ള കാര്യം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ അതല്ലേ അവൻ പുസ്തകം വലിയ ചരിത്രമായിട്ട് എഴുതി വെച്ചിരിക്കുന്നേ. എടാ വിവരം കെട്ടവന്മാരെ, ഒന്നിനും ആ ചരിത്രം പോയി നീയൊക്കെ വായിര്. എന്ത് നിങ്ങൾ ഉദ്ദേശമാണ് നിങ്ങൾ ഇതിന്ന് മനസ്സിലാക്കുന്നത്? നിനക്ക് ആടിന്റെ കൂടെ കിടക്കണം അത്ര മോഹമാണോ? ജെറി സക്രിയ വർഗീസേ, ആടിന്റെ കൂടെ കിടക്കരുത് എന്ന് പറയുന്നതാണോ തെറ്റ്? ആടിന്റെ കൂടെ കിടന്നതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നാട്ടുകാരുടെ മുമ്പിൽ കഥ എഴുതുന്നതാണോ തെറ്റ്? ഇതെന്താണ് ഇവിടെ സമൂഹത്തിൽ നടക്കുന്നത്? എന്ത് സദാചാരം ആ സമൂഹത്തിൽ നിന്നുള്ളത്? എന്തുകൊണ്ടാണ് സദാചാരം ഇല്ലാതെ പോയത്? 72 കൂറിമാരും തുടുത്ത മാറിടവും സ്വർഗത്തിൽ കിട്ടുമെന്ന് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നവന്മാരുടെ കൂടെ പോയി ഇങ്ങനെ ഒട്ടിക്കിടക്കുകയല്ലേ നീയെല്ലാം? മതസൗഹാർദ്ദവും മൂത്ത്. അപ്പൊ നിനക്കൊക്കെ എന്താ ഉള്ളത്? പോയി ആടുജീവിതം പോയി വായിക്കണം. ഞാൻ ആടുജീവിതം വായിച്ചപ്പോഴത്തേക്കും ഞാൻ അതിനകത്ത്, ആടുജീവിതം ഞാൻ വായിച്ചിട്ടില്ല, ഒരു വായിച്ച സ്ത്രീ ഒരു ഫേസ്ബുക്കിൽ ഒരു കമന്റ് ഇട്ടിരിക്കുക. അവൾ അതിനകത്ത് ഇട്ടിരിക്കുന്ന ആ രീതി എന്ന് പറയുന്ന, അവൾ പറയുകയാണ്, ഞാനൊരു എന്താ പറയുന്ന നജീബ് എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവചരിത്രം ആടുജീവിതം വായിച്ചപ്പോൾ എനിക്ക് വളരെ ദുഃഖമൊക്കെ തോന്നി. അദ്ദേഹം അത്രത്തോളം കഷ്ടപ്പാടിലൂടെ കടന്നുപോയപ്പോൾ അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ടുള്ള ആ ബുദ്ധിമുട്ടും വൈകാരികതയും തീർക്കുവാൻ വേണ്ടി അത് അദ്ദേഹം ആടുമായി ബന്ധപ്പെട്ടു, ആടുമായി അദ്ദേഹം ജീവിതം നയിച്ചു എന്ന് പറയുന്ന ആ ഒരു വായന കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ വൈകാരികത തോന്നി. ആ വൈകാരികത തോന്നിയപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഈ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഇറക്കിയപ്പോൾ ഇതേ വേഷം പൃഥ്വിരാജ് അഭിനയിക്കുമോ എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ ചോദിക്കുകയാണ്. രാജു MP, എന്റെ പൊന്നെ ചെവി അടച്ചു പോകുന്നു. ആണോ? എന്ന ചെവിക്കകത്ത് 2 പഞ്ഞിയും കൂടി കയറ്റി വെച്ചങ്ങ് ഇരിക്ക്. രാജു MP, ചെവി അടിച്ചു പോകുന്നുണ്ടെങ്കിൽ, നിന്റെ ചെവി അടച്ചു പോകുന്നുണ്ടെങ്കിൽ നിന്റെ ചെവിയുടെ സ്പീക്കർ കല്ല് പോയി കിടക്കുന്നത് കൊണ്ടാ. ചെവിക്കകത്ത് 2 കല്ലുണ്ടല്ലോ, ഒന്നിന് ഡോക്ടറെ കണ്ടുപോയി നീ ചികിത്സിക്ക്. ആ ചെവിക്കല്ല് എവനോ വന്ന് അടിച്ചടിയിൽ ചിലപ്പം പോയതായിരിക്കും, അല്ലെങ്കിൽ വേറെ വല്ല തരത്തിൽ നിന്റെ ചെവിക്കല്ലിടിഞ്ഞു പോയതായിരിക്കും. അതുകൊണ്ടാ രാജു MPയുടെ ചെവി അടിച്ചു പോകുന്നത്. അതുകൊണ്ട് നീ അത് ഭയങ്കര ഒച്ചയായിട്ട് തോന്നെങ്കിൽ ഒന്നിന് പഞ്ഞി കുത്തി കയറ്റി വെച്ചിട്ട് നിന്ന് കേൾക്ക്. ഇല്ലെന്നുണ്ടെങ്കിൽ പോയി ചികിത്സിക്കുക. ചെവിക്കല്ലില്ലാത്തവനായിട്ട് ജീവിച്ചിട്ട് കാര്യമുണ്ടോടാ അതിനൊക്കെ? നൗഫൽ MK, കേരള പോലീസ് ഈ വിഷയത്തിനെതിരെ എന്തെങ്കിലും, അയ്യോ കര ഇങ്ങനെ വരുന്നുണ്ട്, കേരള പോലീസ് ഈ വിഷയത്തിനെതിരെ എന്തെങ്കിലും ഒന്ന് ഉറവേക്കാര. ആടിന്റെ കൂടെ കിടക്കരുതെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അത് തെറ്റാണെന്ന് കേരള പോലീസ് ഒന്ന് പറയുവോ? ഇല്ലടി, നീ എന്നാടി എങ്ങനെ പറയാൻ പോയി ആടിന്റെ കൂടെ കിടക്കണമെന്ന്, കിടക്കരുതെന്ന് പറഞ്ഞു ആടിന്റെ കൂടെ കിടക്കൂടി എന്ന് പറഞ്ഞ് കേരള പോലീസിനെ മൂക്കി കയറ്റുവോ? എടാ വിവരം കെട്ടവന്മാരെ, ആടിന്റെ കൂടെ കിടക്കരുതെന്ന് ഞാൻ പറഞ്ഞ തെറ്റും. മാസ്റ്റർ സജികുമാർ, അറബികൾ വിനോദ് മിത്രപുരം, ആരമ്മയാണോ വട്ട്? നിന്റെ അമ്മയ്ക്ക് വട്ടാണെങ്കിൽ ചങ്ങലയ്ക്ക് കൊണ്ടിടാ. വിനോദ് മിത്രപുരമേ, അമ്മയ്ക്ക് വട്ടാണ് പോലും. വിനോദിന്റെ അമ്മയ്ക്ക് വട്ടാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമുണ്ട്? ഒന്നിന് കുതിരവട്ടത്ത് കൊണ്ടുപോ, ഇല്ലെന്നുണ്ടെങ്കിൽ ഊളംപാറയിൽ കൊണ്ടുപോ. ചങ്ങലക്കിടേണ്ട സമയത്താണെങ്കിൽ ചങ്ങലക്കിട്. തള്ളയാണോ അത് ഭാര്യയാണോ? ഏതൊക്കെ വട്ട് തെളിച്ചു പറ വന്ന് പറയുമ്പോ. വിനോദ് മിത്രപുരത്തിന് തള്ളയ്ക്കോ അമ്മയ്ക്കോ എന്തോ ഭ്രാന്ത് മൂത്ത് കിടക്കുക. അവന്റെ മണ്ടയ്ക്കായി ഇപ്പൊ അടിക്കുന്നതെന്ന് തോന്നുന്നു. പാത്രം വെച്ച് വീടിന്റെ അടുത്തൊന്നും പാത്രം ഒന്നും വെച്ചേക്കരുത്. പിന്നെ കത്തിയും എന്തുവാ അരിവാളും ഒക്കെ വെച്ചിരിക്കുമ്പോ സൂക്ഷിക്കണം. ഇങ്ങനെ വട്ടുകേസുകളുള്ള വീടുകളിലൊന്നും വെച്ചേക്കരുത്, അല്ലെങ്കിൽ നിന്നെ തലമണ്ട അടിച്ചൊരു പൊട്ടിച്ചു കളയും. വിനോദ് മിത്രപുരം. വിവരം കെട്ടവന്മാര് ഇറങ്ങിയിരിക്കുക. ജോൺ മാത്യു, ആടുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഷൂട്ട് ചെയ്ത് ഡയറക്ടർ ചിത്രീകരിച്ചിരുന്നു, പക്ഷെ സെൻസർ ബോർഡ് അത് കട്ട് ചെയ്തു. ഇതാണ് സത്യാവസ്ഥ. ഇതാണ് പറഞ്ഞത്. ഈ വൃത്തികേടിനെ വൃത്തികേടെന്ന് പറയാൻ ഒരുത്തനുമില്ല. സിമ്പതിയുടെ പേരിൽ. എടാ ഗോവിന്ദച്ചാമി കൈയില്ലാത്തവനാ. അവൻ സൗമ്യയെ ബലാത്സംഗം ചെയ്തപ്പോൾ കൈയില്ലാത്തവൻ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ സിമ്പതിയോടെയാണ് ജനം കണ്ടത്. ഞാൻ അറിയാണ്ട് ചോദിക്കുക. കൈയില്ലാത്തവൻ ബലാത്സംഗം ചെയ്തു എന്നുള്ള സിമ്പതിയോട് കൂടിയാണ് അവൻ സമൂഹം കണ്ടത് ഗോവിന്ദച്ചാമി ബലാത്സംഗം ചെയ്തപ്പോഴത്തേക്കും.
ഒരുത്തൻ കഷ്ടപ്പെട്ടു, മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ടു, സത്യം തന്നെയാണ്. മുഹമ്മദ് BN മൊയ്തു ആർക്കാ പ്രണാമം കൊടുത്തത്? ശബലോ കൊത പ്രണാമം എന്ന്. അയ്യോ, ഉസ്താദിനാണോ? അത് നീ ഇവിടെ എന്തിനാണ് വന്ന് പറയുന്നത്? ഉസ്താദിന് കൊതവുമായിട്ട് പോകുമ്പോഴത്തേക്കും എണ്ണയുമായിട്ട് നീ അങ്ങോട്ടല്ലേ പോകേണ്ടേ? അത് ഇവിടെ വന്ന് പറയേണ്ട കാര്യം തിരിക്കുന്നു. ഉമ്മയോട് പറഞ്ഞതാണോ? ഉമ്മയോട് പറഞ്ഞത് ഇവിടെ വന്ന് എഴുതേണ്ട കാര്യമില്ല മോനെ. അത് ഉമ്മയോട് നേരിട്ട് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. നീ കൊതവായിട്ടോ എന്തുമായിട്ടോ പോയിക്കോ. കാരണം നമുക്ക് കൊതവാണല്ലോ ഇവിടെ പ്രധാന വിഷയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ നജീബ് ആടുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നത്, വെണ്ണയും എടുത്തോണ്ട് പോയിട്ട്. വൃത്തികെട്ടവന്മാരെ, നിന്റെയൊക്കെ മതവും നിന്റെയൊക്കെ കൊതവും എന്തുവാടാ ഇത്? വിവരം കെട്ടവന്മാരെ, വൃത്തികെട്ടവന്മാരെ, നിന്നോടൊക്കെ പച്ചയ്ക്ക് തന്നെ പറയണം. എന്നാലും നിനക്ക് അല്പെങ്കിലും ഉടുപ്പ് വരത്തുള്ളൂ. അതും ഇല്ലല്ലോ. പിന്നെ സ്വർഗത്തിൽ 72 കൂറിമാരും തുടുത്ത മാരടവും കൊണ്ട് ഇങ്ങനെ നടക്കുന്നവന്മാരുടെ തലച്ചോറിനകത്ത് എന്ത് നല്ലത് പ്രതീക്ഷിക്കാനാ? ബിജു നാരായണൻ കുറുപ്പ്, അല്ല ഇപ്പൊ ശരിക്കും പെങ്ങളുടെ പ്രശ്നം എന്താണ്? അതാ എനിക്കും ചോദിക്കാനുള്ളത്. നിനക്കിപ്പോ ശരിക്കും പ്രശ്നം എന്താണ്? നിന്നെ പോലുള്ള നട്ടലില്ലാത്തവന്മാർ, വാഴപ്പിണ്ടി വെച്ച് ജീവിക്കുന്നവന്മാർ, സമൂഹത്തിൽ എന്ത് നടക്കുന്നു എന്ന് അറിയാതെ സ്വന്തം കാര്യം സിന്ദാബത്ത് എന്ന് പറഞ്ഞ് നോക്കി ജീവിക്കുന്ന വിവരം കെട്ടവന്മാരോടല്ല ഞാൻ സംസാരിക്കാൻ വന്നിരിക്കുന്നത്. ഞാൻ ബുദ്ധിയും ബോധവും ഉള്ള മനുഷ്യർ സമൂഹത്തിൽ എഴുന്നേക്കണം. ഒരു മതപ്രീണനത്തിന്റെ പേരിൽ ഇവിടെ നടക്കുന്നത് മുഴുവനും ഒരു നിസ്സാര വിഷയത്തെ പോലും ഒരു മതപ്രീണനത്തിന്റെ പേരിൽ അങ്ങ് വൈറലാക്കി അങ്ങ് വിടുകയാ. നമ്മന്റെ മതക്കാരുടെ എന്ത് കാര്യമുണ്ടെങ്കിലും അത് വൈറലാക്കാൻ വേണ്ടി ഈ പൃഥ്വിരാജ് എന്ന് പറയുന്നവനെ ഇലുമിനാറ്റിയാണ്. അവൻ സുഡാപ്പികളോട് മാത്രമേ അവന് പ്രീണനമുള്ളൂ. സുഡാപ്പി വിഷയം വരുമ്പോൾ മാത്രമേ അവന്റെ വായി തുറക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ അവൻ തുറക്കത്തു പോലുമില്ല. സമൂഹത്തിൽ തെറ്റായ അവബോധം മനുഷ്യർക്ക് കാഴ്ചപ്പാടുകൾ കൊടുക്കുകയാണ്. അതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ഈ ആടുജീവിതം പുസ്തകം കഥ ഇറങ്ങുന്നു എന്ന് കണ്ടതോടുകൂടി കൂട്ടമായിട്ട് ജനങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഇതിനകത്ത് പോയി വായിക്കുക, ആടുജീവിതം വായിച്ചു വായിക്കുക. ലൈബ്രറികളിൽ മുഴുവനും ആടുജീവിതം നിറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ആടുജീവിതത്തിനകത്ത് കാണിക്കുന്നത് എന്താ? തെറ്റായ സിമ്പതിയോടുകൂടി ആടിന്റെ കൂടെ ഭോഗിക്കാം. അത് ബാഫോമെറ്റ് എന്ന് പറയുന്ന ഒരു സാത്താനാണ്. ആടെന്ന് പറയുമ്പോൾ തന്നെ അതിനെ സിമ്പൽ ചെയ്ത് വെച്ചിരിക്കുന്നത് സാത്താനുമായിട്ടാണ്, ബാഫോമേറ്റുമായിട്ടാണ്. അതുകൊണ്ടാണ് ഇലുമിനാറ്റികളുമാരുടെ ഈ ഗോട്ട് എന്ന് പറഞ്ഞിട്ട് ഇതിനെ അവന്മാർ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഈ തെറ്റായ അബ്ദുൾ റഷീദ്, അമ്മയ്ക്ക് മുഴുത്ത വെട്ടാണെങ്കിൽ നീ പോയി ചികിത്സയിലടാ, ചെല്ലടാ. മനസ്സിലായോ? അമ്മയ്ക്ക് മുഴുത്ത വെട്ടാണെങ്കിൽ നീ നിന്റെ ഉമ്മയെ കൊണ്ടുപോയി ചികിത്സയിൽ ചെല്ല്. ഗഫു TKR, അമ്മയ്ക്ക് ഒലക്ക കൊടുക്കുന്നതിന് നീ എന്തിനാണ് ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് എഴുതുന്നത്? അവന് അമ്മയ്ക്ക് വായ്പിണ്ടിയല്ല കൊടുക്കുന്നത്, ഒലക്കയാ കൊടുക്കുന്നതെന്ന്. നിന്റെ അമ്മ ഒലക്ക വായിലെടുത്തോണ്ടിരിക്കുന്നതിന് ബാക്കിയുള്ളൊരു കുറ്റക്കാരാണോ ഗഫു TKR? എടാ, നിന്റെ അമ്മയ്ക്ക് ഒലക്ക എടുത്തോണ്ടിരിക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ടോ ഉമ്മയ്ക്ക്? ഗഫു TKR, നിന്റെ ഉമ്മയ്ക്ക് ഒലക്ക എടുത്തോണ്ടിരിക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ടോ വായിക്കാത്ത? ആരുടെ ഒലക്ക എടുത്ത് കൊടുക്കുന്ന നീ നിന്റെ ഉമ്മയ്ക്ക്? അവന്റെ വായ്പിണ്ടി അല്ല അവന്റെ ഉമ്മയ്ക്ക് കൊടുക്കുന്നതെന്ന്, അവന് ഉമ്മയ്ക്ക് ഒലക്ക എടുത്ത് വായിലിട്ട് കൊടുക്കുന്നതെന്ന്. വൃത്തികെട്ടവൻ ചെറ്റേ, അത് ഇവിടെ വന്ന് പറയണോ? നിന്റെ ഉമ്മയ്ക്ക് നീ ഒലക്ക എടുത്ത് വായിൽ കൊടുക്കുന്ന ആണവമാനം ഉണ്ടോടാ? ഉടുപ്പുണ്ടടാ വിവരം കെട്ടവന്മാരെ? നിന്റെ ഉമ്മയ്ക്ക് ഒലക്ക എടുത്തുകൊണ്ട് കൊടുക്കുകയോ ഇല്ലെങ്കിൽ നിന്റെ ഉമ്മയ്ക്ക് വേറെ എന്തെങ്കിലും എടുത്തുകൊണ്ട് വായിക്കാത്തോണ്ട് കുത്തിക്കയറ്റി കൊടുക്കുകയോ ചെയ്തോ നീ? അത് എന്റെ പേജിൽ എന്ന് പറയേണ്ട കാര്യം തിരിക്കുന്നു. നിനക്ക് അത്രയ്ക്ക് മോഹമാണോ നിന്റെ ഉമ്മയ്ക്ക് ഒലക്ക കൊണ്ട് കൊടുക്കുന്ന കാര്യം നീ എന്നോട് ഒന്ന് പറയാനായിട്ട്? അതെ, ബാക്കി എഴുതിയവൻ വിവരം അറിയാം. അതുകൊണ്ട് പോടി പോ മോളെ എന്ന് മാത്രം എഴുതിയത്. പോടി പോ മോളെ അവിടെ ഉമ്മയെടുത്ത് ഒലക്ക വായിൽ വെച്ചോണ്ടിരിക്കുന്ന ഉമ്മയെടുത്ത് പോയി പറഞ്ഞാൽ മതി. ഗഫൂർ അവൻ വിചാരിച്ചെന്തുവാ? ആ ഉമ്മയ്ക്ക് ഒലക്ക എടുത്ത് വായി കൊടുക്കുന്നെന്ന്. വിവരം കെട്ടവനെ, അവൻ അത് ഭയങ്കര കാര്യമായിട്ട് ഇവിടെ വന്ന് എഴുതുന്നത്. റജി സുനിൽ, സത്യം അവന്മാർക്ക് എന്ത് തോന്നിയവാസം വൃത്തികേടും സമൂഹത്തിൽ അങ്ങ് പരത്തി കൊടുക്കാം. അത് സമൂഹത്തിൽ ആടുജീവിതം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞു സിമ്പതി ക്രിയേറ്റ് ചെയ്ത് ലോകത്തിലുള്ള കൊച്ചു പിള്ളേരും വലിയവരും ആണും പെണ്ണും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒക്കെ എല്ലാവരും എടുത്തിച്ച് വായിക്കുക.
വായിക്കുമ്പോൾ അതിനകത്ത് കിട്ടുന്ന ഏറ്റവും സിമ്പതിയിൽ പോകുമ്പോൾ ഒരു അഡൽട്ട് കണ്ടന്റ് ആണ് ഏറ്റവും കൂടുതൽ മനുഷ്യന്റെ മനസ്സിനകത്ത് നിൽക്കുന്നത്. ബാക്കിയൊന്നും നിൽക്കത്തില്ല. അതാണ് ലോകത്തിന്റെ ഇതെന്ന് പറയുന്നത്, സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ആ അഡൽട്ട് കണ്ടന്റ് മാത്രമേ മൈൻഡിലൂടെ ഓടത്തുള്ളൂ. അപ്പോൾ ഇത് ലോകത്തിന് കൊടുക്കുന്ന ഉദ്ദേശം എന്തുവാ? അഡ്വക്കേറ്റ് സിന്ധു വർക്കല, ഇവിടെ അന്ന് നമ്മൾ കണ്ട വഴിക്ക് ഓടിച്ചതാണല്ലോ. അന്ന് ഊളംപാറയിൽ പോയിട്ട് ഇപ്പോഴാണല്ലോ ഇവിടെ തിരിച്ചു വന്നത്. അത് ശരി 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 ചിരിച്ചോ. ഊളംപാറയിൽ പോയി വന്നതിന്റെ ഒരു ഇത് തീർത്തതാ. ഞാൻ ഒന്ന് നന്നായിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി വന്നേ. അഡ്വക്കേറ്റ് സിന്ധു ഊളംപാറയിൽ പോയിട്ട് വന്നിട്ടേ ചികിത്സയൊക്കെ കഴിഞ്ഞ് വന്നതാ. അപ്പൊ ജസ്റ്റ് ഞാനൊന്ന് വന്ന് ഹായ് പറയാൻ വേണ്ടി വന്നതാണ്. വളരെ സന്തോഷം അഡ്വക്കേറ്റ് സിന്ധു. ഊളം പറയുന്ന നേരത്തെ വന്നത് എന്തായാലും നന്നായി. ഇവിടെയൊക്കെ പേര് ഓർമ്മിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നു എന്നുള്ളതാ. ഓക്കെ, അപ്പം ഇത് സമൂഹത്തിൽ കൊടുക്കുന്നത് ആടുജീവിതം നജീബിന്റെ ആടുജീവിതം. പിന്നെ നജീബിനെ അങ്ങ് 24 മണിക്കൂറും ചാനലുകാരും ഇവരും എല്ലാം എടുത്തിട്ട് അങ്ങ് എന്ത് ചെയ്യുക, അങ്ങ് വൈറലാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ആടുജീവിതം വായിക്കണം എന്നുള്ള പ്രേരണ അങ്ങ് ഉണ്ടാക്കി കൊടുക്കുക. ഈ ആടുജീവിതം വായിക്കണം എന്നുള്ള പ്രേരണ ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ട് ആൾക്കാർ നേരെ പോയി വായിക്കുക. ലൈബ്രറികൾ മുഴുവനും കച്ചവടം നടക്കുക. പുസ്തകം വായിച്ച് വരുമ്പോൾ സിമ്പതിയോടുകൂടി ഇരുന്ന് വായിക്കുന്നവന് ആ തെറ്റും സിമ്പതിയായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. ആടുമായിട്ട് ക്ഷയിച്ചതിനെയും സിമ്പതിയായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. ഈ ആടുമായിട്ട് ക്ഷയിച്ചത് സിമ്പതിയായിട്ട് കാണുമ്പോൾ തലച്ചോറിനകത്ത് അത് തെറ്റല്ല എന്നുള്ള ബോധം മനുഷ്യനുണ്ടാക്കി കൊടുക്കുമ്പോൾ പിന്നീട് സമൂഹം പോകുന്നത് വലിയൊരു വൃത്തികേടിലേക്കാണ്. ഇന്ന് ഉസ്താദുമാര് മദ്രസയിൽ എണ്ണപ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാ? അവന്മാരുടെ മതത്തെ സംബന്ധിച്ചിടത്തോളം ആണിന്റെ കൂടെ ക്ഷയിച്ചാലും തെറ്റല്ലാത്തത് കൊണ്ടാ. അപ്പോൾ അത് സമൂഹത്തിലേക്ക് വേറൊരു തരത്തിലേക്ക് നിങ്ങളെ ഇമ്പാക്ട് ചെയ്യുകയാണ്. അത് ക്രിസ്ത്യാനിയിലും ഹിന്ദുവിലും എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു പൊതു സമൂഹത്തിൽ എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് വൃത്തികേടാണ്. ഇതിനെ ചോദ്യം ചെയ്യണം. അല്ലാതെ ഇതിനെ ചോദ്യം ചെയ്യാതെ വിട്ടിട്ട് കാര്യമില്ല. ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു 10 പേരിൽ ഇത് തരുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇത് 10 പേരിലല്ല ഇപ്പൊ തീർന്നത്. എന്തുവാ, ഇത് മനഃപൂർവ്വം അങ്ങ് വൈറലാക്കി അങ്ങ് കൊണ്ടുപോകുകയായി. പറഞ്ഞ കാര്യം നല്ല കാര്യം പോകട്ടെ. ചിന്തിക്കേണ്ടവർ ചിന്തിക്കട്ടെ. ഒരിക്കലും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. സിമ്പതിയുടെ പേരിൽ കൈയില്ലാത്തവനാണ്, കാലില്ലാത്തവനാണ്. ഇപ്പൊ ഒരുത്തൻ മരുഭൂമിയിൽ ജീവിക്കുക. അവന്റെ ഒരു 5 വയസ്സുകാരി കൊച്ചേ ഉള്ളൂ അവന്റെ കൂടെ. വേറെ ആരുമില്ല. അവിടുന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ല. ഈ 5 വയസ്സുകാരി കൊച്ചും അവനുമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് മരുഭൂമിയിൽ ജീവിക്കുന്നത് കൊണ്ട് മുഹമ്മദ് കാമഭ്രാന്തൻ 6 വയസ്സുകാരിയെ കല്യാണം കഴിച്ചതുകൊണ്ടും 6 വയസ്സുകാരിയെ ഭോഗിക്കാൻ ശ്രമിച്ചത് കൊണ്ടും ഒക്കെ എന്നാ പിന്നെ നമ്മന്റെ മതത്തിനകത്ത് പറഞ്ഞിട്ടുള്ളതുണ്ടല്ലോ, ഇനിയിപ്പം മരുഭൂമിയിൽ വേറെ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ കൊച്ചിനെ തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടേക്കാമെന്ന് പറഞ്ഞിട്ട് ആ മരുഭൂമിയുടെ വേദനയിൽ ഞാൻ കുഞ്ഞുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നൊക്കെ പറഞ്ഞൊരു കഥാപുസ്തകത്തിൽ എഴുതിയാൽ സിമ്പതിയോടുകൂടി കണ്ടിരിക്കാൻ പറ്റുമോ മനുഷ്യർക്ക്? ബെൻസ് ചേച്ചിനെ കണ്ടാൽ ഒരു ആടിന്റെ പോലെയുണ്ട്. എടാ നിന്നെ കണ്ടാൽ പന്നിയെ പോലെയല്ലേടാ ഇരിക്കുന്നേ. എന്നെ കണ്ടാൽ ആടിനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യ. ആടിനെ പോലെ ഉണ്ടെന്ന് വെച്ചാൽ ആടുകളെയൊക്കെ മനുഷ്യർ ഇങ്ങനെ ചേർത്തണച്ച് കൊണ്ടു നടക്കാറുണ്ട്. പന്നി എന്ന് പറഞ്ഞാൽ എന്നൊരു കണക്കിച്ച് 30 ഉള്ളോടാ. പന്നിയുടെ മോന്തയുള്ള നിന്റെ അമ്മ നിന്നെ പന്നിക്കുണ്ടാക്കിയിട്ടപ്പം ആ പന്നി വന്നിട്ട് നീ ഇത് പറയണമെന്നുണ്ടെങ്കിൽ നിന്റെ കപ്പാസിറ്റി ഒന്ന് സമ്മതിച്ചേ പറ്റത്തുള്ളൂ. എന്നെ ആടിനെ പോലെയാ കണ്ടെന്ന് വെച്ചാൽ വളരെ സന്തോഷം. ആടുകളെ മനുഷ്യർ കയ്യിലെടുത്ത് കൊഞ്ചിക്കാറുണ്ട്, ലാളിക്കാറുണ്ട്. പന്നിയെ അങ്ങനെയല്ലല്ലോ. പന്നിയെ തിരിച്ചു നിർത്തി അല്ല പെരുത്ത അടിയല്ലേ കൊടുക്കുന്നത്. എടാ വൃത്തികെട്ടവനെ, പെൻസിനെ നിന്നെ പന്നിയെ പോലെ ഇരിക്കുക. കാണാനായിട്ട് തന്നെ പന്നിയെ പോലെ ഇരിക്കുന്നതിന്റെ പിന്നെ കാരണം എന്ന് പറഞ്ഞാൽ തള്ള നിന്നെ പന്നിക്കുണ്ടാക്കി തന്നതല്ലേ. ആ തള്ള എടുത്ത് വിട്ട് ആ പന്നി ഏതാന്ന്, ആ തന്തപ്പന്നി ഏതാന്ന് ചോദ്യര്. എന്നിട്ട് ആ തന്തപ്പന്നിയെയും നീയും കൂടി ചേർന്നൊരു സെൽഫി ഫോട്ടോ എടുത്തിട്ട് അതങ്ങ് പോസ്റ്റ് ചെയ്യുക. അതാ നല്ലത്. പന്നി വന്നിട്ട് പറയുമോ ഇത് 2 കാലുള്ള മന്തുള്ളവൻ ഒറ്റക്കാലും മന്ദനം എന്ന് പറയുന്നത് പോലെയുണ്ട്. എടാ വിവരം കെട്ട ലോകമേ. 2 കാലും മന്തുള്ളവൻ ഒറ്റക്കാലും മന്ദനോട് വന്ന് സംസാരിക്കുന്ന നടക്കുന്നുണ്ട്. അമ്മ പന്നിയുടെ കൂടെ കിടന്നുണ്ടാക്കി പന്നിയായി ജനിച്ച അവൻ വന്നിട്ട്
അവൻ വന്നിട്ട് പറയും എന്നെ ആടിനെ പോലെ ഉണ്ട്. അത് എന്ത് വിരോധാഭാസമാണെന്ന് എനിക്ക് മനസ്സിലാകാത്ത. അതുകൊണ്ട് അമ്മയോടത്ത് പോയി ചോദിച്ച്, അമ്മ പന്നിക്കൂട്ടത്തിനകത്ത് ഏത് പന്നിയുടെ കൂടെയാ എന്നെ ഉണ്ടാക്കിയിട്ട് എനിക്ക് ആ തന്തപ്പന്നി ഒന്ന് കാണണം, അവനുമായിട്ടൊരു സെൽഫി അങ്ങ് എടുത്തിടണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നീ ഒരു സെൽഫി അങ്ങ് എടുത്തിട്. അതായിരിക്കും നിനക്ക് ചേർന്ന്. 2 തന്തപ്പന്നിയും നീയും കൂടി ആകുമ്പോ ആ സെൽഫി അങ്ങ് വെക്കും, നല്ല രസമായിരിക്കും. പോടാ പോടാ വന്നിരിക്കുക. അപ്പം ആടുജീവിതം, നജീബിന്റെ ആടുജീവിതം ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടുന്നില്ല. അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിന്റെ മറ്റു കാര്യങ്ങളെല്ലാം ഓക്കെ, സമ്മതിക്കുന്നു. പക്ഷെ ഈ വൃത്തികേട് അത് സമൂഹ മധ്യയിൽ അത് ജീവിതമാക്കിയത് അത് ഞാൻ എടുത്തു പറയും, ഇനിയും പറയുമോ ഞാനതിനെ. അത് തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് ഈ എല്ലാവരെയും കൂടെ ഓക്കെ ലൈവ് ഓക്കെ. വിനീത് സജി പൃഥ്വിരാജിന്റെ സിനിമ കണ്ടിട്ട് എല്ലാ വീടുകളിലും ആടിനെ വളർത്തി ഉപയോഗപ്പെടുത്തും. അതെ അതെ അതെ, ഇനി എല്ലാവരുടെ വീടുകളിലും ആടായിരിക്കും ഇനി പ്രധാന കഥാപാത്രം പൃഥ്വിരാജിന്റെ സിനിമ കണ്ടിട്ട്. മനസ്സിലായോ? സ്കറിയ മുഹമ്മദേ, സ്വന്തം ഫോട്ടോ ഇട്ടിട്ടുവാ. നീ ആടും ഒട്ടകമൊക്കെ ആണെങ്കിൽ ആ ആടും ഒട്ടകത്തിനൊന്നും മറുപടി കൊടുത്തിട്ട് കാര്യമില്ല. സ്വന്തം പ്രൊഫൈലിൽ വരുന്നവന്മാർക്ക് ഓക്കെയാ. അയ്യോ, ഒരാള് വന്നിരിക്കുക, ശ്യാമ നെടുമട്ടം. ഒരു മിനിറ്റ്, ശ്യാമ നെടുമട്ടം. നല്ല സംസ്കാരം, കർത്താവ് വരുമ്പോൾ ഉടലോടെ പോകാനിരിക്കുന്ന ആളാ. അതെ, എന്നെ പറ്റി ശ്യാമ നെടുമട്ടം? കർത്താവ് വരുമ്പോൾ ഉടലോടെ പോകാനിരിക്കുന്നത് കൊണ്ട്, കർത്താവ് വരുന്നത് ഉടലോടെ പോകാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് കണ്ടവന്മാരെല്ലാം വന്ന്, സുഡാപ്പികളെല്ലാം വന്ന് ശ്യാമ നെടുമട്ടത്തിനെ കയറി ബലാത്സംഗം ചെയ്യുമ്പോൾ നീ കടന്നു കൊടുക്കുവോ? ശ്യാമ നെടുമട്ടമേ, നീ ഉടലോടെ അങ്ങ് സ്വർഗത്തിൽ പോകാനിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ കയറി നിന്നെ അങ്ങ് ബലാത്സംഗം ചെയ്യാൻ വന്നിരിക്കുക. നിന്റെ അമ്മയുടെ പൂ ചോദിക്കുക. നിന്റെ അമ്മയുടെ പൂ ഒന്ന് തരുവോടി, നിന്റെ പൂവിന് നല്ല രസമുണ്ടല്ലോ, ഒന്ന് തുറന്നു വെച്ച് തരുവോടി, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ നീ തുറന്നു വെച്ചങ്ങ് കൊടുക്കുവോ? സ്വർഗത്തിൽ പോകാനിരിക്കുന്നതല്ലേ, എന്താ ഞാനങ്ങ് തുറന്നു കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ട്. അല്ല, തിരിച്ചു പറയുന്നത് എന്തുവാ? സംസ്കാരത്തിന് വല്ല കുഴപ്പമുണ്ടോ? നിന്റെ സംസ്കാരം എന്ന് പറയുന്ന ഒരുത്തൻ വന്ന് നിന്റെ അമ്മയുടെ പൂ ചോദിക്കുമ്പോഴും അത് എടുത്തു വെച്ചങ്ങ് കൊടുക്കുന്നതാണോ? അതാണോ നിങ്ങളെ പഠിപ്പിച്ച നല്ല സംസ്കാരം? ഞാൻ എനിക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിക്കുക, എന്താ നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ നല്ല സംസ്കാരം? ശ്യാമ നെടുമട്ടവേ, നിന്നോട് വന്നിട്ട് ഒരുത്തൻ ചോദിക്കുക, നിന്റെ പൂവ് ഒന്ന് കാണിച്ചു തരുവോടി, അത് നല്ല രസമുണ്ട്, അതിനകത്തോട് ഞാൻ ഒന്ന് പോയിക്കട്ടെ, നിന്റെ വായിലോട്ട് ഒലക്ക് കയറ്റി വെച്ച് ചെയ്യുന്നതാടി നല്ല സുഖം എന്ന് പറഞ്ഞ് നിന്നോട് ഒരുത്തം വന്ന് ചോദിക്കുക. നീ അപ്പോഴത്തെ വായും തുറന്നു വെച്ചോണ്ട് എന്റെ സംസ്കാരം ഇതാണ്, ഒലക്ക പിടിച്ചോ കയറ്റിക്കോ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തോണ്ടിരിക്കുവോ? ശ്യാമ നെടുമട്ടമേ, എടി വിവരം കെട്ടവളെ, നീ അങ്ങനെയാണോ കൊടുത്തോണ്ടിരിക്കുന്നത്? നീ എന്തോടാ കൂട്ടിക്കെട്ടി സംസാരിക്കുന്നേ? കർത്താവ് വരുന്ന ഉടലെന്ന് പറയുന്നത് ഈ ശരീരം എന്ന് പറയുന്നത് ആയതുകൊണ്ട് ഒന്നും ചെയ്യരുത്. കണ്ടവന്മാരും കണ്ടവളുമാരെല്ലാം വൃത്തികേടും ആഭാസവും ഒക്കെ പറഞ്ഞു പോകുമ്പോഴത്തേക്കും മിണ്ടാതിരുന്ന് കേട്ടിട്ട് എടുത്തോണ്ട് പോണേ കർത്താവ് എന്ന് പറഞ്ഞ് കൊടുക്കാനിരിക്കുന്നതാണ്. വിവരം കെട്ടവളെ, നിന്റെ കുടുംബത്തിൽ പഠിപ്പിച്ച സംസ്കാരമായിരിക്കും ആ സംസ്കാരം. വണ്ടത്തൂർ വലയിൽ വീറ്റി. ഒരു മിനിറ്റ്, നല്ല രസമുണ്ട് സംസ്കാരം, മനസ്സിലാകുന്നുണ്ട്. അതേ, വണ്ടത്തൂർ വലയിൽ വീറ്റിയുടെ ഭാര്യയും അമ്മയും വന്നിട്ട് ഒരുത്തം ഭോഗിച്ചോണ്ടിരിക്കുമ്പോ നീ ഇപ്പുറത്ത് മാറി മയക്കും വെച്ചോണ്ടിരുന്നിട്ട് പറയും, പ്രാർത്ഥിച്ചോണ്ടിരിക്കും ഇപ്പുറത്തിരുന്നിട്ട്, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം കർത്താവേ, ആ സഹോദരന് ശക്തിയും ബലവും കൊടുക്കണേ, അവന് ശാരീരികമായിട്ട് ബന്ധപ്പെടുമ്പോൾ എന്റെ ഭാര്യയെ ബലാത്സംഗം ചെയ്യുമ്പോൾ കൃപ കൊടുക്കണേ കർത്താവേ, സ്തോത്രം എന്ന് പറഞ്ഞ് വണ്ടത്തൂർ വലയിൽ നീ ശിഖണ്ഡിയായിട്ടിരുന്നു കൊണ്ട് ഭാര്യയും അമ്മയും കൂട്ടിക്കൊടുക്കുന്നു പറഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് പറ്റുമോ അത്? തിരിച്ചു ചോദിച്ചാൽ ഇതൊക്കെ എന്താണ് നിനക്കൊക്കെ സംസ്കാരം? നീയൊക്കെ കിടന്നു കൊടുക്കുന്നത് നല്ല സംസ്കാരവും ബാക്കിയുള്ളവർ തിരിച്ചു ചോദിച്ചാൽ മോശം സംസ്കാരം. ഇത് എന്താ സമൂഹത്തിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്?
ഒരുത്തൻ ബലാത്സംഗം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ കിടന്നു കൊടുത്തേരെ പ്രാർത്ഥിച്ചിട്ട് ഹല്ലേലൂയ സ്തോത്രം 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 കർത്താവേ ബലം കൊടുക്കണേ കർത്താവേ, ശത്രുവിനെ ഉപദ്രവിക്കുമ്പോൾ പ്രാർത്ഥിക്കണേ, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ കർത്താവേ എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങ് കിടന്നു കൊടുത്തങ്ങ് അവന് ബലം കൊടുക്കണേ, ശക്തി കൊടുക്കണേ എന്നുകൊണ്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കണോ? ഇത് നല്ല സംസ്കാരവും. ഒരുത്തൻ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ കത്തിയെടുത്ത് അവന്റെ സാധനം വെട്ടിയെടുക്കുന്നത് ചീത്ത സംസ്കാരവുമോ? അല്ല, നിങ്ങൾ സമൂഹത്തിൽ എന്താ പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ക്രിസ്ത്യാനികളെ, സംസ്കാരം പിടിച്ച് സ്വർഗത്തിൽ പറക്കാനിരിക്കുന്ന ക്രിസ്ത്യാനികളെ, നിങ്ങൾ എന്ത് സംസ്കാരമാണ് സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? എടാ, നിനക്കൊക്കെ നീ പണ്ടമാണിട്ട് വലിയ വയലിൽ വീറ്റി നീ ആണും പെണ്ണും കെട്ട ശിഖണ്ഡിയാണെന്ന് പറഞ്ഞ് നാട്ടുകാർക്കൊക്കെ പറ്റുവോടാ അത്? എടാ, വണ്ടമാനത്ത് വയലിൽ നിന്റെ സംസ്കാരം നീ അമ്മയെ ചോദിച്ചാലും മോളെ ചോദിച്ചാലും ഭാര്യയെ ചോദിച്ചാലും അവന്റെ കൂടെ എങ്കിലും കൊടുത്തു വിടുമായിരിക്കും. പക്ഷെ നമുക്ക് പറ്റുമോ? അതൊക്കെ നിങ്ങൾക്ക് നല്ല സംസ്കാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കത് നല്ല സംസ്കാരമല്ല. എന്നെ അറിയാണ്ട് ചോദിക്കുക, സംസ്കാരം തിരക്കി വന്നിരിക്കുക കുറെ പേര്. രതീഷ് സി കെ, അമ്മയോട് ചോദിക്കുക. രതീഷ് സി കെ, നിന്റെ അമ്മ കാണിച്ചു തരും നിനക്ക്. അമ്മയോട് പോയി ചോദിച്ചാൽ മതി. അമ്മയോട് പൂവോ കായോ എന്ത് വേണമെങ്കിലും പോയി ചോദിക്ക്. എന്നോടാ ചോദിക്കാൻ നീ വന്നെങ്കിൽ നിന്റെ മുറിയേണ്ടി ഉണ്ടല്ലോ, ടക്കേന്ന് പറഞ്ഞങ്ങ് വെട്ടും. കത്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഒറ്റ വെട്ടങ്ങ് വെട്ടും. പിന്നെ പൂ ആണ്ടോണ്ടിരിക്കാനുള്ള സമയം നിനക്ക് കാണത്തില്ല. പിന്നെ എന്നാ ചെയ്യും നീ? ഇപ്പൊ എന്നാ ചെയ്യുവേ? അതുകൊണ്ട് അമ്മയോട് പോയി പൂ ചോദിക്ക്, തുറന്നു കാണിച്ചു തരുമോ എന്ന് പറഞ്ഞിട്ട്. അമ്മ കാണിച്ചു തരുമായിരിക്കും. കാരണം നിന്റെ അമ്മയ്ക്ക് ശീലം അതായത് കൊണ്ടാണല്ലോ ഇത്ര ധൈര്യമായിട്ട് പറയുന്നത്. മനസ്സിലായോ? പറഞ്ഞ പിടി കിട്ടിയോ? അതുകൊണ്ട് പണ്ടത്താട്ട് വയലിൽ വീറ്റി ശിഖണ്ഡിയാണോ അല്ലയോ എന്ന് കാണിച്ചു തരാൻ വരാമെങ്കിൽ, എടാ ചെറ്റേ, നിന്റെ അടുത്ത് വന്നാൽ നീ ചിലപ്പോ ശിഖണ്ഡിയാണോ ഇല്ലയോ എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. എന്നെയാ നീ വിളിച്ച് അടുത്ത് വീഴ്ത്തുന്നെങ്കിൽ ചിലപ്പം ടപ്പേന്ന് പറഞ്ഞ് സാധനം വെട്ടി ഞാൻ എന്ത് ചെയ്യും? ഒലിയേ എന്ന് പറഞ്ഞെടുത്താ കാണിക്കും. നിന്റെ ആണത്തരം നിന്റെ അമ്മയുടെ കൂടെയും ഭാര്യയുടെ കൂടെയും മോളുടെ കൂടെയും കിടക്കുന്നതാണ് നിന്റെ ആണത്തരമെങ്കിൽ, അതാണ് നീ ആണെന്ന് കണ്ടിട്ടിരിക്കുന്നെങ്കിൽ, എടാ ചെറ്റെ, നിന്നെപ്പോഴുള്ളവന്മാര് ശിഖണ്ഡി തന്നെയാടാ. കേട്ടടാ ചെറ്റെ. എടാ, നിന്റെ സാധനം വെച്ചോണ്ട് പോയി നിന്റെ അമ്മയുടെ കൂടെയും നിന്റെ മോളുടെ കൂടെയും നിന്റെ ഭാര്യയുടെ കൂടെയും ഉണ്ടാക്കുന്നതാണ് നിന്റെ ആണത്തരമെന്ന് നീ കണ്ടിരുന്നുണ്ടെങ്കിൽ അതാണ് ശിഖണ്ഡി എന്ന് പറയുന്നത്. അതിന് നീ എന്നെ വിളിക്കേണ്ട കാര്യമില്ല. നീ എന്നെ വിളിച്ചാലുണ്ടല്ലോ പിന്നെ നിന്നെ മണിയിട്ട് കാണിക്കാൻ, ആണത്തരം കാണിക്കാൻ നിന്റെ മണി ഇങ്ങനെ തൂങ്ങിക്കിടക്കും, ഇപ്പൊ പള്ളിക്കകത്ത് അടിക്കുന്നത് പോലെ. അത് വെച്ച് പിന്നെ മണിയിൻ ഒലിയേ എന്ന് പറഞ്ഞ് നീ എന്ത് ചെയ്യേണ്ടി വരും? പാട്ട് പാടിക്കൊണ്ടിരിക്കേണ്ടി വരും. പറഞ്ഞോടാ കേട്ടാടാ ചേറ്റേ. അവ ആണത്തരം കാണിക്കാം, ശിഖണ്ഡിയാണോ അല്ലയോ എന്നുള്ളത് കാണിച്ചു തരാം വാന്ന് പറഞ്ഞിട്ട് നീ കണ്ടവരുടെ കൂടെ കിടക്കുന്നതും നിന്റെ സാധനത്തിന്റെ ബലവുമാണോടോ ശിഖണ്ഡിത്തരം എന്ന് പറയുന്നത്? എടാ ചേറ്റേ, വന്നിരിക്കുക ആണത്തരമുണ്ട്. നിന്നെപ്പോലുള്ള വിവരം കെട്ട ക്രിസ്ത്യാനി എന്ന് പറയുന്ന നാണം കെട്ടവന്മാരുടെ ആണത്തരം എന്ന് പറയുന്നതേ പെണ്ണുങ്ങളുടെ കൂടെ പോയി കിടക്കാനുള്ള നിന്റെ മണി പൊങ്ങി നിൽക്കുന്നതിനെയാ നീ ആണെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നത്. നാണം കെട്ട നാറിയേ. അവൻ പാച്ചറ ചേറ്റയ്ക്കുണ്ടായവൻ. അവന്റെ വിചാരം എന്ന് പറയുന്ന പെണ്ണിന്റെ കൂടെ കിടന്ന് അവന്റെ മണിയുടെ ബലം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതിനാണ് ആണത്തരം എന്ന് അവന്റെ വിചാരം. ഇപ്പൊ മനസ്സിലായോ? ക്രിസ്ത്യാനി എന്ന് പറയുന്ന നാണം കെട്ട നാറികളാണെന്ന് പറഞ്ഞ് കരുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇവന്മാരാണെന്ന് പറഞ്ഞ് കരുതി വെച്ചിരിക്കുന്ന ഇവന്മാരുടെ സാധനം പൊങ്ങി വെച്ചോണ്ട് ഭാര്യയുടെ കൂടെ പോയി കിടന്നു കൊടുത്തിട്ട് കാര്യം തീർത്തു കൊടുക്കുന്നതിന്റെ പേരായി ഇവനാണെന്ന് കരുതി വെച്ചിരിക്കുന്ന നാണം കെട്ട നാറി. അവനെ തെരുവിൽ കിട്ടിയാലുള്ള തീട്ടം വാരി അടിക്കണം ഈ ചെറ്റേനെ. ഉദയാലത, എന്തുവാ റീന? അതെ, എന്തുവാ ഉദയക്ക് എന്താ തോന്നിയേ? എന്തുവാ റീന എന്നോട് ചോദിക്കാൻ? ഇതുവരെയ്ക്ക് ലൈവ് കണ്ടില്ല, എത്ര നേരം കണ്ടോണ്ടിരിക്കുവല്ലായിരുന്നു ഉദയ? തോമസ്, നിങ്ങൾ ക്രിസ്ത്യനാണോ? അനിപ്പ എന്നെ വേണം? അല്ല, ക്രിസ്ത്യന്റെ സ്വഭാവം എന്താണ്? ഇപ്പൊ ക്രിസ്ത്യന്റെ സ്വഭാവം ഒരുത്തം പറഞ്ഞിട്ട് പോയി.
ഭാര്യയുടെ കൂടെ പോയി, അമ്മയുടെ കൂടെ പോയി, മോളുടെ കൂടെയൊക്കെ പോയിട്ട് അവന്റെ അണ്ടിയുടെ ബലം, പറങ്ങിയണ്ടിയുടെ ബലം കാണിച്ചു കൊടുക്കുന്നത് ആണെന്ന് ഒരുത്തൻ പറഞ്ഞിട്ട് പോയി. അവനും ക്രിസ്ത്യനാ. എന്നിട്ട് അവൻ വിളിക്കുക, അവൻ ആ ബലം ഞാൻ കാണിച്ചു തരട്ടെ. ഇതാണ് ആണത്തരം എന്നാണ് നിന്നെപ്പോലുള്ള ക്രിസ്ത്യാനികൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എടാ, നിന്നെയൊക്കെ പോലുള്ള ക്രിസ്ത്യാനികളെ പറഞ്ഞു പിടിപ്പിച്ചു വെച്ചിരിക്കുന്നത്, നിന്റെയൊക്കെ പറങ്ങിന്റെ സ്ഥാനം പൊങ്ങി നിൽക്കുന്നതും അതിന്റെ ബലം കൊണ്ടുപോയി തീർക്കുന്നതുമാണ്, പെണ്ണിന്റെ അടുത്ത് തീർക്കുന്നതെന്ന് വെച്ചാണ് നിങ്ങളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഉള്ളുരുകി പോകുന്ന മോശം കാഴ്ചയായും വിഷയമായിട്ടൊക്കെ മാറുന്നത്. അതുകൊണ്ടാണ് ഓരോരുത്തർമാർക്കും പച്ചയ്ക്ക് ഈ മാതിരി വിഷയത്തെ എടുത്തുകൊണ്ട് വന്നിട്ട് വൃത്തികേടുകളുള്ള കാര്യങ്ങൾ പറയാൻ തോന്നുന്നത്. ഇതൊക്കെ എന്തോ വലിയ ആഭാസം നിറഞ്ഞതാണ്, ഇതൊക്കെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ അങ്ങ് ഉരുകിപ്പോകും, ചോർന്നു പോകും എന്നൊക്കെ പറഞ്ഞിട്ട്. ക്രിസ്ത്യാനി ആയതുകൊണ്ടൊന്നും സംസാരിക്കാൻ പാടില്ല. ക്രിസ്ത്യാനി സംസാരിക്കണം, പച്ചയ്ക്ക് പറയേണ്ടത് പച്ചയ്ക്ക് പറഞ്ഞാലേ സമൂഹത്തിന് മനസ്സിലാകത്തുള്ളൂ. എന്നാലേ സമൂഹം ഇതിനെ, ഈ മോശമായ കാഴ്ചപ്പാടിന്നും പുറത്തേക്ക് വരത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ എത്ര കാലം വരെ ഇവന്മാരുടെ വൃത്തികേടുകളും കേട്ടോണ്ട് ജീവിക്കും? നിങ്ങൾക്ക് എന്തെങ്കിലും എഴുന്നേറ്റ് സത്യം പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? ധൈര്യം പറ്റുമ്പോ ഒരുത്തൻ എഴുന്നേറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പച്ചത്തെറി വിളിച്ച് കൂട്ടത്തോടെ ആഭാസം പറഞ്ഞ് ജയിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാ? നമ്മൾ തിരിച്ച് പ്രതികരിക്കില്ല എന്ന് കണ്ടതുകൊണ്ട്. പറഞ്ഞു മനസ്സിലായോ? തിരിച്ച് നമ്മൾ പ്രതികരിക്കില്ല. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അങ്ങ് ഉള്ളുരുകി പോകും. നീ എവന്റെ കൂടെ കിടക്കുന്നടി, അവളുടെ കൂടെ കിടക്കുന്നടി, എത്ര പേരുടെ കൂടെ പോകുന്നടി, നിന്റെ പൂ ചോദിക്കടി, കാ ചോദിക്കൂടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ്. വത്സലൻ മന്നൂർ, കൂൾ ഡൗൺ, പ്രേ ഫോർ ദം ആസ് ജീസസ് ടോൾഡ്. അയ്യോ കഷ്ടം, എനിക്ക് സൗകര്യം അവന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. നീ പോയിരുന്നങ്ങ് പ്രാർത്ഥിര്. വത്സലൻ മന്നൂർ, നിന്റെ അമ്മയുടെ പൂവും കായും ചായയൊക്കെ പറഞ്ഞിട്ട് താന്ന് പറഞ്ഞ് ചോദിക്കുന്നവനോട് വേണ്ടിയിട്ട് നീ പോയിരുന്ന് പ്രാർത്ഥിര്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രാർത്ഥിക്കും. കർണം അടിച്ചു പൊളിക്കും ഞാൻ. ശിഖണ്ഡികളായിട്ടുള്ള വേറെ വന്നല്ലോ ശിഖണ്ഡി. അവന്റെ അമ്മയെ ചോദിച്ചാലും ആരെ ചോദിച്ചാലും അവൻ കിടന്നു കൊടുക്കൂന്ന് പറഞ്ഞില്ലേ, പാച്ചറ് എന്ന് പറയുന്ന ശിഖണ്ഡി. പ്രിയ ജോജി, ഇന്ന് ഒരുപാട് എണ്ണം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ആഘോഷം തലയ്ക്ക് പിടിച്ചിരിക്കുമല്ലേ, വെള്ളമടിച്ച് പുഴുങ്ങി ഇന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റതല്ലേ, എഴുന്നേറ്റത്തിന്റെ ആഘോഷം തീർക്കുക എല്ലാവരും സമൂഹത്തില്. ഒരു മിനിറ്റ്. ക്രിസ്ത്യൻസ് മാന്യത പുലർത്തണം, സമ്മതിച്ചു. എന്ത് സമ്മതിച്ചു? മാന്യതയോ? എന്തുവാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാന്യത? എനിക്ക് മനസ്സിലാകുന്നില്ല. എടാ, നിന്റെയൊക്കെ വീട്ടിനകത്ത് ഒരുത്തൻ കയറി വന്ന് നിന്റെയൊക്കെ മോളെ ബലാത്സംഗം ചെയ്യാൻ പോകുമ്പോൾ നീയൊക്കെ എങ്ങനെ പ്രതികരിക്കും ഇതിനെ? എനിക്ക് അതാ മനസ്സിലാകാത്തത്. ആ സമയത്ത് നിങ്ങൾ കിടന്നു കൊടുക്കാൻ പറയുമോ, അതോ അവന്റെ മോളെ ക്ഷമിക്കും മോളെ എന്ന് പറഞ്ഞു കൊടുക്കുമോ? നിങ്ങൾ എന്താ പറയുന്നത്? ഇത് സോഷ്യൽ മീഡിയയും അതേപോലെ തന്നെയാണ്. സ്ത്രീ ആസക്തിയോടെ നോക്കുന്നവൻ ബലാത്സംഗം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, അവളോട് ശാരീരിക വ്യഭിചാരം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, സ്ത്രീയെ മോശമായ രീതിയിൽ അബ്യൂസ് ചെയ്യാൻ നോക്കാൻ വായു ഉപയോഗിക്കുമ്പോൾ അവളെ ബലാത്സംഗം ചെയ്യുന്നു തന്നെയാ. സോഷ്യൽ മീഡിയയിൽ ബലാത്സംഗം നടക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ കേട്ടോണ്ടിരിക്കണോ? എടാ, വിവരം കെട്ടവന്മാർ, നാറിയ ക്രിസ്ത്യാനി, നിനക്ക് നാണവമാനം ഉണ്ടോടാ? നിന്നെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന നൈറ്റിയുടെ എന്തുവാ പുരോഹിതന്മാരെന്ന് പറയുന്നവന്മാർക്ക് ആണത്തും ഇല്ല. ഇന്ന് ക്രിസ്ത്യൻ മുഴുവൻ വെള്ളത്തിലാ. അതെ, രതീഷ് CK എത്ര എണ്ണം വീശി? അത് അമ്മയോടല്ലേ ചോദിക്കേണ്ടേ, എന്നോടാണോ ചോദിക്കേണ്ടേ? നീയല്ലേ വാങ്ങിച്ചു കൊടുത്തത് നിന്റെ അമ്മയ്ക്ക്? ഇതെന്തിനാ നിനക്ക് തലയ്ക്ക് ഓളമില്ലാതെ നടക്കുവാണോ? നീ വെള്ളം അടിച്ച് ബൂസായി കിടക്കുകയാണോ? അവൻ വെള്ളം അടിച്ചിട്ട് അവൻ വെള്ളം വാങ്ങി അമ്മയ്ക്കും കൊടുത്തിട്ട് വയ്ക്കുക, അമ്മയടുത്ത് എത്ര എണ്ണം വീശി എന്ന് പറഞ്ഞു. അമ്മയടുത്ത് എത്ര എണ്ണം വീശി എന്നുള്ള കഥ എന്നോട് ചോദിച്ചാൽ എനിക്കറിയാൻ പറ്റും. നീ അല്ലേ ഒഴിച്ചു കൊടുത്തത് നിന്റെ അമ്മയ്ക്ക്? പോയിരുന്ന അമ്മയോട് വരെ ചോദിക്കുക എത്ര എണ്ണം വീശിയിട്ടുണ്ടെന്ന് പറഞ്ഞ്. തോമസ്, നിങ്ങളെ തെറി പറയുന്നവരെയാണ് പറഞ്ഞത്. ഓക്കെ. ക്രിസ്ത്യാനികൾ രതീഷ് CK അവന്റെ അമ്മയ്ക്ക് ഒഴിച്ചു കൊടുത്ത കാര്യം എന്നോട് ചോദിക്കുക എത്ര എണ്ണം വീശി എന്നത്. അമ്മയോട് ചോദിക്കുകയല്ലേ വേണ്ടത്? അമ്മയ്ക്ക് ഒഴിച്ചു കൊടുത്ത അമ്മ ഇരുന്ന് വെള്ളം അടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും എന്നോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? പോയിരുന്ന അമ്മയോട് ചോദിക്കുക എത്ര എണ്ണം വീശിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് നീ അവിടെ ഇരുന്നാ ചോദിക്കേണ്ടത്. തലയ്ക്ക് ഓളം പോയി കിടക്കുകയാണെങ്കിൽ എന്നോടൊന്നും ചോദിച്ചിട്ട് കാര്യം. ഞാൻ എന്താ കണിയാനാ? എല്ലാവന്മാരും എത്ര പേർക്ക് കൊടുത്തു, എത്ര പേർക്ക് എടുത്തു, എത്ര പേർക്ക് വീശി എന്ന് പറഞ്ഞ് വീട്ടിലുള്ള കഥകളൊക്കെ എന്നോടൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. അതൊക്കെ അവരവരുടെ കയ്യിലങ്ങ് വെച്ചാൽ മതി. പറഞ്ഞു മനസ്സിലായോ? ഞാൻ ഇന്ന് എന്തായാലും എന്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളോട് ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ.
നിങ്ങളോട് ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ. ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന വലിയൊരു അജണ്ടയുടെ ഭാഗമാണ് ഇസ്ലാമിക പ്രീണനം. ഈ ഇസ്ലാമിക പ്രീണനം ഇന്നല്ലെങ്കിലും 10 ദിവസം അറിയുമ്പോഴേക്കും നീയൊക്കെ പഠിച്ചോളും. പരിഷ്കൃത സമൂഹത്തിൽ മ്ലേച്ഛത നിറഞ്ഞ സിനിമ സ്വീകരിക്കപ്പെടുന്നു. അത് സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ട്? അതാ പറഞ്ഞത്. പരിഷ്കൃത സമൂഹത്തിൽ വൃത്തികെട്ട സിനിമകളും ആഭാസം നിറഞ്ഞ സിനിമകളും ഒക്കെ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ അതെല്ലാം കണ്ട് രസിക്കാൻ ജനം, അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ ജനം, അത് കണ്ട് കൂട്ടത്തോടെ പോകുന്നത് ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസ്ലിമും ഒക്കെ പോയിരുന്ന് കൂട്ടത്തോടെ ഇരുന്ന് കണ്ട് രസിക്കുക ഈ വൃത്തികേടുകളെ. ഇതൊന്നും ചോദിക്കാൻ പാടില്ല. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കുന്നവർ വെറും മോശക്കാരായി മാറുകയാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനിത് ചാർജിലൊന്നും എടുത്തോണ്ട് വരട്ടെ. ലോകം അതിന്റെ അപകടത്തിലേക്ക് പോകുന്നു എന്ന് ലോകം തിരിച്ചറിയാതെ പോകുകയാണ് പ്രിയ സഹോദരങ്ങളെ. പ്രത്യേകിച്ചും നമ്മുടെ കേരളം ഇപ്പോൾ ഇലക്ഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾ ബുദ്ധിപരമായിട്ട് നിന്നില്ല എന്നുണ്ടെങ്കിൽ അടി നിങ്ങൾ കൊള്ളൂ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അടി നിങ്ങൾ കൊള്ളും. നിങ്ങൾ കൊള്ളൂന്ന് വെച്ചാൽ അടി ഉറപ്പായിട്ടും കൊള്ളും. കാരണം ഇവന്മാരുടെ അജണ്ടകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക. എല്ലാ തരത്തിലും എവിടെയെല്ലാം ഇവന്മാരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ പെടാൻ പറ്റുമോ അവിടെയെല്ലാം എന്ത് ചെയ്യുകയാണ്? ഇന്ന് ഇവന്മാരുടെ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആപത്ത് സമൂഹത്തിനുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മതേതര രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞ് മതേതര രാജ്യമായ ഇന്ത്യക്കകത്ത് ഒരു മതം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾ അറിയുന്നുണ്ടോ? മതേതര രാജ്യത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് മതേതര രാജ്യത്തിന്റെ സാമുവേൽ കുട്ടി സഹോദരി ഈ സംസാരിക്കുന്നത് കേട്ട് രസിക്കാൻ കുറെ ആൾക്കാരുണ്ട്, പരിഹസിക്കാനും. ഞാൻ സംസാരിക്കുന്നത് കേട്ട് രസിക്കാൻ ആൾക്കാരും എനിക്ക് വേണ്ട. പരിഹസിക്കുന്നവർ പരിഹസിച്ചിട്ട് കൂടെ, എനിക്കത് വിഷയമില്ല. പക്ഷെ രസിക്കുന്നവരെ എനിക്ക് വേണ്ട. രസിക്കുന്നവരൊരു പക്ഷെ ഇത് ഞാൻ പറയുമ്പോൾ ഇത് മനസ്സിലാക്കാൻ കഴിവുള്ള കുറെ പേരുണ്ട്. അത് സഹോദരൻ മനസ്സിലാക്കാത്തത് കൊണ്ടാ. സാമുവേൽ കുട്ടിയെ ഞാൻ പറയുന്നത് രസിക്കാനും കുറെ ആൾക്കാരുണ്ട്, പരിഹസിക്കാനും ഉണ്ടെന്ന് പറഞ്ഞാൽ കാര്യമില്ല. ഞാൻ പറയുന്നത് കേട്ട് മനസ്സിലാക്കാൻ. ഇന്ന് കേരള സമൂഹത്തിനകത്ത് വലിയൊരു മാറ്റം തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാ? റീന അത് ജെറുസലേമിൽ നിന്ന് സംസാരിച്ചു തുടങ്ങിയത് കൊണ്ടാ. മനസ്സിലായോ? വിനോദ് മിത്രപുരം, എടാ ഇത് നീ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ എന്റെ അമ്മയ്ക്ക് വട്ടാണെന്ന് പറഞ്ഞിട്ട്. അത് വീണ്ടും എന്ന് പറയുകയാണോ? വിനോദ് മിത്രപുരത്തിന് നേരത്തെ വന്ന അമ്മയ്ക്ക് വട്ടാണെന്ന് പറഞ്ഞു. ദേ വന്നു അഷറഫ് PM. എല്ലാവർക്കും ഇന്ന് വട്ട്. ഞാൻ വട്ടിനെ ചികിത്സിക്കുന്ന ഡോക്ടറാണോ? അഷറഫ് PM ആർക്കാ വട്ട്? അഷറഫ് PM വട്ടാണോ? അതോ അമ്മയ്ക്കാണോ ഉമ്മയ്ക്കാണോ വട്ട്? ആർക്കാ വട്ട്? എല്ലാവർക്കും ഇവിടെ വട്ട് ചികിത്സിക്കാൻ ഞാൻ വട്ടിന്റെ ഡോക്ടറാണോ? കുതിരവെട്ടത്തോ ഊളംപാറയിലോ കൊണ്ടുപോയി കാണീരടാ അഷറഫ് PM. ഉമ്മ തലക്കടിച്ച് നിന്നെ കൊല്ലുന്നതിന് മുമ്പ് നേരെ കൊണ്ടുപോയി കുതിരവെട്ടത്തോ ഊളംപാറയിലോ കൊണ്ടുപോയി കാണീര്. അതെന്തിനാ കഷ്ടപ്പെട്ട് ഇവിടം വരെ വരുന്നേ? അഷറഫ് PM ഒരുത്തിൻ ആരുടെയോ കമന്റ് ബോക്സിനകത്ത് രാമകൃഷ്ണൻ കേരളത്തിലെ എല്ലാ ആനുകൂല്യങ്ങളും മുസ്ലിങ്ങൾക്ക് മാത്രം തന്നെയാണ്. കേരളത്തിൽ എല്ലാ ക്രിസ്ത്യാനികൾക്കും ബെൻസൺ നീയല്ലേ നേരത്തെ പന്നിക്കുണ്ടായവൻ? ഇപ്പൊ എന്തോ നിനക്ക് അറിയേണ്ടത്? ജൂതൻ ക്രിസ്ത്യാനിയുടെ സ്നേഹിതനാണോ? ഇപ്പൊ നിനക്ക് എന്തോ വേണം? അറിഞ്ഞിട്ട് ഇപ്പൊ എന്ത് ചെയ്യണം? നിനക്ക് പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണോ? നിനക്ക് അറിഞ്ഞിട്ട് പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനാണോ? എന്തോ നിനക്ക് ഉദ്ദേശം എന്തുവാ? പന്നിക്കുണ്ടായതിനൊക്കെ ഈ ചോദ്യമായിട്ട് എന്തിനാ വരുന്നത്? മനുഷ്യർ ചോദിക്കുന്നതിനകത്ത് ഒരു അർത്ഥമുണ്ട്. ജൂതൻ ക്രിസ്ത്യാനിയുടെ സ്നേഹിതനാണോ എന്ന് പറഞ്ഞിട്ട്. ഇന്ന്
കേരളത്തിൽ മാത്രമല്ല മതേതര രാജ്യമെന്ന് ഇവ എപ്പോ പറഞ്ഞാലും പറയുന്നതാണ്. നമ്മൾ എന്തോ സമാധാന മതക്കാരെന്ന് പറഞ്ഞിട്ട് സമാധാനം എടുത്തു കളയും. ഇതുപോലെ നമ്മൾ മതേതര രാജ്യക്കാരാണ്, മതേതര രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാര് മതത്തെ കൊണ്ടുവന്ന് എന്ത് ചെയ്യുകയാണ്? തിരികെ അങ്ങ് കയറ്റും. ഇവന്മാര് മതത്തെ കൊണ്ടുവന്ന് തിരികെ കയറ്റിയാണ്. ഇന്ത്യക്കകത്ത് മതേതര രാജ്യം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇന്ത്യക്കകത്ത് ഇസ്ലാം മതം രാജ്യമായി മാറുകയാണ്. ഇസ്ലാമിക രാജ്യമാകുകയാണ് ഇന്ത്യ. അപകടം തിരിച്ചറി. ക്രിസ്ത്യാനിയെ, നാണം കെട്ട ഹിന്ദുവെ, നീ അപകടം തിരിച്ചറി. മതേതര രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞു നിങ്ങളുടെ മുമ്പിൽ അവന്മാർ എത്തിച്ചിട്ട് അവന്മാര് നിങ്ങളെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുകയാണ്. മതേതര രാജ്യമായി ഇന്ത്യക്കകത്ത് കോളാമ്പി നിരോധിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഉള്ളതാണല്ലോ. പക്ഷെ ഇസ്ലാം മാത്രമേ ഉള്ളൂ. തള്ളാകു കുക്കും പറന്ന് കോളാമ്പി ഉപയോഗിച്ചാൽ 5 നേരം പറയാൻ പറ്റും. എന്തേ അവന് മൈക്ക് ഉപയോഗിച്ചൂടെ? അതെന്തേ അത് കൊണ്ടുവരാത്തത്? അതെന്തേ മതേതര രാജ്യമായി ഇന്ത്യക്കകത്ത് ഇസ്ലാമിക മതത്തിന് മാത്രമേ ഇസ്ലാമിക മതമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മതേതര രാജ്യം എന്നുള്ള മറവില്. അത് നിങ്ങൾ തിരിച്ചറിയും. സ്കൂളുകളിലും കോളേജുകളിലും അവിടെയും ഇവിടെയും എല്ലാം മതവസ്ത്രം ധരിച്ചുകൊണ്ടാണ് അവിടുത്തെ കുഞ്ഞുങ്ങൾ പോകുന്നത്. ഇത് മതരാജ്യങ്ങളിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണ്. മതേതര രാജ്യത്തിന് പേരും പറഞ്ഞുകൊണ്ട് മതേതര രാജ്യത്തിനകത്ത് നടക്കുന്ന ചെറ്റത്തരം ഇവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് പോലും ഈ പർദ്ദയിട്ട് നടപ്പില്ല. അങ്ങനെ പർദ്ദയിട്ട് വല്ല സ്കൂളുകളിലും പോകുന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്കൂളുകളിൽ മാത്രമായിരിക്കും. അല്ലാതെ മറ്റുള്ളവരുടെയും സെക്കുലർ ആയിട്ടുള്ള സ്കൂളുകളിൽ ചെയ്യാറില്ല ഈ കാര്യം. അപ്പോൾ മതേതര രാജ്യം എന്നുള്ള പേര് ഇവന്മാർ കൂടെ പറയുന്നത് സമാധാന മതം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഞങ്ങൾ സമാധാനം ഇല്ലായ്മ ചെയ്യുന്നവരല്ല, ഞങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരാണെന്ന് പറയുന്ന അതേ ഒരു തക്കി ഉപയോഗിക്കുകയാണ്. അതേ ഒരു കള്ളത്തരം, അതേ ഒരു വ്യാജം ഉപയോഗിച്ചുകൊണ്ട് മതേതര രാജ്യം എന്ന് കൂടെ പറയുന്നത് ഇവന്മാരുടെ വായിന്ന ഇത് വരുന്നത്. അങ്ങനെ മതേതര രാജ്യം എന്ന് എടുത്തു പറയേണ്ട കാര്യം തിരിക്കുന്നു. ജനാധിപത്യ രാജ്യം എന്ന് പറഞ്ഞാൽ പോലെ എന്താ ഈ മതേതര രാജ്യം എന്ന് പറയുന്നത്? ഈ മതേതര രാജ്യത്തിന്റെ മറവിൽ ഇവന്മാരുടെ രാജ്യം ഹലാൽ ഹോട്ടലുകൾ മാത്രമേ ഉള്ളൂ. മതരാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യ മതരാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്ത്യാനിയെ നീ മനസ്സിലാക്ക്, ഹിന്ദുവെ നീ മനസ്സിലാക്ക്. ഇന്ത്യ ഒരു മതരാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇസ്ലാമിന്റെ മറവിൽ. മതേതര രാജ്യത്തിന്റെ മറവിൽ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മതേതര രാജ്യമാണ്. മനസ്സിലായോ? മതേതര രാജ്യം എന്നുള്ള പേരിൽ മതരാജ്യമായി ഇസ്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഹലാൽ ഫുഡുകൾ മാത്രം. നീ ഹിന്ദുവാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും അവന്റെ ഹലാൽ ഹോട്ടലിൽ പോയി അവന്റെ ഭക്ഷണമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. എടാ, നീ ഹിന്ദുവാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും നിന്റെ മുമ്പിൽ വന്നിട്ട് അവന്റെ ദൈവം മാത്രമേ ദൈവം എന്ന് 5 പ്രാവശ്യം കോളാമ്പി ഉപയോഗിച്ച് അവൻ പറയത്തുള്ളൂ. നീ ഹിന്ദുവാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും നിന്റെ മുമ്പിൽ അവന്റെ മതം മാത്രമാണ് വലിയ ശ്രേഷ്ഠം എന്നുള്ള മതത്തിൽ അവന്റെ മതവസ്ത്രം ധരിച്ചേ അവൻ നിന്റെ മുമ്പിൽ നടക്കത്തുള്ളൂ. അത് എല്ലാ മേഖലകളിലും ഇവരെ അനുവദിച്ച് കൊടുക്കുക. കുറേശ്ശെ ആരാ അനുവദിച്ചു കൊടുത്തത്? ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം അനുവദിച്ചു കൊടുത്തു, ഈ കോൺഗ്രസ് ഭരണം അനുവദിച്ചു കൊടുത്തു. ഇപ്പോൾ BJPയും ഇണ്ടാതിരുന്ന് കൊടുക്കുക. കാരണം എന്തേ? ഓൾറെഡി അവന്മാർ അനുവദിച്ചു കൊടുത്തുപോയി. ഇനി BJP ഇതിനകത്ത് കയറി കൈവച്ചാലുണ്ടല്ലോ ഉടനെ പറയും, കണ്ടോ ഞങ്ങളെ കൊല്ലാൻ വരുന്നേ, ഞങ്ങളെ പീഡിപ്പിക്കുന്നേന്ന് പറഞ്ഞുള്ള വ്യാജകഥ ഇട്ട് കളയും. BJPക്ക് വേണ്ടത് എല്ലാവരും തുല്യരാകണം, ജനത തുല്യരായി മാറണം, തുല്യത നിലനിർത്തണം. അതുകൊണ്ടാണ് ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നത്. ആശാ മാത്യു, സ്കൂളിൽ ഫ്രൈഡേ ജുമാക്ക് ഇഷ്ടമുള്ളവർക്ക് ബ്രേക്ക് ഉണ്ട്. അതെ, സ്കൂളുകളിൽ ഇസ്ലാം മതത്തിനുള്ള പരിഗണന വേറെ ആർക്കെങ്കിലും ഉണ്ടോ? പ്രിയ സഹോദരങ്ങളെ, എന്താ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്? ഇസ്ലാം മാത്രം എല്ലാം ഫ്രീഡം ഉണ്ട്. സത്യമാ ബേസിൽ ജോഷി? എല്ലായിടത്തും ഇസ്ലാമിന് മാത്രം എല്ലായിടത്തും നമ്മൾ കുറേശ്ശെ അതാണ് ഇവന്മാരുടെ തക്കിയ എന്ന് പറയുന്നത്, ടെക്നിക്ക് എന്ന് പറയുന്നത്. കുറേശ്ശെ ഇസ്ലാം മതേതര രാജ്യം ഞങ്ങളെ കൊല്ലുന്നേ, ഞങ്ങൾ വഴക്ക് പറയുന്നേ, ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നേ, ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നേ, ഓടിവായോ എന്ന് പറഞ്ഞ് കരഞ്ഞ് പതുക്കെ നുഴഞ്ഞ് മതേതര രാജ്യത്തിന്റെ മറവിൽ ഇന്ത്യയെ മതരാഷ്ട്രമാക്കാൻ നോക്കുന്ന സാമൂഹ്യ ദ്രോഹികളാണ് നിങ്ങൾ. അതാദ്യം തിരിച്ചറിയും. ഇവർക്ക് മതസ്നേഹമൊന്നും ഇല്ല പ്രിയ സഹോദരങ്ങളെ. ക്രിസ്ത്യാനി എന്ന് പറയുന്ന മതത്തോട് ഇവർക്ക് സ്നേഹമില്ല. ഹിന്ദുക്കൾ എന്ന് പറയുന്ന മതക്കാരോടും ഇവർക്ക് സ്നേഹമില്ല. നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് വെറും അഭിനയം മാത്രമാണ്, തക്കിയ മാത്രമാണ്. അവസരം കിട്ടിയാൽ പതിയെയും പാത്തിരുന്നും ഇവമാരെന്തെയും കാര്യം നടത്തിക്കളയും. ഇതൊന്നും മനസ്സിലാകാത്ത
ഇതൊന്നും മനസ്സിലാകാത്ത രാഹുൽ ഗസ്റ്റോ ആദ്യം സ്വന്തം തന്തയുടെ ഫോട്ടോ ഇട്ടിട്ട് വാടാ, പിന്നെ നമുക്ക് ബാക്കി. Suja David, very serious matter, Reena says, but those who has brain will understand, try to understand their agenda. നമ്മളിനി എത്ര പറഞ്ഞു കൊടുത്താലും കുറച്ചു പേർക്കെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട്? മനുഷ്യർക്ക് ബുദ്ധിയും ബോധവും തെളിഞ്ഞിട്ടുണ്ട്. കുറച്ചു പേരെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട്? മനസ്സിലാക്കി വരുന്നുണ്ട് ഇത് അപകടമാണെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഒരു കൂട്ടം ആളുകളെ എന്ത് ചെയ്യാം, സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് ക്രിസ്ത്യാനിയെ മെരക്കി കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പെന്തക്കോസുകാരെ ഒട്ടും പറ്റത്തില്ല. കാരണം ഇവന്മാര് ചിക്കിലിക്ക് വേണ്ടി ജീവിക്കുന്നവന്മാർ. ഇവന്മാർക്ക് ഈ മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ അവന്മാർക്ക് പിടിച്ചിരിക്കാൻ വരത്തുള്ളൂ, വയറ്റുപിഴപ്പ് നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഇവർക്ക് ഒരു രാജ്യത്തെ ഒരു എന്താ പറയുന്ന ഒരു രാജ്യമാക്കി നിലനിർത്തണമെന്നോ ഇവന്മാർക്ക് ഒറ്റക്കെട്ടാക്കി നിർത്തണമെന്നോ ഒന്നും ഇവന്മാർക്ക് താല്പര്യമില്ല. മനസ്സിലായി? രാജ്യസ്നേഹം ഒട്ടുമില്ല. സ്വന്തം കാര്യം, സ്വസ്നേഹികൾ, ദ്രവ്യാഗ്രഹികൾ എന്ന് പറയുന്ന വർഗമേ പെന്തക്കോസ് വർഗമാണ്. അതുകൊണ്ട് ഇവന്മാര് നിൽക്കത്തില്ല. പിന്നെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന മറ്റു വിധത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാർക്കൊക്കെ ബുദ്ധി വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഹിന്ദുക്കളാണ് ഉണരേണ്ടത്. നിങ്ങളാണ് ചതിക്കപ്പെടുന്നു പോകുന്നത്, നിങ്ങളാണ് വഞ്ചിക്കപ്പെടാൻ പോകുന്നത്. ബാക്കിയുള്ളവർ രണ്ടുപേരും രക്ഷപ്പെട്ടു ഓടും. ഇസ്ലാം ഇന്ത്യയെ പിടിച്ചടക്കും. അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യും? അവരുടെ വഴിക്ക് അവരെങ്ങനെയെങ്കിലും പോകും. അവർക്ക് പണവും ആടെ മുമ്പിൽ അടിമയായിട്ട് കിടക്കാൻ ഒരു മടിയും ഇല്ലാത്ത വർഗമാ ക്രിസ്ത്യാനി. പക്ഷെ ഹിന്ദുക്കളെ നിങ്ങളുടെ അവസ്ഥ എന്തായിത്തീരും? നിങ്ങള് ചിന്തീര്. ഒരു മിനിറ്റ്. അയ്യോ, സിറാജ് അബ്ദുൾ റഹ്മാന് സഹോദരി എന്തിനാണ് നല്ല സാഹോദര്യത്തിൽ ജീവിക്കുന്ന കേരളത്തിലെ സഹോദരങ്ങളെ എന്തിനാണ് തമ്മിലടിപ്പിക്കുന്ന? ഭയങ്കര സാഹോദര്യമായിരുന്നു പൂനാറിൽ കണ്ടത്. സിറാജ് അബ്ദുൾ റഹ്മാൻ പൂനാറിൽ ഭയങ്കര സാഹോദര്യമാ കണ്ടത്. അവന്റെ സാഹോദര്യം മൂത്തപ്പോഴാണ് നമ്മന്റെ മതക്കാരെല്ലാം ഓടിക്കേറി പള്ളിയിലോട്ട് അങ്ങ് പോയത്, അച്ഛനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്. എന്നാ സാഹോദര്യം എന്ന് അറിയാമോ? സാഹോദര്യം മൂത്തപ്പോഴാണ് നമ്മുടെ സ്പീക്കർക്ക് ഗണപതി മിത്താണെന്ന് പറഞ്ഞ് പബ്ലിക്കിൽ പറയുന്ന കളിയാക്കി ആഭാസമായിട്ട് പറയാൻ തുടങ്ങിയത്. ഭയങ്കര സാഹോദര്യം മൂത്ത് കിടക്കുക. അതുകൊണ്ടാ ഗോവിന്ദ എന്ത് ചെയ്ത് വെളുപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്നത്. ഗോവിന്ദൻ വെളുപ്പിച്ച് ഗോവിന്ദൻ എന്താ പറഞ്ഞത്? അതേ ഗണപതി മിത്ത് തന്നെയാണ്, ഹിന്ദുക്കൾക്ക് ഗണപതി മിത്താണ്. അപ്പൊ തള്ളാഹുവോ ഏകദൈവമല്ലേ? ഭയങ്കര സാഹോദര്യം, ഭയങ്കര എന്താ പറഞ്ഞ മതസാഹോദര്യം ഇങ്ങനെ മൂത്ത് കിടക്കുകയല്ലേ കേരളത്തിൽ. കാരണം നമ്മന്റെ മതക്കാരെ ഇങ്ങനെ പ്രീണിപ്പിച്ച് സാഹോദര്യത്തിൽ നിർത്തുക എന്ന് പറയുന്നത് വലിയൊരു അജണ്ടയാണ്, കഷ്ടപ്പെട്ട അജണ്ടയാണ്. അതുകൊണ്ടാണ് ഈ സാഹോദര്യം മൂത്ത് കിടക്കുന്നത്. കൊണ്ട് യഹൂദന്മാരെ ഇവിടെ ഇസ്രായേലില് കൊല്ലപ്പെട്ട അതിന്റെ പേരെന്തുവാ, ചെറുക്കന്റെ പേരും മറന്നുപോയി. തീവ്രവാദികളുടെ ആക്രമണത്തില്, ഹിസ്ബുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പം ആ സാഹോദര്യം മൂത്തുപോയതിന്റെ കുഴപ്പമാണ് ആ ശവം മടക്കിൽ പോലും ആരും പോകാത്തത്. സാഹോദര്യം മൂത്ത് കിടക്കുക കേരളത്തില്. മനസ്സിലായോ? കേരളത്തിൽ അങ്ങ് സാഹോദര്യം മൂത്ത് കിടക്കുക. അവലും മലരും വാങ്ങിച്ച് കുന്തിരിക്കയൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കാത്തങ്ങ് വെച്ചോളാനൊക്കെ പറഞ്ഞില്ലേ? അത് സാഹോദര്യം മൂത്തതിന്റെ പേരിൽ പറയാ. മര്യാദയ്ക്ക് വേണമെങ്കിൽ ജീവിച്ചോ എന്ന് പറഞ്ഞ് ഇന്ത്യക്കകത്ത് മര്യാദയ്ക്ക് ജീവിക്കണമെന്ന്. അയ്യോ, തള്ളാഹു കാമഭ്രാന്തന്റെ ആൾക്കാരുടെ മുമ്പില്, തള്ളാഹു കാമഭ്രാന്തന്റെ മുമ്പിൽ പോയിട്ട്, ആൾക്കാരുടെ മുമ്പിൽ പോയിട്ട് നമ്മൾ മര്യാദയ്ക്ക് ജീവിക്കണമെന്ന്. അതാണ് സാഹോദര്യത്തിൽ ജീവിക്കുന്ന. സാമുവേൽ കുട്ടി, മുസ്ലിം അംഗം കൂടുതൽ, ക്രിസ്ത്യാനി നാം ഒന്ന് നമുക്കൊന്ന്. അതെ, നാം രണ്ട് നമുക്ക് ഒന്നായി. ക്രിസ്ത്യാനിക്ക് ഈ എല്ലാം ക്രിസ്ത്യാനിയെ അടികൊണ്ട് പോകും. അടികൊണ്ട് ഓടേണ്ട ഗതികേട് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്നും ഇത്രയും തെറിയും ആഭാസവും വൃത്തികേടുകളും എല്ലാം എന്നെ വിളിച്ചു പറയുമ്പോഴും ഞാൻ സമൂഹത്തോടുള്ള സാമൂഹ്യ ഭദ്രതയുള്ളത് കൊണ്ട് നിങ്ങൾ അടികൊള്ളാതിരിക്കേണ്ടതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മക്കളെ ഓർത്തിട്ടും നിങ്ങളുടെ കുടുംബക്കാരെ ഓർത്തിട്ടും നിങ്ങളുടെ ഭാവിയെ ഓർത്തിട്ടുവാ ഞാൻ സംസാരിക്കുന്നത്. കാരണം ശത്രുവിന് വളരാൻ നിങ്ങൾ അവസരം കൊടുക്കരുത്. ശത്രു തക്കം പാത്തിരിക്കുന്നത് നിന്റെ കഴുത്തറുക്കാനാ സഹോദരങ്ങളെ.
നിങ്ങളുടെ കഴുത്തെറുക്കാനാ സഹോദരങ്ങളെ ശത്രു അവസരം പാത്തിരിക്കുന്നത്. അവന് അവസരം കിട്ടിയാൽ അവൻ ഉണരും, അവൻ എഴുന്നേൽക്കും. പിന്നെ നീ വെറും നിബിൻ എന്ന ചെറുപ്പക്കാരൻ, അതെ അതെ നിബിനാണ് മരിച്ചത്, ആ നിബിനെ മനസ്സിലായോ? ഷൈൻ രാജ് ക്ലിയർ അല്ല, ക്ലിയർ ഇല്ലേ പ്രിയ സഹോദരങ്ങളെ? ലൈവ് ഞാൻ എന്ത് ചെയ്യാനോ ഉള്ള ക്ലിയർ ഒക്കെ കിട്ടാൻ വേണ്ടി എവിടെയൊക്കെയോ നിന്ന് ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കൊള്ളണം. തൂറാനിൽ പറയുന്ന സാഹോദര്യം ഒട്ടും വേണ്ട നമുക്ക്. തൂറാനിൽ പറയുന്ന സാഹോദര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ള കാഫറുകളോട് നിങ്ങൾ പരോക്ഷമായി പെരുമാറണം, നിങ്ങളുടെ സകല ദേഷ്യവും അവരോട് കാണിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ സാഹോദര്യമുള്ളവരെല്ലാം ആ തൂറാൻ എടുത്തൊന്ന് കത്തിച്ചു കളയുവോ? അവരുടെ പുസ്തകത്തിനകത്ത് ഞങ്ങളെക്കുറിച്ച് പച്ചയ്ക്ക് എഴുതി വെച്ചേക്കില്ലേ, ക്രിസ്ത്യാനിയെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്നും ക്രിസ്ത്യാനിയെ സ്നേഹിതനായിട്ട് സ്വീകരിക്കരുതെന്നും ക്രിസ്ത്യാനിയെ സ്നേഹിതനായിട്ട് സ്വീകരിക്കരുത്, യഹൂദന്മാരെ സ്നേഹിതനായിട്ട് സ്വീകരിക്കരുത്, തൊട്ടടുത്ത് കിടക്കുന്ന അയൽവാസി കാഫറാണെങ്കിൽ അവനെ സ്നേഹിതനായിട്ട് സ്വീകരിക്കരുത്, അവനെ ഉപദ്രവിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയുമ്പോഴത്തേക്കും അങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന സമൂഹത്തിനാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവന്മാർക്ക് ഈ പുസ്തകം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ജീവിക്കാം. കാരണം ഈ പുസ്തകം ഇന്ന് പഠിപ്പിക്കാൻ മദ്രസകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ മദ്രസകൾക്ക് സ്റ്റൈഫൻഡ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആ മദ്രസകൾക്ക് ഇവന്മാർ പണം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഗവൺമെന്റ് അതിന് ഒത്താശ ചെയ്യുകയാണ്. വേറെ വല്ല സ്ഥാപനങ്ങൾക്കും ഉണ്ടോ? ക്രിസ്ത്യാനികളുടെ പുസ്തകമല്ലേ, അവർക്ക് പഠിപ്പിക്കണ്ടേ? എന്തേ അവർക്ക് പൈസ ഇല്ലാത്തത്? അവർക്ക് എന്താ സ്റ്റൈഫൻഡ് ഇല്ലാത്തത്? ഒരു മിനിറ്റ്. വിനോദ് മിത്രപുരം, നീ ആരാണ് ഞങ്ങളെ ഉപദേശിക്കാൻ? നീ പോടാ ചെറ്റെ, നിന്നെയാണോടാ ഉപദേശിച്ചത്? വിവരം കെട്ടവനെ, നിന്നോട് ആരാടാ എന്റെ ലൈവിനകത്ത് ഇത്രയും നേരം കയറിയിരിക്കാൻ പറഞ്ഞത്? ഞാൻ ഇത്രയും നേരം സംസാരിക്കുന്നത് കേട്ടോണ്ടിരുന്നിട്ട് നീ ആരാണ് ഞങ്ങളെ ഉപദേശിക്കാന്ന് വെച്ചാൽ നിനക്ക് ഭ്രാന്താണെന്നുള്ളത് സ്വയം തെളിഞ്ഞല്ലേ? നീ നേരത്തെ പറഞ്ഞ നീ ചങ്ങല കിട്ടിരിക്കുക വർഗമാണെന്ന് പറഞ്ഞതല്ലേ? വിവരം കെട്ടവനെ, നിന്നെ ചങ്ങലക്കിട്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞിട്ട് നീ ഇതിനകത്ത് തന്നെ കുത്തിയിരുന്ന് നിന്നെ കണ്ട ഒരു കുഴപ്പമില്ലല്ലോടാ. ഗുണ്ടനാണോ നീ ഗുണ്ടനാണോ? നിന്നെ കണ്ട ഒരു കുഴപ്പമില്ല, ഏതോ ഒരു ഉസ്താദിന്റെ ഗുണ്ടനാ. നീ ഒരു കാര്യം ചെയ്, എണ്ണയുമായിട്ട് ഉസ്താദിന്റെ അടുത്ത് തന്നെ പോയിരുന്നോ? അവിടെ തന്നെ രാവും പകരും പോയിരുന്നു കുത്തിയിരുന്ന് തൂറിക്കൊണ്ടിരുന്നോ? ചെല്ല് ഉസ്താദിന്റെ അടുത്ത് പോയി. ഇതിനകത്ത് എന്തിനാ നീ ഇരിക്കുന്നത്? ഇത്ര നേരം കൊണ്ട് നിനക്കിരുന്നല്ലോ. ഇസ്മായിൽ ഏറ്റി സ്വന്തം പ്രൊഫൈലിൽ ആടാദ്യം. പ്രൊഫൈലിൽ വരുന്നവന്മാരോടെ ഞാൻ സംസാരിക്കുന്നുള്ളൂ. അപ്പം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി പ്രിയ സഹോദരങ്ങളെ, ഇത് നിങ്ങൾ മനസ്സിലാക്കുന്ന കണക്കല്ല ഈ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ പൊട്ടം കളിപ്പിക്കുകയാണ്. ഇവിടെ പറഞ്ഞു തരാൻ ആരുമില്ല. ആരെങ്കിലുമൊക്കെ പറയാൻ എഴുന്നേറ്റാലല്ലേ നിങ്ങൾ തലച്ചോറ് ഉണരത്തുള്ളൂ, അപ്പോഴല്ലേ ബോധം തെളിയത്തുള്ളൂ, അപ്പോഴല്ലേ മനസ്സിലാകത്തുള്ളൂ ഇവിടെ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ആരും പറഞ്ഞു തരാനില്ലെങ്കിൽ രഹസ്യത്തിൽ അജണ്ടകൾ നടപ്പാക്കപ്പെടും. സാത്താൻ അതുകൊണ്ടാ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അയ്യോ ഹവ്വയെ സർപ്പം ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സും ഏകാഗ്രതയും ക്രിസ്തുവിൽ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ നിങ്ങളെ ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ. ഹവ്വയെ ചതിച്ചത് എങ്ങനെയാ? ഉപായത്തിലാ ചതിച്ചത്. കാരണം ഒന്നും അറിയാത്തവരെ ചതിക്കുന്നത് എളുപ്പമാണ്. ആ അറിവില്ലായ്മയിൽ ചതിക്കുന്നത് എളുപ്പമാണ്. അങ്ങനെ ഉപായം പിടിച്ച് ചതിച്ചതാ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ കാലത്തിൽ നിങ്ങൾ അറിവുള്ളവരാകണം. സമൂഹത്തിൽ എന്ത് നടക്കുന്നു എന്ന് മനസ്സിലാക്കണം. പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കണം. നമുക്കാരോടും പകയില്ല, നമുക്കാരോടും ദേഷ്യം വേണ്ട, നമുക്കാരോടും വൈരാഗ്യവും വേണ്ട. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് വേണം, ബുദ്ധി വേണം. പകയും വൈരാഗ്യവും ദേഷ്യവും ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് ഒരു കർണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് കണ്ട ചെറ്റകളും കണ്ട തോന്നിവാസികളും ഒക്കെ വന്നിട്ട് നിങ്ങളോട് വൃത്തികേടും ആഭാസവും ഒക്കെ പറയുമ്പോഴത്തേക്കും കേട്ടോണ്ടിരുന്ന് കൃപ മേടിച്ചോണ്ടിരിക്കാനായിട്ട് കർത്താവിന്റെ അക്കൗണ്ടിലല്ല നിങ്ങൾ ആ പണം പോയി ചേരുന്നത്, ആ പ്രതിഫലം പോയി ചേരുന്നത്. കണ്ട വൃത്തികെട്ടവൻ വന്നിട്ട് നിങ്ങളെ ചുമ്മാ വന്ന് പറഞ്ഞിട്ട് പോകുമ്പോ
പറഞ്ഞ മനസ്സിലായോ? സാത്താൻ വന്ന് നിങ്ങൾ അടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും കർത്താവിന്റെ വേണ്ടി സഹിച്ചു, സാത്താൻ അടിയുണ്ടത്, സാത്താൻ എന്നെ അടിച്ചത് ഞാൻ കർത്താവിന് വേണ്ടി സഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സാത്താന്റെ മുമ്പിൽ പോയി കീഴടങ്ങി കൊടുക്കാനല്ല കർത്താവിന്റെ വചനം പറഞ്ഞത്. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദേശാധിപതിയെ ചെളിയിൽ നിന്ന് നീ ചവിട്ട്, അവന്റെ കുതിരപ്പട നാണിച്ചു പോകുന്നത് പോലെ അവനോട് നീ പോരാടെന്നാ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? പ്രാചി ഷാജി ഇവിടെ കണ്ടം വഴിക്ക് കഴിഞ്ഞ ദിവസം ഓടിച്ചതാണല്ലോ. എടി പ്രാചി ഷാജുവേ, ഓ വായിക്ക് ഭയങ്കര ലൈസൻസ് ഉണ്ണാ, നിനക്ക് വായിക്ക് ഭയങ്കര ലൈസൻസ് ആണോ? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? ന്യൂജൻ ലേഡിയാണ് ഇവളല്ലേ പറഞ്ഞ കല്യങ്കാട്ട് നീലിയാണെന്നൊന്ന് പറഞ്ഞിട്ട് പോയതെന്ന്. ഇതിനൊക്കെ നല്ല ഓർമ്മയുണ്ട് എനിക്ക്. ഈ കല്യങ്കാട്ട് നീലി എപ്പോഴാണോ മരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയത്? പാലമരത്തിൽ നിന്ന്? കല്യങ്കാട്ട് നീലിയേ, നീ എപ്പോഴാ പാലമരത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങിയത്? ഞാൻ അറിയാണ്ട് ചോദിക്കുക, നീ എപ്പോഴാ പാലമരത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങിയത്? നിന്നെപ്പോലുള്ള വിവരം കെട്ടവളോട് സംസാരിക്കുന്ന സമയത്തുണ്ടല്ലോ, വായിക്ക് ലൈസൻസ് ഇല്ലാതെ തന്നെ സംസാരിക്കണം. കേട്ടോടി വിവരം കെട്ടവളെ. നിന്നെപ്പോലുള്ള ഭയങ്കര എന്താ പറഞ്ഞ ഭക്തി മൂത്ത വേഷം കെട്ടലിൽ ഇറങ്ങി വരിക്കുന്ന സാധനങ്ങളെ കണ്ടാലുണ്ടല്ലോ കർണം അടിച്ച് പൊളിക്കാൻ ആദ്യം തോന്നുന്നത്, പിന്നെ രണ്ട് പറയാൻ തോന്നുന്നത്. കാരണം അത്രത്തോളം ഭക്തിയുടെ വേഷം കെട്ടല നിനക്കൊക്കെ. മനസ്സിലായോ? നിന്റെ വേഷം കെട്ടലൊക്കെ നിന്റെ പാച്ചറോടോ നിന്റെ സഭയിലുള്ള വിശ്വാസികളായ മറ്റവന്മാരോട് പോയി കാണിച്ചാൽ മതി. എന്റെ പേജിൽ കയറി വന്ന് കാണിക്കുക നിന്റെ വേഷം കെട്ടല്. കേട്ടോ? ഇറങ്ങിപ്പോയിക്കോ. പ്രാചി ഷാജി വന്നിരിക്കുക വേഷം കെട്ടലും കൊടുത്ത്, ഭക്തിയുടെ വേഷം കെട്ടലും എടുത്തോണ്ട്. ഭയങ്കര വേഷം കെട്ടല. ഇവളുമാരുടെ വേഷം കെട്ടലൊക്കെ ഞാൻ കുറെ കണ്ടതാ പ്രിയ സഹോദരങ്ങളെ. ഭക്തിയുടെ വേഷം കെട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഒന്നൊന്നര വേഷം കെട്ടല. ബൈബിൾ കോളേജിൽ പഠിച്ചോണ്ടെങ്കിൽ ഇപ്പൊ പാസ്റ്റർമാരുടെ മക്കളാ എന്ത് ചെയ്യുന്നത്? ബൈബിൾ കോളേജിൽ പഠിക്കാൻ വന്നിരിക്കുന്നത്. അവിടെ പാച്ചർമാരുടെ മക്കളാ ഏറ്റവും കൂടുതലും. പിന്നെ വേറെ കുറെ എണ്ണങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ 5, 10, 20 വർഷം പെന്തക്കോസി കിടന്ന വർഗ്ഗങ്ങളാ. ഞാനേ ഉള്ളു പുതുതായിട്ട് പോയത്. പെന്തക്കോസി പോകണമെന്ന് താല്പര്യപ്പെട്ട് പോയത് പോലും ഇല്ലാന്ന്, പോകേണ്ട ഗതികേട് വന്ന് പെന്തക്കോസി കയറേണ്ടി വന്നതാ. അതിനുശേഷം പിന്നീട് ദൈവവചനം പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തി സ്നാനപ്പെടുപ്പിച്ചതാ. അവസാനം ബൈബിൾ കോളേജ് ഭജനം പഠിക്കണം എന്നുള്ള മോഹവും ആർത്തിയും കൊണ്ട് വലിയ കാര്യത്തോടെ. അപ്പം എന്നോട് പറഞ്ഞത് എന്തുവാ, ദൈവത്തെ അറിഞ്ഞ ദൈവമക്കളാകുമ്പോഴത്തേക്കും അവിടെ മുഴുവനും ഞാൻ സ്വർഗമെന്ന് കരുതിയാ പോകുന്ന. കാരണം ദൈവത്തെ അറിഞ്ഞവരല്ലേ ഇവരൊക്കെ. നിങ്ങൾ എന്തോ വിചാരിച്ചത് പ്രിയ സഹോദരങ്ങളെ? പെന്തക്കോസിൽ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റിൽ നമ്മുടെ തലച്ചോറിൽ വരുന്നത് കഷ്ടമില്ല, രോഗമില്ല, സ്വർഗത്തിൽ കഷ്ടമില്ല, രോഗമില്ല, ഭാരമില്ല, ദാരിദ്ര്യമില്ല. കാരണം എല്ലാവരുടെയും വായിൽ നിന്നും തേയ് പൊഴിയുന്നതായിരിക്കും, സ്നേഹത്തിന്റെ മധുരവാക്കുകളായിരിക്കും, സാഹോദര്യം ഇങ്ങനെ മൂത്ത് കിടക്കുന്നതായിരിക്കും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമയും സ്നേഹവും കരുണയും ഒക്കെ ആയിരിക്കും. അതായത് നമുക്കൊരു സ്വർഗത്തിൽ ജീവിക്കാം പോയി എന്നുള്ള ധാരണയോട് കൂടിയാണ് ഞാൻ പെന്തക്കോസും ബൈബിൾ കോളേജും ഒക്കെ കണ്ടുവച്ചത്. അപ്പോ നിങ്ങൾ പിന്നെ വല്ലപ്പോ കൂടി ചർച്ചിലൊക്കെ പോയി വരുന്നവരായതുകൊണ്ട് ഇതിന്റെ വലിയ അതിന്റെ കാഠിന്യം അറിയത്തില്ല. അതിന്റെ കാഠിന്യം അറിയാത്തത് പെന്തക്കോസില് ഒരാഴ്ചയിൽ 2 മണിക്കൂർ ഹല്ലേലൂയ പാടിക്കൊണ്ട് വരുന്നതാണല്ലോ. ഒരു കൂട്ടമായിട്ടൊരു 10 ദിവസം 20 ദിവസം പെന്തക്കോസുകാർ ഒരുമിച്ചങ്ങിരിക്കണം. അപ്പോ അറിയും നിങ്ങൾ പെന്തക്കോസ് എന്താണെന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? അപ്പം അറിയും നിങ്ങൾ പെന്തക്കോസ് എന്താണെന്ന് പറഞ്ഞിട്ട്. ഇതുപോലെ ഞാൻ അങ്ങ് പോയി ആ ബൈബിൾ കോളേജ് ഭയങ്കര സ്നേഹം മൂത്ത ഭക്തന്മാരുടെ, പ്രത്യേകിച്ചും പാസ്റ്റർമാരുടെ റേച്ചൽ ജോൺ, തീർച്ചയായിട്ടും എന്നെ ദൈവം വിട്ടത് അതിനു വേണ്ടി തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. എന്നെ ദൈവം വിട്ടത് അതിനു വേണ്ടി തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഒന്നിൽ അവരെ പോലെ കൂതറയാകണം നിങ്ങൾ പോയി, എന്നാ പിന്നെ നിങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് ദൈവത്തിൽ വളരണം. കാരണം ഞാൻ വീണുപോയ ശിശുവാണ്, ഞാൻ ജനിച്ചതേ ഉള്ളൂ പെന്തക്കോസിനകത്ത്. അതുകൊണ്ട് ഞാൻ ദൈവവചനം പഠിക്കണം. ആരോടും ഇങ്ങനെ സംസാരിക്കുന്നത് തെറ്റാണ്, അങ്ങനെ പറയരുത്, ഇങ്ങനെ പറയരുത്, എല്ലാം ക്ഷമിക്കണം, എല്ലാം പൊറുക്കണം, എല്ലാം ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പെന്തക്കോസിൽ പോകുന്നത്. അവിടെ കയറി ചെല്ലുമ്പോൾ മുഴുവൻ പാസ്റ്റർമാരുടെ മക്കളാ. ഈ പാസ്റ്റർമാരുടെ മക്കളും 10, 20 വർഷം വിശ്വാസികളുമായ ഓർത്തഡോക്സ് യാക്കോബറ്റുപെട്ട വർഗ്ഗങ്ങളിൽപ്പെട്ടതാ. പിന്നെ ഈഴവ സമൂഹത്തിൽപ്പെട്ടതായിട്ട് 1, 2 പേരേ ഉള്ളൂ ഈ കുറഞ്ഞ ജാതിയിൽപ്പെട്ട. മനസ്സിലായോ? ഈ കുറഞ്ഞ ജാതിയിൽപ്പെട്ട പിള്ളേർ, ഈഴവ സമുദായത്തിൽപ്പെട്ടത്, മറ്റു പെട്ടത് കുറഞ്ഞ ആൾക്കാർ 2, 3 പേരേ ഉള്ളൂ. ഉടനെ ഒരുത്തിയുണ്ട്, അവൾ ഓർത്തഡോക്സിലെ പാച്ചറിന്റെ മോളാണ്, ഓർത്തഡോക്സിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന പാച്ചറിന്റെ മോളാണ്. അവളാണെങ്കിൽ പിന്നെ വെളുവിളാന്ന് വെളുത്തിരിക്കുക.
നമ്മുടെ സത്യഭാമയുടെ കൂട്ട അവർക്ക് കറുത്തവളെ കണ്ടാൽ പിടിക്കത്തില്ല. അയ്യോ നിങ്ങൾക്ക് അറിയത്തില്ല രസം. ഞാൻ സത്യഭാമയുടെ വിഷയം ഓർത്തപ്പോ പെട്ടെന്ന് അവളെയാ ഓർത്തത്. ഈ പെന്തക്കോസിലെ പാച്ചർമാരുടെ മോളെയാ ഞാൻ ഓർത്തത്. അവക്ക് കറുത്തവരെ പിടിക്കത്തില്ല. പോരാത്തതിന് നിങ്ങൾ തിരുവല്ലയിൽ പോയി കഴിഞ്ഞാൽ പെന്തക്കോസിലൊന്നും തിരുവല്ലയിൽ കറുത്ത പാസ്റ്റർമാർക്ക് അവിടെ സ്ഥാനമില്ല. തിരുവല്ലയിൽ വെളുത്ത പാസ്റ്റർക്കേ സ്ഥാനമുള്ളൂ. ജാതി വ്യവസ്ഥ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സ്ഥലം പെന്തക്കോസാണ്. എന്റെ പ്രിയ സഹോദരങ്ങൾ, ഇങ്ങനെ ഭക്തിയുടെ വേഷം കെട്ടൽ നടക്കുന്ന ഒരു വൃത്തികെട്ട സമൂഹമാണ് പെന്തക്കോസ്. അവന്മാരെ ഇറങ്ങി വന്നിട്ട് ഈ കമന്റ് ഇടുന്നത്, ഈ ചെറ്റ കമന്റുകളൊക്കെ ഇടുന്നത്. സ്വർഗത്തിൽ പറക്കാനിരിക്കുന്ന സഹോദരി, ഓ സംസ്കാരം, ദൈവസ്നേഹം അങ്ങ് ഒഴുക്കുന്നതിലൊക്കെ ഇവന്റെ ഒക്കെ വാക്കുകളാ ഈ വർഗങ്ങളുടെയൊക്കെ. എന്നാൽ ഏറ്റവും കൂടുതൽ ജാതി വ്യവസ്ഥയുള്ളത്, ജാതി നോക്കി കല്യാണം നടത്തി കൊടുക്കുന്നത് പെന്തക്കോസുകാരാ. മറ്റുള്ളവരിൽ പോലും ഇത്രയും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പെന്തക്കോസിനകത്താ ഏറ്റവും കൂടുതൽ ജാതി നോക്കി കല്യാണം നടത്തി കൊടുക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? തുറന്നു പറയാൻ ആൾക്കാർക്ക് മടി. പെന്തക്കോസിൽ രക്ഷിക്കപ്പെട്ട് വരുന്നവനെല്ലാം പെന്തക്കോസിലാ വന്ന് ചേരുന്നത്. പിന്നെ അവന് പെന്തക്കോസ് ലെവലിലല്ലേ പറയേണ്ടത്. എന്നാൽ രക്ഷിക്കപ്പെട്ട് വന്നതിന് ശേഷവും അവൻ പറയും, ഞാൻ ഓർത്തഡോക്സിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നവനാ, ഞാൻ യാക്കോബറ്റിൽ നിന്നും രക്ഷിക്കപ്പെട്ട് വന്നവനാ, ഞാൻ കനായ സഭയിൽ നിന്നും രക്ഷിക്കപ്പെട്ട് വന്നവനാ, ഞാൻ മാർത്തോമയിൽ നിന്നും രക്ഷിക്കപ്പെട്ട് വന്നവനാ. മോളെ കെട്ടിക്കണം കേട്ടോ, ഒരു കല്യാണാലോചന വല്ല ഉണ്ടെങ്കിൽ നോക്കുവോ ഒന്ന് നോക്കി തരുവോ ചെറുക്കനുണ്ടെങ്കിൽ പറഞ്ഞിട്ട്. എന്തോ വേണ്ടത്, എന്തോ യോഗ്യത ചെറുക്കന്? അയ്യോ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട സഹോദരനായിരിക്കണം, പിന്നെ എന്തുവാ മാർത്തോമയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നതാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അല്ലെങ്കിൽ യാക്കോബറ്റോ ഓർത്തഡോക്സ് ആണെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ സഭയ്ക്കകത്തൊരു ചെറുക്കനുണ്ട്, നല്ല ദൈവവചനമൊക്കെ പഠിക്കാൻ നല്ല വാർത്തയുള്ള ചെറുക്കനാ, ഈഴവ കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്ന്. അശ്ശേ, അതുപോലെ ഹിന്ദു പെമ്പിള്ളാരും ഉണ്ടെങ്കിൽ കെട്ടിച്ചു കൊടുത്താൽ മതി. അതുപോലെ ഹിന്ദു പെണ്ണുങ്ങളും അവിടെ ഉണ്ടെങ്കിൽ, ഹിന്ദുക്കളിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്ന ഹിന്ദു പെണ്ണുങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ കെട്ടിച്ചു കൊടുത്താൽ മതി. ഞങ്ങൾ മാർത്തോമയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരായതുകൊണ്ട് മാർത്തോമയിലുള്ള ചെറുക്കനെയോ പെണ്ണിനെയോ അങ്ങ് നോക്കി തന്നാ മതി. ഞാൻ യാക്കോബറ്റിൽ നിന്നും രക്ഷിക്കപ്പെട്ടെന്ന് കേവലം റോമൻ കാത്തലിക് വരെ അറ്റ്ലീസ്റ്റ് ഞങ്ങൾ കൊണ്ടുപോകും. റോമൻ കാത്തലിക് വരെ ഞങ്ങൾ അറ്റ്ലീസ്റ്റ് ഞങ്ങൾ കല്യാണത്തിന് വേണ്ടി സമ്മതിച്ചു കൊടുക്കാം. ലാറ്റിൻ കാത്തലിക് പോലും പറ്റില്ല, അത് കടപ്പുറത്തുകാര്. ഈ വടക്കുള്ള പെന്തക്കോസുകാരുണ്ടല്ലോ, തെക്കൻ കടപ്പുറത്തുകാരെ അവർക്ക് ഇഷ്ടമല്ല, വടക്കൻ പെന്തക്കോസുകാർക്ക്. ഒരിക്കലും ഒരു പെന്തക്കോസ് പാസ്റ്റിന്റെ ഭാര്യയാ. അപ്പൊ എനിക്കൊരു സാമ്പത്തികമായിട്ട് ചെറിയൊരു സഹായം, കുറച്ച് പൈസ ആവശ്യം വേണ്ടി വന്നിരുന്നു. വളരെ ബുദ്ധിമുട്ട്, കാരണം ഭയങ്കര പണമുള്ള പാർട്ടിയാ, ടീമുള്ള പാർട്ടിയാ, സ്വന്തമായിട്ട് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ പാസ്റ്റർ നല്ലതുപോലെ സഹായം ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു കറുത്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹം വന്നിട്ട് എന്തുവാ ഇവിടെ തിരുവനന്തപുരത്തുള്ള മനുഷ്യനാ. അദ്ദേഹത്തിന് പണം നോക്കിയിട്ടാ ഇവളെ കെട്ടിയത്. ഇവള് എന്തോ ഓർത്തഡോക്സിലോ മാർത്തോഡോക്സിലോ രക്ഷിക്കപ്പെട്ട സാധനം വടക്കെങ്ങാണ്ടുള്ളതാ, ഇവള് കോട്ടയത്തെങ്ങാണ്ടുള്ളതാ. ഇവിടെ എന്നിട്ട് രക്ഷിക്കപ്പെട്ടു വന്നിട്ട് കല്യാണം കഴിച്ച ഇയാളുമായിട്ട് താമസിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ പണം നോക്കി കല്യാണം കഴിച്ചു പോയത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകുന്നു. പക്ഷെ ഭയങ്കര ഭക്തിയുടെ ഇങ്ങനെ വേഷം കെട്ടലോ, ഭക്തിയൊക്കെ പറയുമ്പോ അയ്യോ ഇവളുമാരുടെ വേഷം കെട്ടൽ കാണുമ്പോഴേ ഈ ഒറിജിനലായിട്ട് ജീവിക്കുന്ന നമുക്കുണ്ടല്ലോ, ഈ വേഷം കെട്ടൽ കാണുമ്പോൾ വെച്ച് അടിച്ചു കൊടുക്കാൻ തോന്നും. പ്രിയ സഹോദരങ്ങൾ, മോന്ത നോക്കി ഉള്ളത് ഞാൻ തുറന്നു പറയാമല്ലോ. എനിക്കെല്ലാം പിടിക്കും, ഈ വേഷം കെട്ടലും മാത്രം എനിക്ക് പിടിക്കത്തില്ല. ഈ ഭക്തിയുടെ വേഷം കെട്ടൽ, അതും ഭക്തിയുടെ വേഷം കെട്ടൽ ഇവരുമാരുടെ. എന്നിട്ട് ഞാൻ ഒരു അത്യാവശ്യ സാഹചര്യം വേണ്ടി വന്നപ്പോഴത്തേക്കും കുറച്ച് പൈസ കടം ചോദിക്കേണ്ടി വന്നു. നമ്മുടെ ഗതികേടെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഈ പാസ്റ്ററോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നല്ലൊരു മനുഷ്യനാ ഈ പാസ്റ്റർ. കാരണം അദ്ദേഹം ഞാൻ പറഞ്ഞില്ല, ഈ കടപ്പുറ തീരപ്രദേശത്തിൽ നിന്നൊക്കെ വന്നവരെല്ലാം ഒരുവിധം ദൈവസ്നേഹമൊക്കെ ഉണ്ടായിട്ട് വരുന്നവരാ ഇവരൊക്കെ. മനസ്സിലായോ? കാരണം വെച്ചാൽ അവർക്ക് ഇപ്പൊ തന്നെ ഒരു വെള്ളപ്പൊക്കമോ എന്തെങ്കിലും വന്നു നോക്കി തഴഞ്ഞിട്ടിരിക്കുവാ ഈ മത്സ്യത്തൊഴിലാളികളെ അവരവരെയൊക്കെയാ. പക്ഷെ എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം ഓടിച്ചിരുന്ന ഈ അടി കൊണ്ടതെല്ലാം മറന്നുപോകും ഈ പാവത്തങ്ങള്. പിന്നെയും അവറ്റങ്ങൾക്ക് പോയി സഹായം ചെയ്തു കൊടുക്കും. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അപ്പോൾ ഇവന്മാരങ്ങ് പോയിട്ടുണ്ടല്ലോ. ഞാൻ ഇപ്പം ചെറിയൊരു സഹായം ചോദിച്ചപ്പോൾ ചെറിയൊരു സഹായം തന്നു. അപ്പൊ എനിക്കാണെങ്കിൽ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ നിക്കക്കളിൽ, മക്കൾ പട്ടിണി എന്ന് വെച്ചാൽ പട്ടിണിയുടെ ഒരു പക്കത്ത് കിടക്കുക. അപ്പൊ ഞാൻ ഇസ്രായേലിൽ വന്നിട്ട് തിരിച്ചു കൊടുക്കാമെന്നുള്ള ഒരു ധാരണയിലാണ് ഞാൻ അവരോട് സംസാരിക്കുന്നത്. അപ്പൊ എന്റെ അടുത്ത് വിളിച്ചിട്ട് അത് റീന എനിക്ക് പൈസ തന്നേ പറ്റത്തുള്ളൂ റീന എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ സഹോദരി, ഞാൻ മുംബൈയിൽ ഇന്റർവ്യൂവിന് നിൽക്കുക, ഞാൻ നാട്ടിൽ ഇസ്രായേലിൽ എന്തായാലും ഞാൻ ഉടനെ കയറി ഉടനെ ഞാൻ നിങ്ങളുടെ കടം തീർത്തോളാം, നിങ്ങൾ അതിനോർത്ത് ബുദ്ധിമുട്ടില്ല, എന്നെ ഇതിപ്പോ ചോദിക്കാൻ എന്റെ കയ്യിൽ ഇല്ല സഹോദരി എന്ന് പറഞ്ഞ് ഞാൻ അവരോട് കാല് പിടിച്ച് പറയുന്ന രീതിയിൽ പറഞ്ഞു. കേവലം 15,000 രൂപയാണ്.
ഈ 15,000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മാതിരി എന്നോട് കിടന്ന് എന്ത് ചെയ്യുന്നത്, എന്നെ ഈ കൊല്ലാക്കൊല ചെയ്യുന്നത്. ഞാൻ അവരോട് കാല് പിടിച്ചവരെ പറഞ്ഞു നോക്കിയിട്ടും പുള്ളിക്കാരത്തി ഒരു വിധത്തിൽ എന്ത് ചെയ്യത്തില്ല, സമ്മതിക്കത്തില്ല. പുള്ളിക്കാരത്തിക്ക് എന്ത് ചെയ്യണം, പണം ഞാൻ കൊടുക്കണം. അവസാനം ഞാൻ പറഞ്ഞു, എന്റെ പ്രിയ സഹോദരി, ഞാൻ കാല് പിടിച്ച് പറയാം നിങ്ങളോട്, ഞാൻ ഇസ്രായേലിൽ കയറട്ടെ, ഞാൻ തിരിച്ചു തരുമെന്ന് പറഞ്ഞ ഞാൻ ആർക്കും കടം വെക്കത്തില്ല, ഞാൻ ഉറപ്പിച്ച് പറയാമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ടും കേൾക്കാതെ ഉണ്ടല്ലോ, പിറ്റേ ദിവസം ഫോൺ വിളിച്ചിട്ട്, എടി മറ്റേ മോളെ, എടി നാണം കെട്ടവളെ, എടി മരക്കാത്തി എന്ന് പറയുക ഇവര്. അതായത് നീ കടപ്പുറത്തുകാരിയല്ലേടി, എടി നീ എന്തുവാ കടപ്പുറത്തുള്ളതെല്ലാം വൃത്തികെട്ട ശവങ്ങളാടി, തെക്കന്നുണ്ടായതല്ലേ നീ എന്നൊക്കെ പറഞ്ഞ് ജാതി വ്യവസ്ഥയും അതും ഇതും എല്ലാം പെന്തക്കോസ്തിൽ ജനിച്ചു വളർന്നതാ ഈ സാധനം, ഈ മൂത്ത സാധനം. പാച്ചറിന്റെ ഭാര്യയും കൂടിയാ. അപ്പൊ നോക്കിക്കൊണ്ടേ. എടി നീ എനിക്ക് പണം തിരിച്ചു തരണ്ടടി, എടി നിന്റെ മക്കളുടെ ആശുപത്രി ചെലവിന് ഇരിക്കട്ടെടി ആ പണം, ഞാൻ അങ്ങനെ തന്നെന്ന് പറഞ്ഞ് ഇരിക്കട്ടെടി എന്ന് പറഞ്ഞ് ശപിക്കാതെ എന്റെ മക്കളെ അങ്ങ് ശപിച്ചിട്ടിരിക്കുക. ശപിച്ചതാ ഇവള്. കേവലം 15,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാ. ഇല്ലാത്തവളാണെങ്കിൽ പറയാം ഇല്ലാത്തവളാണെന്ന്. എന്റെ അടുത്ത് പറയുക. അപ്പം ഇരിക്കുന്ന ഈ വേഷം കെട്ടലിൽ നടക്കുമ്പോഴാണ് വല്ലപ്പോഴും കൂടി ഈ സ്വഭാവം പുറത്തേക്ക് വരുന്നത്. എല്ലായ്പ്പോ കൂടി ഈ സ്വഭാവം കാണിക്കുന്നവര് ഒറിജിനൽ സ്വഭാവത്തിൽ ജീവിക്കുന്നവർ അപ്പപ്പ പ്രതികരിച്ചു കഴിഞ്ഞാൽ അപ്പപ്പ തീരും അവരുടെ രീതി. മനസ്സിലായോ? അവരപ്പപ്പ വിഷയങ്ങൾക്ക് അപ്പപ്പ പ്രതികരിക്കുന്നേ ഉള്ളൂ. പിന്നീട് എന്ത് ചെയ്യത്തില്ല, അവരുടെ മനസ്സിനകത്തൊന്നും ഇത് ചിന്തയായിട്ടോ വിഷയമായിട്ടോ കിടക്കത്തില്ല. പക്ഷെ ഈ വേഷം കെട്ടലിൽ ജീവിക്കുന്നവർക്ക് അത് അസഹനീയമായിരിക്കും. ഇതുപോലെ ഞാൻ ഇവിടേക്ക് ബൈബിൾ കോളേജിൽ ചെന്നപ്പോഴത്തേക്കും ഞാൻ കരുതിയത് മുഴുവനും സ്വർഗത്തിലെ മാലാഖമാരാണ് ബെന്തക്കോസുകാര്. അയ്യോ, അവര് വായി തുറന്നാൽ നല്ലതേ പറയൂ, അവർ ക്ഷമിക്കുന്നവരാണ്, അവർ കരുണ കാണിക്കുന്നവരാണ്, അവര് സൗഹൃദമുള്ളവരാണ്, സ്നേഹമുള്ളവരാണെന്നൊക്കെ കരുതിയിട്ട് അങ്ങോട്ട് കയറി ചെന്നത്. എന്റെ പൊന്നു മക്കളെ, ഞാൻ ഉള്ളത് തുറന്നു പറയാമല്ലോ, സ്വർഗത്തിലെ ദൈവത്തിൽ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയാമല്ലോ, നരകത്തെക്കാളും കഷ്ടമായിട്ട് നിങ്ങൾ കാണുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ അത് ബെന്തക്കോസ് സമൂഹമാണ്. നിങ്ങൾ പെന്തക്കോസ് എന്ന് പറയുന്ന സഭയ്ക്കകത്ത് 1 പ്രാവശ്യം 2 പ്രാവശ്യം പോയി വരുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാകാത്ത. ഈ പെന്തക്കോസുകാരുടെ കൂടെ 10 ദിവസം 20 ദിവസം ഒരുമിച്ച് നിങ്ങൾ പാർത്തു നോക്ക്, ഇതുപോലൊരു നരക ജീവിതം നിങ്ങൾക്ക് ഇനി ലോകത്ത് കാണാമില്ല. കാരണം അതിനകത്താണ് ഏറ്റവും കൂടുതലും ഈ കൂട്ടുപിടിച്ചുള്ള, അതായത് ജാതി വ്യവസ്ഥയിൽ തമ്മിൽ കൂട്ടുപിടിക്കും. അതായത് ഓർത്തഡോക്സ് നിന്ന് രക്ഷിക്കപ്പെട്ടത് വന്നതാണെങ്കിൽ ഓർത്തഡോക്സും മാർത്തോമയും ഒക്കെ ഇങ്ങനെ കൂട്ടുപിടിക്കും. മനസ്സിലായോ? ഈഴവരെയും കത്തോലിക്കരെയൊക്കെ ഇങ്ങനെ തഴഞ്ഞിട്ടിരിക്കും, അവരുമായിട്ട് കൂട്ടുപിടിക്കത്തില്ല. അപ്പൊ ഈഴവരും കത്തോലിക്കരൊക്കെ ഒറ്റക്കെട്ടായിട്ട് അവരങ്ങ് മാറണം. അപ്പൊ പിന്നെ ഇവരെ ചൊല്ലി അവർ നുണ പറച്ചില്ല അവരുടെ ജോലി. അതാണ് അവരുടെ രസം. ഒരു നുണ പറഞ്ഞിരിക്കുന്നത് ഭയങ്കര രസമാണ്. കൊച്ചു കൊച്ചു കുറ്റങ്ങളെല്ലാം കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. കൊച്ചു കൊച്ചു കുറ്റങ്ങളാണ് കണ്ടുപിടിക്കുന്നത്, വലുതായിട്ടൊന്നും കാണത്തുപോലില്ല. ഒരു പേടി കൊടുക്കും പ്രിയ സഹോദരങ്ങൾ. നിങ്ങൾ അവരുടെയൊക്കെ കൂടെ ഒരു 10 ദിവസം നിങ്ങൾ ഒരുമിച്ച് പാർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയത്തില്ല ഈ വർഗങ്ങളെ. അത്രത്തോളം ഭയാനകം നിറഞ്ഞ ഒരു സ്മിത ഷിബു, ന്യായവിധി ദൈവഗൃഹത്തിലാണ് ആരംഭിക്കുന്നത്. അയ്യോ, ഒന്നും പറയണ്ട. ഈ വർഗങ്ങൾ എന്ന് പറയുന്നത് അത്രത്തോളം, ഞാൻ എന്തുകൊണ്ടാണ് ഈ ബെന്തക്കോസിനെ വെറുക്കുന്നതെന്ന് വെച്ചാൽ പിശാചിനാൽ നയിക്കപ്പെടുന്ന വർഗം എന്ന് വേണം പറയാം. പിശാച് കുടികൊള്ളുന്ന ഒരു സമൂഹമാണ് ഈ ബെന്തക്കോസ് സമൂഹം. ഞാൻ അവിടേക്ക് കയറി ചെന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പൊതുവേ ആരോടും സംസാരിക്കാത്ത ഒരു വ്യക്തിയാണ്. കാരണം 18 വയസ്സിലാണല്ലോ കയറി ചെല്ലുന്നത്. ഞാൻ അവിടെ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു, എല്ലാം ദൈവമക്കളാണല്ലോ കർത്താവേ, എല്ലാം സ്നേഹമുള്ളവരാണല്ലോ, എല്ലാവരും സഹോദരങ്ങളെ പോലെ ആണല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഭയങ്കര സന്തോഷത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടേക്ക് ഒരു പാസ്റ്ററിന്റെ മോൾ ഇങ്ങനെ വന്നിരിക്കുക. അവള് മുടി എന്ന് വെച്ചാൽ ശരിക്കും ഉണ്ട്, ഇവിടം വരെ ഉണ്ട് ഇവിടെ മുടി. ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പാസ്റ്ററിന്റെ മക്കളെയും കുടുംബക്കാരെയൊക്കെ കാണുന്നത് തന്നെ, ബെന്തക്കോസ് എന്ന് പറയുന്ന സമൂഹത്തെ കാണുന്നത് തന്നെ ആദ്യമായിട്ടൊക്കെയാ. അപ്പൊ ഇങ്ങനെ വന്നിട്ട്, റീന എന്നാണല്ലോ പേര്, എന്നെക്കാലി ഇളയതാ, അതിന് 16 വയസ്സേ ഉള്ളൂ. പക്ഷെ കണ്ട 18, 19, 20 വയസ്സിന്റെ പക്വതയുണ്ട്. 16 വയസ്സേ അതിനുള്ളൂ. റീന എന്നാണല്ലേ പേര്. സീനിയാരിറ്റി കളിക്കാൻ വേണ്ടി, റാഗിങ് സീനിയാരിറ്റി കളിക്കാൻ വേണ്ടി വന്നത് റീനയാണ്. ഞാനാണ് ഈ റൂമിന്റെ ലീഡർ. രാവിലെ എഴുന്നേൽക്കണം, ഇത്ര മണിക്ക് എഴുന്നേൽക്കണം. പിന്നെ ബാത്റൂമിനകത്ത് കയറുമ്പം നമുക്ക് ആകെ അവിടെ രാവിലെ 1 മണിക്കൂറേ ബാത്റൂമിൽ ടൈമുള്ളൂ, നമുക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാനും ഡ്രസ്സ് മാറ്റാനും ഒക്കെ. പക്ഷെ ഇവളുമാര് അതിനകത്ത് 5 പേരുണ്ട്. 5 പേരുള്ളപ്പോഴത്തേക്കും അവൾ എടുത്തു എന്ന് പറയാ, എനിക്ക് 20 മിനിറ്റ് സമയം വേണം. ആർക്ക്? ഈ 1 മണിക്കൂറിൽ അവർക്ക് 20 മിനിറ്റ് സമയം കൊടുക്കണം പോലെ ആ ബാത്റൂമിൽ കയറാനായിട്ട്. വേറൊരുത്തി വന്നിട്ട് പറഞ്ഞു, എനിക്ക് 25 മിനിറ്റ് സമയം വേണം. അപ്പൊ വേറൊരുത്തിക്ക് 25 മിനിറ്റ് സമയം പോയി. 45 മിനിറ്റ് 2 പേരും കൊണ്ട് എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് എത്ര സമയമുണ്ട്? എനിക്ക് തന്നത് കേവലം 5 മിനിറ്റ് പോലും തന്നിട്ടില്ല എനിക്ക് സമയം. ഞാൻ പറഞ്ഞു, എനിക്ക് 5 മിനിറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും? അത്രേ ഉള്ളൂ, അത്ര എടുത്താൽ മതി, അത്രയും സമയത്തിനകത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി എന്നങ്ങ് പറഞ്ഞു കളഞ്ഞു. ഞാൻ അപ്പോഴാ കാണുന്നത്, ദൈവമക്കളോ ഇവര്.
എന്നിട്ട് അവസാനം ഞാൻ ബാത്റൂമിൽ കയറിയപ്പോഴത്തേക്കും എന്റെ ഡ്രസ്സ് കൊണ്ടുപോയിട്ട് കക്കൂസിനകത്ത് ബക്കറ്റിനകത്ത് ഞാൻ ഡ്രസ്സ് എടുത്ത് വെച്ചു. അതായത് എനിക്ക് കഴുകാൻ സമയം കിട്ടിയില്ല, കാരണം എനിക്ക് 5 മിനിറ്റല്ലേ തന്നോളൂ. ബാത്റൂമിലൊക്കെ പോയിട്ട് വന്നിട്ട് എനിക്ക് 5 മിനിറ്റ് ഇതിനോളം ഞാൻ കുളിക്കുക പോലും ചെയ്തില്ല. മുഖമൊക്കെ കഴുകി എന്തുവാ വല്ലൊക്കെ തേച്ച് വന്നിട്ട് ഞാൻ തുണി പിന്നെ കഴുകിയേക്കാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന ഒരു ബക്കറ്റിനകത്ത് എന്റെ തുണി മുക്കി വെച്ചിരുന്നു. ഇവള് അന്ന് അത് കഴിഞ്ഞ് എല്ലാവരും ക്ലാസ്സിൽ പോവുകയാ, ബക്കറ്റ് പിന്നീട് ആവശ്യമില്ല. എന്നിട്ടും ഇവള് കയറി വന്നിട്ടുണ്ടല്ലോ, വാച്ചറിന്റെ മോളാ, കയറി വന്നിട്ട് ആ ബക്കറ്റിനകത്ത് ഇരിക്കുന്ന തുണി എടുത്ത് അങ്ങനെ തന്നെ കക്കൂസിനകത്തോട്ട് ഇറക്കി വെച്ചു. എന്നിട്ട് ആ ബക്കറ്റ് കാലിയാക്കി അവിടെ ഇട്ടിരിക്കുക. ആ ബക്കറ്റ് അവിടെ ചുമ്മാ കൊണ്ട് കാലിയാക്കിയിട്ടിരിക്കുക. അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. അത് ബക്കറ്റിൽ തുണി വെക്കാൻ പാടില്ല. എടുത്ത് പറയുക, ബക്കറ്റിൽ തുണി വെക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് ചെയ്ത പരിപാടി. കരുണയില്ലാത്ത വർഗങ്ങള്, കരുണ എന്ന് പറയുന്നത് അല്പം പോലും ഇല്ലാത്ത വർഗങ്ങൾ. ഞാൻ ആ സമയത്തെല്ലാം ഉള്ളുരുകി കരയുമായിരുന്നു. എന്റെ അപ്പനോട് നന്ദി പറയുമായിരുന്നു. നന്ദിയപ്പ ഉരുക്കി വാർത്തെടുക്കുകയായിരുന്നു സത്യം പറഞ്ഞ എന്നെ ഇവന്മാരുടെ ഈ വൃത്തികെട്ട വർഗങ്ങളുടെ ഇടയിൽ കൊണ്ട്. എന്തിനാ ഈ സമൂഹത്തിന്റെ നാടകീയതയെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാ, ഈ ഭക്തിയുടെ വേഷം കെട്ടലിനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാ ദൈവം അവിടെയും കൊണ്ടിട്ടെന്നാ ഞാൻ മനസ്സിലാക്കിയത്. മാത്യു ചാക്കോ, ഹാപ്പി ബർത്ത്ഡേ മോക്ക്. ഷാജിൽ സാമുവൽ, പെന്തക്കോസിനെ കുറ്റം പറയുന്നവരുടെ കുടുംബം ഡാഷിൽ പെടും. എന്തിലാടാ പെടുന്നത്? പെന്തക്കോസുകാരുടെ കുറ്റം പറയുന്നവരുടെ കുടുംബം ഡാഷിൽ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ? അതെന്ത് സാധനമാണ് ഡാഷിൽ എന്ന് പറയുന്നത്? നിന്റെ അമ്മയ്ക്കുള്ള സാധനമാണോ അത്? ഒരു മിനിറ്റ്, ഇത് അവനൊന്ന് ഞാൻ നോക്കിയിട്ട് വരട്ടെ. ഷാമുവേൽ സാജി, ഒരു മിനിറ്റ്. അവൻ എന്തുവാ ഡാഷിൽ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. പെന്തക്കോസിനെ കുറ്റം പറയുന്നവരുടെ കുടുംബം ഡാഷിൽ പെടും. അതെന്ത് ഡാഷിലാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. നീ ഉദ്ദേശിക്കുന്ന ഡാഷിൽ എന്താണ്? നീ ഉദ്ദേശിക്കുന്ന ഡാഷിൽ എന്താണ്? വൃത്തികെട്ടവനെ, എടാ ചെറ്റെ, നീ എന്റെ അമ്മയുടെ കൂടെ പോയി നീ ജീവിക്കുന്നത് കൊണ്ട് നിന്റെ വായിൽ ഈ ഡാഷും മറ്റേതും മറിച്ചതും ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് നീ ഫില്ലിങ്സ് ബ്ലാക്സ് എഴുതി പൂരിപ്പിക്കണം. പറഞ്ഞു കേട്ടോടാ ചേറ്റെ. ഷാജിൽ സാമുവലെ, നിന്റെ അമ്മയോടുള്ള വല്ല വിദ്വേഷവും നിനക്ക് തീർക്കാനുണ്ടെങ്കിൽ അത് തീർക്കേണ്ടതും ആ കടി തീർക്കേണ്ടതും എന്റെ കമന്റ് ബോക്സിനകത്ത് വന്നിട്ടല്ല, ആ ഡാഷ് തീർക്കേണ്ടത് നീ. പറഞ്ഞ മനസ്സിലായോ? നീ പെന്തക്കോസിൽ മൂത്ത് നരച്ച് നീ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ നീ അതിനകത്തങ്ങ് കിടന്നങ്ങ് പുഴുങ്ങി തിന്നോ അതെടുത്ത് വെച്ചിട്ട്, പെന്തക്കോസ് എടുത്ത് വെച്ചിട്ട് നിന്റെ അണ്ണാക്കിലോത്തോട്ട് വിഴുങ്ങിക്കൊടു. നിന്റെ ഭാര്യയും കൊണ്ടുപോയി പാസ്റ്റർക്ക് കൊണ്ട് കൊടുക്ക്. നിന്നെയൊക്കെ പോലുള്ളവന്മാരെ ഗൾഫിൽ പിടഞ്ഞു വിടുന്ന എന്തിനാ പാസ്റ്റർമാർക്ക്? പറഞ്ഞു വിടുന്ന എന്തിനാ പാസ്റ്റർമാര്? നിന്റെയൊക്കെ വീട്ടിൽ കയറിയിട്ട് നിന്റെ ഭാര്യമാരെ കയറി ചൊല്ലാനും നിരങ്ങാനും വേണ്ടിയിട്ടല്ലേ? അതുപോലെ നിന്റെയൊക്കെ കുടുംബത്തിനകത്ത് നിന്റെയൊക്കെ അടുക്കള വരയ്ക്കും ഇവന്മാരെ കയറ്റി ഇറക്കി നീ നടത്തുന്ന എന്തിനാ? നീയൊക്കെ പാസ്റ്റർമാർക്ക് ഭാര്യമാരെ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്നവന്മാരല്ലേ നീയെല്ലാം? അങ്ങനെയുള്ള നീ വന്നിട്ട് നിന്റെ ഭാര്യയുടെ ഡാഷോ നിന്റെ അമ്മയുടെ ഡാഷോ എന്ത് വേണമെങ്കിലും എഴുതിക്കോ. അത് എവിടെയാ പോയി എഴുതേണ്ടത്? നിന്റെ വീട്ടിൽ പോയിട്ടല്ലേ എഴുതേണ്ടത്? വിവരം കിട്ടവനെ. വത്സൻ മണ്ണൂർ, പെന്തോകൾ ബാഡ് പീപ്പിൾ ആണെന്നുള്ളത് എനിക്കറിയാവില്ല, അതല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. എടാ വത്സൻ മണ്ണൂറെ, ആ പെന്തോകൾ ബാഡ് പീപ്പിൾ ആണെന്ന് നീ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാനത് എഴുതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വന്ന് വീണ്ടും നീ വന്ന് പെന്തോകൾ ബാഡ് പീപ്പിൾ എന്ന് എടുത്തു പറയുന്നുണ്ടോ? വത്സലൻ മന്നൂറെ, അവൻ പൂരിപ്പിക്കത്തില്ല ചൂണയുണ്ടെങ്കിൽ. ടോബി മാനുവലി, അവൻ പൂരിപ്പിക്കത്തില്ല ചൂണ. അവന്റെ ചൂണ ഡാഷ് വരെ ഉള്ളൂ. അവന്റെ ശിഖണ്ഡിത്തരം അവിടെ കാണിച്ചത്. പെന്തോസിനെ കുറ്റം പറയുന്നവരുടെ കുടുംബം ഡാഷിൽ പെടൂന്ന് പറഞ്ഞ അവന്റെ ശിഖണ്ഡിത്തരമാണ് അവൻ കാണിച്ചത്. വേഷം കെട്ടലുകാരുടെ നേരത്തെ ഒരു കാറ്റഗറിയിൽ പെട്ടു, അത്രേ ഉള്ളൂ. ഏലിയാമ അബ്രഹാം, ഓ വാട്ട് യു വാണ്ട്? What do you want, Eliam Abraham? Mind your words. What do you want? Tell me. ഞാൻ എന്താണ് പറയേണ്ടത്? എന്താടി നിനക്കൊക്കെ ചോറിച്ചല്ലോ?
ഞാൻ അറിയാണ്ട് ചോദിക്കുക, നിനക്കൊക്കെ ചോർച്ചലോ? ഉള്ളത് പറയുമ്പോ തുള്ളൽ വരികയാണോ? മമ്മദ് കാമഭ്രാന്തന്റെ കൂട്ടർക്ക് മമ്മദ് കാമഭ്രാന്തനെ കുറിച്ച് പറയുമ്പോൾ ചോർച്ചൽ വരുന്നത് പോലെ ബന്ധുക്കളെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഇവിടെ ചോർച്ചിൽ ഇളകിക്കൊണ്ടിരിക്കുക. ഉള്ളത് പറയുമ്പോ തുള്ളൽ വരുന്നത് എന്തിനാ? സത്യമല്ലേ പറയുന്നേ? അതിനകത്ത് പോയി അനുഭവിക്കുന്നവരായിട്ടുള്ള ഈഴവരായിട്ടുള്ള ഈ ബന്ധക്കോസ് എന്ന് പറയുന്ന വൃത്തികെട്ട സമൂഹത്തിനകത്ത് കിടക്കുന്ന താഴേക്കിടയിൽ കിടക്കുന്ന ഈ പാവത്തുങ്ങളോട് പോയി ചോദിക്കണം നിങ്ങൾ, അവരനുഭവിക്കുന്ന ജാതി വ്യവസ്ഥ എത്രയും കഷ്ടപ്പാടാണ്, അവരനുഭവിക്കുന്ന ഫ്രസ്ട്രേഷൻ എത്രത്തോളം വലുതാണ്. ഈ പാസ്റ്റർമാരും ഈ പണക്കാരെന്ന് പറയുന്ന വിശ്വാസികളെല്ലാം അവരെ താഴെത്തട്ടിൽ വെച്ച് നിർത്തി അവരെ നോക്കുന്ന ആ ട്രീറ്റിംഗ് എത്രയോ അരോചകമാണ്. എങ്കിലും സ്വർഗത്തിൽ പോകാനാണല്ലോ നമ്മളിതെല്ലാം സഹിക്കണമല്ലോ, നമ്മളെ സഹിക്കാനാണല്ലോ പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് പെന്തക്കോസുകാരുടെ ഇടയിൽ കിടന്ന് സഹിച്ച് കഷ്ടപ്പെടുന്ന വർഗങ്ങളാ ബാക്കിയുള്ളത്. നാണവും മാനും ഉളുപ്പൊക്കെ ഉണ്ടോടാ നിനക്കൊക്കെ? നാണം കെട്ടവന്മാരെ, പെന്തക്കോസ് എന്ന് പറഞ്ഞ് നടക്കുന്നവന്മാരെ. എടാ, നിന്റെയൊക്കെ സമൂഹത്തിൽ നടക്കുന്നത് വിളിച്ചു പറയുമ്പോൾ അത് അങ്ങനെ തന്നെയാണെന്ന് പോയി നോക്കടാ വൃത്തികെട്ടവന്മാരെ. എടാ, നിന്റെയൊക്കെ സമൂഹത്തിൽ നടക്കുന്നത് വിളിച്ചു പറയുമ്പം ഈ മമ്മദ് കാമഭ്രാന്തനെ വെളുപ്പിക്കാൻ ഇറങ്ങി വരുന്നത് കണക്ക് നീയൊക്കെ നിന്റെ സമൂഹത്തെ വെളുപ്പിക്കാൻ ഇറങ്ങുന്നതിന്റെ പകരം പോയി നോക്ക് അതിനകത്ത് നടക്കുന്നത് അങ്ങനെ തന്നെയാണോ എന്ന് പറഞ്ഞിട്ട്. പെന്തക്കോസുകാരെ കുറ്റം പറയുന്നവർ ഡാഷിൽ പെടുന്നു. ഒരുത്തൻ തന്തയില്ലാത്തവൻ വന്ന് എഴുതിയിരിക്കുക. അവന് അത്രക്കേ ഉള്ള നട്ടല്, ബാക്കിയുള്ളവൻ എഴുതാനുള്ള നട്ടല്, ബാക്കി എന്തോ വലിയ ഭയങ്കര പേടിയുന്ന. അത്രയും പറഞ്ഞവൻ എന്തോ ബാക്കി പേടിക്കാൻ കഴിയുന്ന? അവന്റെ മനസ്സിലുള്ള സാധനമല്ലേ അവൻ എഴുതാൻ ഉദ്ദേശിച്ചത്? ഡാഷ് എന്ന് പറയുന്നവന്റെ മനസ്സിൽ വരെ വന്നു പോയില്ലേ? ഈ മനസ്സിലല്ലേ ദൈവം നോക്കുന്നത്? എടാ, ഞാൻ വായിലാ ഇത് പറഞ്ഞപ്പോ ഞാൻ മനസ്സിൽ വെച്ചിട്ടല്ല ഇത് പറഞ്ഞത്, ഞാൻ വായിലാ പറഞ്ഞത്. വായി പറഞ്ഞതൊന്നും ദൈവം കാര്യമാക്കത്തില്ല. വായിൽ നിന്നും പുറത്തു പോകുന്നതല്ല അവനെ അശുദ്ധമാക്കുന്നത്, പിന്നെയോ അകത്ത് നിന്നും പുറത്തേക്ക് ഒഴുകുന്നത് അത്രേ അവനെ അശുദ്ധമാക്കുന്നതെന്നാ വചനം പറഞ്ഞത്. ഈ ബന്ധക്കോസിൽ പോകുന്നവനെല്ലാം ഡാഷിൽ പെടുമെന്ന് അവൻ ഡാഷ് പറഞ്ഞപ്പോ തന്നെ അവന്റെ മനസ്സിനകത്ത് വേറൊരു സാധനം വന്നിട്ട് ആ ഡാഷ് അവൻ ഇട്ട് വെച്ചത്. ഇതാ ദൈവം നോക്കുന്നത്. ദൈവം ഹൃദയങ്ങളെ നോക്കി ആരായുന്ന ദൈവമാ. മനസ്സിലാകുന്നുണ്ടോ? ഹൃദയങ്ങൾ നോക്കി. ഞാൻ പടപടപടാന്ന് പറയുമ്പോൾ എന്റെ വായിലൂടെയേ പറയുന്നുള്ളൂ. വായിൽ നിന്നും പുറത്തു പോകുന്നത് മനുഷ്യനെ അശുദ്ധനാക്കുന്നില്ല. അവന്റെ ഹൃദയത്തിന്റെ അകത്തിൽ നിന്നും ദേഷ്യം വന്നിട്ട്, വൈരാഗ്യം വന്നിട്ട്, വിദ്വേഷം വന്നിട്ട് പുറത്തേക്ക് പോകുന്നത് അവനെ അശുദ്ധമാക്കുന്നത്. വത്സൻ മന്യൂർ, ഗോഡ് വിൽ പണിഷ് യു. ഒയ്യോടാ കഷ്ടം, ഗോഡ് വിൽ പണിഷ് യു. ദേ വന്നിരിക്കുന്നു, കൊട്ടേഷൻ കൊടുക്കാൻ വന്നിരിക്കുക വത്സൻ മന്നൂർ. ദൈവത്തിന് കൊട്ടേഷൻ കൊടുക്കാൻ വന്നിരിക്കുന്ന അടുത്ത ഗുണ്ട വന്നിരിക്കുന്നു. കൊടുത്തു കഴിഞ്ഞോ കൊട്ടേഷൻ? എത്ര കൊടുത്തടാ നീ ദൈവത്തിന് കൊട്ടേഷന് വേണ്ടിയിട്ട്? വത്സലൻ മന്നൂറേ, ദൈവത്തിന് കൊട്ടേഷൻ കൊടുക്കാൻ വന്നിരിക്കുന്ന ഗുണ്ട വന്നിരിക്കുക. എത്രയാ കൊടുത്തത്? നല്ലൊരു തുക കൊടുത്തിട്ടുണ്ടോ കൊട്ടേഷനായിട്ട്? ആണോ കർത്താവേ? പിന്നെ കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടുണ്ടോ? ഗോഡ് വിൽ പണിഷ് യു. ആ കുഞ്ഞുമാവകളെ പേടിപ്പിക്കുന്നത് പോലെ ഞാൻ നിന്നെ അടിക്കും, ഞാൻ നിന്നെ ടീച്ചറെ എന്നെ നുള്ളി, ഞാൻ എന്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കും, കേട്ടാ എന്ന് പറയുന്നത് പോലെയുണ്ട്. ഗോഡ് വിൽ പണിഷ് യു. മുഹമ്മദ് ആഷിർക്കാർ, എന്തേ നീ നാട്ടിൽ വന്നോ? എനിക്ക് സൗകര്യമുള്ളപ്പോ വരാം, നീ എന്നെ വിളിച്ചു വരുത്തണ്ട കേട്ടോ. നീ നാട്ടിൽ വാ പോല്. പട കൂളകളെ, നിന്റെയൊക്കെ എന്തോ വിവരക്കേടും ബുദ്ധിയില്ലായ്മയും കൊണ്ട് നിന്റെ കമന്റ് ബോക്സിൽ തട്ടിയിട്ട് പോകാതെ പോടാ. നാട്ടിൽ വാന്ന്. ഞാൻ നാട്ടിൽ വരണോ വേണം നിന്നോട് പറഞ്ഞിട്ടാണോ വരേണ്ടത്? നിന്റെ ചെലവിനാണോ ഞാൻ ഇരിക്കുന്നത്? ചുമ്മാ വന്നിട്ട് ഊള കമന്റുകൾ ഇട്ടിട്ട് പോവുക. അതെ, വത്സൻ മന്നൂർ അസിസ്റ്റന്റ് ഓഫ് ഗോഡ് ഫോർ ദ സൈത്താൻ, സാത്താന്റെ അസിസ്റ്റന്റ് ആയിട്ട് അവൻ അലിഞ്ഞു നടക്കുക. അപ്പൊ അതുകൊണ്ട് ഗോഡ് കൊട്ടേഷൻ കൊടുത്തിരിക്കുക ദൈവത്തിന്. ഇപ്പം ദൈവം അങ്ങ് കൊട്ടേഷൻ മേടിച്ചിട്ടുണ്ട്. എത്ര കൊടുത്തപ്പോഴത്തേക്കും വത്സലൻ മന്നൂറെ? നല്ലൊരു തുക കൊടുക്കണം. പിന്നെ കർത്താവിന് കൊടുക്കുന്നതെല്ലാം പാസ്റ്റർമാർക്കാണല്ലോ കൊടുക്കാനുള്ളത്. അപ്പൊ കൊണ്ടുപോയി പാസ്റ്ററിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തേരെ നല്ലൊരു തുക കൊടുത്തിട്ട് പറ, പാസ്റ്ററെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണേ പാസ്റ്ററെ, നമ്മുടെ ബന്ധക്കോസ് സമൂഹത്തെ ആകമൊത്തത്തിൽ ആക്ഷേപിക്കുന്ന ഒരു സഹോദരി അവിടെ ഇരിപ്പുണ്ട്, ജെറുസലേമിൽ നിന്നുകൊണ്ട് കർത്താവേ ഉപവസിച്ച് പ്രാർത്ഥിക്കണേ. ഉപവസിക്കാൻ മറക്കരുത്. മനസ്സിലായോ? പ്രാർത്ഥിക്കുമ്പോഴേ
കർത്താവ് പണിഷ് ചെയ്യണമെങ്കിൽ നീയൊക്കെ ഉപവസിച്ചങ്ങ് പ്രാർത്ഥിക്കണം. അല്ലാതെ നീയൊക്കെ പ്രാർത്ഥിച്ചാൽ പണി കിട്ടും. അതുകൊണ്ട് ഉപവസിച്ച് പോയിരുന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം. ഓ കർത്താവേ, വല്ലഭനും നിത്യനും നീതിമാനും അടുത്തുകൂടാത്ത വെളിച്ചങ്ങളിൽ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവേ, ഓ നമ്മുടെ സഭയെ കുറിച്ച് ആക്ഷേപം പറയുന്ന ആ പ്രിയ സഹോദരിയോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടണേ. ഈ പകൽക്കാലം, ഈ രാത്രികാലം ഇടപെടണേ. ദൈവത്തിന്റെ ആത്മാവ് ആരാണെന്ന് പറഞ്ഞിട്ട്, ദൈവമക്കൾ ആരാണെന്ന് പറഞ്ഞിട്ട് വെളിപ്പെടുത്തി കൊടുക്കണമേ. ഇതൊക്കെ കേട്ടോണ്ട് കർത്താവ് അതെ 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 ഞാൻ വെളിപ്പെടുത്തി കൊടുത്തേക്ക്. എങ്ങനെയാ കൊടുക്കേണ്ടത്? അത് ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങ് വെളിപ്പെടുത്തി കൊടുത്താൽ മതി. പണിഷ് ചെയ്യൂന്ന് എങ്ങനെ പണിഷ് ചെയ്യൂടാ? അതും കൂടി പറ. ഇവൻ ഇവിടെ പോയോ അവൻ? ഗോഡ് വിൽ പണിഷ് യു. പണിഷ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. വത്സലൻ മന്നൂറെ, എക്സാക്ട്ലി എന്താണ് പണിഷ്മെന്റ് എന്ന് പറയണം. യുവമാരുടെ പണിഷ് എന്ന് പറയുന്നത് പാച്ചർമാരുടെ അടുത്ത് ഉടായ്പ കേൾക്കണോ നിങ്ങൾക്ക്? സഭയ്ക്കകത്ത് ആരെങ്കിലും ഇതണക്ക് എതിർത്ത് ചോദിക്കുകയോ, സഭയ്ക്കകത്ത് ആരെങ്കിലും പാച്ചർമാര് പറയുന്നത് പാച്ചർമാര് പറയുന്നത് അത് കണക്ക് ചെയ്യാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ഇവന്മാര് പറയുന്ന ഒരു കാര്യമാണ്. എന്താണെന്നറിയാമോ ഇവന്മാര് പറയുന്നത്? ഉടനെ ഇവന്മാര് പറയും, ആദ്യം പറയും, സഹോദരി നിങ്ങൾ പിന്മാറ്റക്കാരനായിട്ട് സാത്താന് വേണ്ടിയിട്ട് ഇറങ്ങി പോകരുത്, നിങ്ങൾ ശപിക്കപ്പെട്ടു പോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്ന് പോയി കഴിയുമ്പോഴത്തേക്കും അടുത്തവരോട് അങ്ങ് പറയും. അവരോട് പറയത്തില്ല, അടുത്തവരോട് പറയും, ദൈവത്തിന്റെ ശിക്ഷാവിധി ആ സഹോദരിയുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും എന്ന് പറയും. എന്നിട്ട് പിന്നെ 1 വർഷം 2 വർഷം കാത്തിരിക്കണം. എന്തിനാണെന്നറിയാമോ? എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായ മനുഷ്യനല്ലേ, എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും. കടം എല്ലാവർക്കും വന്നു പോകുന്ന ഒന്നാണ്, രോഗം വന്നു പോകുന്ന ഒന്നാണ്, ആക്സിഡന്റ് വന്നു പോകുന്ന ഒന്നാണ്. മനസ്സിലായോ? എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു പോകുന്ന ഒന്നാണ്. ഇതെല്ലാം മനുഷ്യർക്ക് വന്നു കയറ്റവും ഇറക്കമൊക്കെ ഉണ്ട്. നടാനൊരു കാലം, വിതയ്ക്കാനൊരു കാലം, കൊയ്യാനൊരു കാലം എന്ന് പറഞ്ഞതുപോലെ മനുഷ്യ ലൈഫ് ഇതാണ്. അത് കണക്ക് ഇങ്ങനെ പറഞ്ഞു ഇറങ്ങിപ്പോയ ഏതെങ്കിലും വിശ്വാസിക്ക് ഏതെങ്കിലും ഒരു കാലത്ത് ഒരു കഷ്ടമോ നഷ്ടമോ പ്രയാസമോ വന്നു പോയി കഴിഞ്ഞാൽ ഉടനെ ഇപ്പോഴത്തെ ക്രെഡിറ്റ് എടുക്കും. അന്നേ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഓ ദൈവത്തിന്റെ ആത്മാവ് അന്നേ എന്നോട് പറഞ്ഞിരുന്നു, ദൈവദാസന് വിരോധമായിട്ട് സംസാരിച്ച ആ സഹോദരിയുടെ ഇന്നത്തെ അവസ്ഥ കണ്ടോ എന്ന് പറഞ്ഞങ്ങ് തുടങ്ങും. ജീവിതത്തിൽ എനിക്ക് ഇച്ചിരി പോലെ പറഞ്ഞപ്പോഴേ തൊണ്ട എന്നായി. ഇവന്മാര് എങ്ങനെയാടാ ഈ ട്രെയിനിങ് എടുത്ത് ഇത്രയ്ക്കും ഇത് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഇത് ഇങ്ങനെയാണ് ഇവന്മാരെന്ത് ചെയ്യുന്നത്? ജനത്തെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇങ്ങനെയാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ദൈവം പിന്നെ ദൈവം ഇവന്റെയൊക്കെ ഗുണ്ടയാ. ഇവൻ പറഞ്ഞ ഉടനെ ദൈവം പണിഷ് ചെയ്യാൻ ഇരിക്കുന്നത്. പോടാ ഊളകളെ, നീയൊക്കെ പറ്റിച്ച കാലം കഴിഞ്ഞടാ ഇതൊക്കെ പറഞ്ഞ് മനുഷ്യനെ. തോമസ് ഏറ്റി, അയ്യോ കഷ്ടം. എന്തേ, നിനക്ക് വെളുപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ? കേട്ടപ്പോ ഇത് വിറയില് കൊള്ളുകയാണോ നിനക്കൊക്കെ? എടാ തോമസ് ഏറ്റിയെ, നിനക്ക് വിറയിലാണോ? പോയി കിടന്ന് പള്ളിക്കകത്ത് കിടന്ന് തുള്ളു. ഇങ്ങനെ കിടന്ന് ശമ്പാവാടാ റീബലവാടാന്ന് പറഞ്ഞിട്ട് തുള്ളിക്കോ ആ വിറയില്. തോമസ് ഏറ്റിയെ, നിന്റെ വിറയില് പള്ളിക്കകത്ത് പോയിട്ട് തുള്ളിക്കോ. കുറെ അമ്മമ്മമാരും കാണും കൂടെ തുള്ളാനായിട്ട്. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയങ്ങ് നീ തുള്ളിക്കോ, അതായിരിക്കും നിനക്ക് നല്ലത്. വൃത്തികെട്ടവൻ വന്നിരിക്കുന്നു ചേറ്റ. അവന് കേട്ടപ്പോ പൊറുക്കുന്നില്ല പോലും കേട്ടിട്ട്. നീ കൂടുതലങ്ങ് വിറയ്ക്കണ്ട. നിനക്ക് വിറയിലങ്ങ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോയി കിടന്നങ്ങ് തുള്ളു. മനസ്സിലായോ? അപ്പൊ നിന്റെ വിറയിലങ്ങ് മാറിക്കൊള്ളും. ഉള്ളത് പറയുമ്പോ കാണുന്നവനെല്ലാം തുള്ളലാന്ന് പറയുന്ന കണക്കാ. ഉള്ളത് പറയുമ്പോഴത്തേക്കും കൊള്ളലായി മാർക്ക് തുള്ളല് വരും. നടക്കുന്ന കാര്യം സമൂഹത്തിൽ നടക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ജനം എങ്ങനെ ബോധം തെളിയും? ഇവന്മാരുടെ ഊടായ്പിൽ എല്ലാ കാലത്തും കിടക്കുകയല്ലേ മനുഷ്യൻ. ഊടായ്പിൽ അങ്ങ് കിടന്നു പോകുകയല്ലേ. ഇതിൽ നിന്നും പുറത്തു പോ എന്ന് പറയുമ്പോഴും കേൾക്കാതെ ഇതിനകത്ത് അടഞ്ഞു കിടക്കുന്ന ഒരു കൂട്ടം വർഗമുണ്ട്. എന്ന് വെച്ചാൽ ഇതിനകത്ത് കിടന്നാൽ അങ്ങ് സ്വർഗത്തിൽ പോത്തണം. നിങ്ങൾക്ക് അറിയത്തില്ല വിവരം കെട്ട വർഗമേ, നിങ്ങൾ ഇതിനകത്ത് കിടന്നാൽ വീണ്ടും നരകത്തിലേ പോകത്തുള്ളൂ. ഇവന്മാര് വെറും ഇതൊരു സംഘടനയാ. നിങ്ങൾ കത്തോലിക്കയിൽ കിടക്കുന്നത് പോലും, യാക്കോറ്റിൽ കിടക്കുന്നത് പോലെയും, ഓർത്തഡോക്സിൽ കിടക്കുന്നത് പോലെയും, മാർത്തോമയിൽ കിടക്കുന്നത് പോലെയും, ഹിന്ദു സമൂഹത്തിൽ കിടക്കുന്നത് പോലെയും, ഇസ്ലാമിക സമൂഹത്തിൽ കിടക്കുന്നത് പോലെയും ഇങ്ങനെ ഒരു സംഘടനയിൽ കിടക്കുന്നേ ഉള്ളൂ പെന്തക്കോസും. അല്ലാതെ ഇവന്മാരൊന്നും സ്വർഗത്തിൽ പോകാനുള്ള ടിക്കറ്റും വിസയും എടുത്തുകൊണ്ടിരിക്കുന്നവന്മാരൊന്നും ഇത്. ഇവർ കേവലം ചാൾസ് പെർഹാം എന്ന് പറഞ്ഞ ഒരുത്തൻ ഉണ്ടാക്കിയിട്ട ഒരു സഭ മാത്രമാ. മാർട്ടിൻ ലൂതർ ഒരു സഭ ഉണ്ടാക്കിയിട്ട്, പ്രൊട്ടസ്റ്റന്റ് സഭ പോലെ ചാൾസ് പെർഹാം ഉണ്ടാക്കിയിട്ട ഒരു സഭ മാത്രമാണ് ഈ പെന്തക്കോസ് സഭ.
അതിനകത്ത് നിങ്ങൾ തൂങ്ങിപ്പിടിച്ച് കിടന്നാൽ നിങ്ങൾ എവിടം വരെ പോകും? ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെയും ചാടിയാൽ ചട്ടിയോളം എന്ന് പറഞ്ഞതുപോലെ അവിടേക്കവിടെയേ ഉള്ളൂ. മനസ്സിലായോ? അത്രയ്ക്കേ ഉള്ളൂ. പിടികിട്ടിയോ? അതുകൊണ്ട് ഈ പെന്തക്കോസിനകത്ത് നിങ്ങൾ ഒരു സഭയ്ക്കകത്ത് പോയി ഒരു ദിവസവും 2 ദിവസവും പോയി പ്രാർത്ഥിച്ച് മടങ്ങി വരുന്നത് കണക്കല്ല. ഇവർ സാത്താനികമാണ്, ഇതൊരു പൈശാചികതയാണ്. അതിനകത്ത് കിടന്നാൽ നിങ്ങൾ നരകത്തിൽ കിടക്കുന്നത് പോലെ ഫീലാകണമെങ്കിൽ ഒരു 40 ദിവസമൊക്കെ ഇവരുടെ കൂടെ ഒന്നും കൂടി നോക്കണം നിങ്ങൾ. അയ്യോ, അപ്പോ അറിയാൻ പ്രിയ സഹോദരങ്ങളെ, ഇവരുടെ എല്ലാത്തിനകത്തും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു വർഗം ഉണ്ടെങ്കിൽ ഈ വർഗമേ ഉള്ളൂ. നമ്മൾ ഇടുന്ന ഡ്രസ്സിനകത്ത് കുറ്റം കണ്ടുപിടിക്കും, ആ ഇടുന്ന ഷോളിനകത്ത് കുറ്റം, ഇതെല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ തമ്മിൽ നുണയായിരിക്കും. പിന്നെ മനസ്സിലായോ? ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇവന്മാർ തമ്മിൽ നുണയായിരിക്കും. വത്സലൻ മന്നൂർ, വേർ ഈസ് റിയൽ ചർച്ച്? റിയൽ ചർച്ച് ഒരിടത്തും ഇല്ല. റിയൽ ചർച്ചേ ഒരിടത്തുമില്ല. പിടികിട്ടിയോ? നിനക്ക് ദൈവത്തെ വിളിക്കണമെങ്കിൽ കർത്താവിന്റെ വചനം പറയുന്ന ഒരു കാര്യമുണ്ട്. ജാതികൾ ജൽപ്പനം ചെയ്യുന്നത് പോലെ ശമ്പാവാടാർ, ഊബലവാടാർ, ഈകല കടകാർ, ഇങ്കല കടക എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നവന്മാരുടെ കൂടെ പോയി അല്ല കിടക്കേണ്ടത്. അങ്ങനെ കിടന്നാൽ നീയും ജാതികൾ ജൽപ്പനം ചെയ്യുന്നത് പോലെ ജൽപ്പനം ചെയ്യേണ്ടി വരും അവിടെ കിടന്ന്. മനസ്സിലായോ? ജാതികൾ കഴിഞ്ഞ ദിവസം അവന്മാര് വട്ടം കൂടി ഈ ബെന്തക്കോസുകാർ കാണിക്കുന്ന കണക്കിന് എന്ന് പറഞ്ഞ് മേത്തന്മാരും ഇത് തന്നെയാ കാട്ടിക്കൂട്ടുന്നത്. തള്ളലും തുള്ളലും ഒക്കെ തന്നെയാ അവന്മാർക്കും ഇത് തന്നെയാ ബെന്തക്കോസുകാരും കാട്ടിക്കൂട്ടുന്നത്. ജാതികൾ ജൽപ്പനം ചെയ്യുന്നത് പോലെ അടങ്ങ് ജൽപ്പന അടിക്കുക. അതിഭാഷണത്താൽ അവർക്ക് ഉത്തരം കിട്ടുമെന്നല്ലയോ അവർ വിചാരിക്കുന്നേന്നാ. അതിഭാഷണത്താൽ അങ്ങ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അങ്ങ് കേട്ട് കർത്താവ് പ്രാസവൊക്കെ അടിച്ചു വിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവും കേട്ടോണ്ടിരുന്നിട്ട് ഞാനിതാ ഉത്തരം തന്നേക്കാമെന്ന് പറഞ്ഞിട്ട്, നീ പ്രാർത്ഥിക്കുമ്പോൾ വാതിലടച്ച് നിന്റെ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പോയി പ്രാർത്ഥിക്കുന്ന കർത്താവ് പറഞ്ഞത്. മനസ്സിലായോ? ഈ വെള്ളയടിച്ചിരിക്കുന്ന വർഗങ്ങൾക്കെല്ലാം 2 പറയണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഹൃദയത്തിൽ നിന്നൊക്കെ അത് വരുന്നുണ്ട്. പുറത്ത് പറയാത്തത് നാട്ടുകാരെ പേടിച്ചിട്ടും മാന്യതയുടെ വേഷം കെട്ടൽ കാരണവും നമ്മളെ മാന്യനെന്നും ആൾക്കാർ പറയണ്ടേ, നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയാൽ മാന്യനെന്ന് ആരെങ്കിലും പറയുമോ എന്ന് വിചാരിച്ചിട്ടാ. ഞാൻ ഉള്ളിൽ വെച്ചിട്ടല്ല പറയുന്നത്, ഞാൻ പുറത്തുനിന്ന് പറഞ്ഞു വിടുകയാണ്. കാരണം എന്റെ അകത്തല്ലല്ലോ അശുദ്ധി കിടക്കുന്നത്. എടാ, വായിൽ നിന്നും പുറത്തേക്ക് പോകുന്നതല്ല അവന് പുറത്തുനിന്നും അകത്തേക്ക് പോകുന്ന അവനെ അശുദ്ധമാക്കുന്നില്ല. അവന്റെ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നതാണ് അവനെ അശുദ്ധമാക്കുന്നത്. വായിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഒന്നും അവനെ അശുദ്ധനാക്കുന്നില്ല. ഇപ്പൊ കഴിച്ച ആഹാരം ഛർദ്ദിച്ചെന്ന് പറഞ്ഞിട്ട് അവനെ അശുദ്ധനാക്കുവോ? പെന്തോകളുടെ ചങ്ങല സ്ട്രോങ് ആണ്. ഒരുവിധം ഒരുത്തനും അത് പൊട്ടിക്കാനുള്ള ധൈര്യമില്ല. അതേ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ അങ്ങ് പറയും, ഗോഡ് വിൽ പണിഷ് യു. ഇവിടുത്തെ പുറത്തേക്ക് പോയി. അടുത്താൾ വന്നിരിക്കുന്നു. തോമസ് പരിശുദ്ധാത്മാവിനെ പരിഹസിച്ചാൽ അടി കിട്ടുമെന്ന്. അയ്യോ, എനിക്ക് വയ്യ കർത്താവേ. വിവരം കിട്ടവൻ, ഇത് പരിശുദ്ധാത്മാവ് നിന്നോട് ആരോടാ പറഞ്ഞത്? ശമ്പാവാടയും റൂബലവാടയും പരിശുദ്ധാത്മാവാണെന്ന് പറഞ്ഞിട്ട് നാണവും മാനവും ഉണ്ടോടാ നിനക്കൊക്കെ? ഈ ശമ്പളവാടയും റൂബലവാടയും എന്നാണോടോ പരിശുദ്ധാത്മാവ്? വിവരം കെട്ടവന്മാരെ, പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോയി പരിശുദ്ധാത്മാവിനെ പരിഹസിച്ച് അടി കിട്ടുന്നത് നിനക്ക് ആദ്യം അടി കിട്ടുന്നത്. ഇതിനെയൊക്കെ പരിശുദ്ധാത്മാവെന്ന് പറയാൻ നടക്കുന്ന നിന്നെയൊക്കെ. ദൈവത്തെ പരിഹസിച്ചുകൂടാ, അവനവൻ വിതയ്ക്കുന്നത് കൊയ്യും. ദൈവത്തെ പരിഹസിച്ചുകൂടാ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിവരം കെട്ടവന്മാരെ. ഞാനും അത് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ പരിഹസിക്കാതെ. നിന്നോട് ആരാടാ പറഞ്ഞത് പരിശുദ്ധാത്മാവ് ശമ്പാവാടയും റൂബലവാടയും തൈറുവടയും മസാലുവടയും എവരുടെ തോഷിവ നൊവീനോ സാത്താൻ ഇപ്പോ എന്നൊക്കെ പറയുന്നതാണെന്ന് പറഞ്ഞിട്ട് ആരാടാ നിന്നെയൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? വിവരം കെട്ടവന്മാര് നിന്നെപ്പോലുള്ള കുറേവന്മാരാണ് ഇതൊക്കെ പരിശുദ്ധാത്മാവെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്നെയൊക്കെ പറ്റിക്കാൻ എളുപ്പമാണ് വാച്ചർമാർക്ക്. അവന്മാർക്ക് കിടന്ന് ശമ്പാവാടാ റീബലവാടാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർക്ക് എളുപ്പമാ. ശമ്പാവാടാ റീബലവാടാ റൂബലവാടാ ശമ്പല കടക റിങ്കല കടക എന്നൊക്കെ പറയുന്നത്. ഇത് പരിശുദ്ധാത്മാവ് നിന്നോടൊക്കെ ആരാ പറഞ്ഞ? ആരാ ഇത് വന്നിട്ട് സർട്ടിഫൈ ചെയ്തത് പരിശുദ്ധാത്മാവാണെന്ന്? പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ആരും കണ്ടിട്ടില്ല. ദൈവത്തെ കാണാനും പറ്റത്തില്ല. അതുകൊണ്ട് വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്ന രീതിയിൽ പറയരുത്. മനസ്സിലായോ? വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ ശമ്പളവാടയും റൂബലവാടയുമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ് ധരിച്ചു വെച്ചിരിക്കുന്ന കേവലം ശമ്പളവാടയും റൂബലയും വടക്കത്തുമാണോ ദൈവം ഇരിക്കുന്നത്? നിങ്ങൾ എന്തുവാ
ദൈവത്തിന്റെ പരിശുദ്ധിയെയും ദൈവത്തിന്റെ വല്ലഭത്വത്തെയും ദൈവത്തിന്റെ ആ മഹാശ്രേഷ്ഠതയും പാച്ചർമാർ ഒഴുക്കി വിടുന്ന അവന്മാരുടെ വയറ്റിപ്പിഴപ്പിന് വേണ്ടി പ്രസംഗിക്കുന്ന 10 പ്രസംഗിനകത്ത് കയറി വരുന്ന ഈ ശമ്പലവട റൂപലവടയാണെന്ന് പറയുന്നതിന്റെ പിന്നെ കാരണമാണ് എനിക്ക് മനസ്സിലാകാത്തത്. ദൈവത്തെ പരിഹസിക്കരുത്. നിങ്ങൾ കുറെ സത്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഇവിടെ വരുന്നത്. തോമസേ എന്നെ കൂടുതൽ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ സത്യങ്ങൾ പറയുന്ന വ്യക്തിയാണെങ്കിൽ ഇത്രയും കാലം കണ്ടപ്പോൾ എന്റെ വീഡിയോക്ക് എന്ന് മനസ്സിലാക്കിയില്ല. ഞാൻ ദൈവത്തെ എന്തുവാ പരിഹസിച്ചത്? ശമ്പലവാടയും രൂപലവാടയും പരിശുദ്ധാത്മാവാണോ? ഞാനേ പരിശുദ്ധാത്മാവ് പ്രാപിച്ച വ്യക്തിയാ. ഞാനും അന്യഭാഷയിൽ സംസാരിക്കുന്നവളാ. ഘടകരജസിയും മൂഢരാജസിയും ദീപരാജസിയും ഒക്കെയാണോ അന്യഭാഷ എന്ന് പറയുന്നത്? ഞാൻ 13 ഭാഷകളിൽ അന്യഭാഷയിൽ സംസാരിക്കുന്ന വ്യക്തിയാ. ഭാഷയാണ്. അന്യഭാഷ അറിയത്തില്ലെങ്കിൽ നീയൊക്കെ മിണ്ടാതിരി. എനിക്കിത് പറയാനുള്ള ചങ്കൂറ്റവും ഇതിന് പറയാനുള്ള ആർജവത്വവും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ശമ്പലവാടയും റൂപലവാടയും അന്യഭാഷ അല്ല. അത് ദൈവത്തിന്റെ നാമത്തിൽ നടക്കുന്ന കള്ളത്തരവും വ്യാജത്തരവുമാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത വിവരം കെട്ടവന്മാർ വായി തോന്നുന്നത് ഓതയ്ക്ക് പാട്ട് എന്ന് പറയുന്ന കണക്ക് ഇങ്ങനെ പറഞ്ഞു വിടുന്ന സാധനം അത്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ പ്രാപിച്ച കോൺഫിഡന്റിലും ധൈര്യത്തിലും പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടുമാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കണ്ടത് എന്തുകൊണ്ടാ? വെള്ളയടിക്കാൻ വരുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. വൃക്ഷത്തിന്റെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്നാപകനിലൂടെ സംസാരിച്ച പരിശുദ്ധാത്മാവിനെ നീ ഒന്നും കണ്ടിട്ടില്ല ഇത്രയും കാലം. അതുകൊണ്ടാണ് നിനക്കൊന്നും പരിശുദ്ധാത്മാവ് ഏത് അശുദ്ധാത്മാവ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയത്. മനസ്സിലായോ? വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ടാ. സർപ്പസന്തതികളെ അണലിസന്തതികളെ എന്ന് പറഞ്ഞ് വിളിച്ചു വന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങളൊന്നും കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുള്ളത് മുഴുവനും കുഞ്ഞാടി കർത്താവിനെ നമ്മളോട് സ്നേഹിക്കും. നമ്മളോട് ആരെങ്കിലും ദോഷമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവരോട് കരുണ കാണിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പേൻ എന്ന് നിങ്ങൾ കണ്ടിട്ടുള്ളൂ. എന്നെ അറിയാണ്ട് ചോദിക്കുക. വത്സലൻ മന്നൂർ, പ്ലീസ് ടെൽ റിയൽ ഹോളി സ്പിരിറ്റ് ലാംഗ്വേജ്. എന്റെ പ്രിയ സഹോദര, ഇത് മനുഷ്യരുടെ മുമ്പിൽ വന്ന് കാണിക്കാനുള്ള ഒന്നല്ല ഈ ഹോളി സ്പിരിറ്റിന്റെ ലാംഗ്വേജ്. ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുന്നത് ഇത് മനുഷ്യരുടെ മുമ്പിൽ വന്നിരുന്നിട്ട് മനുഷ്യരെ കാണിക്കാൻ വേണ്ടി എനിക്ക് പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആത്മാവല്ല പരിശുദ്ധാത്മാവ്. നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്ക്. ദൈവത്തിന്റെ ആത്മാവ്, ദൈവവചനം പറയുന്നതിനാണ് പരിശുദ്ധാത്മാവ്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് ആത്മീക മർമ്മങ്ങളെ സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധനവ് വരുത്തുന്നു എന്നാ. അപ്പോൾ തനിക്ക് ആത്മീക വർധനവ് വരുത്താനും ദൈവത്തോട് ആത്മീക മർമ്മങ്ങളെ സംസാരിക്കുവാനും അന്യഭാഷ ഉപയോഗിക്കേണ്ടത്. ഇവിടെ എല്ലാവന്മാരും വേഷം കെട്ടലിന് വേണ്ടി എന്റെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്, ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവനാണ് കേട്ടോ എന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എത്ര. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, ഞാൻ ഉണ്ടല്ലോ ദൈവം ന്യായം വിധിക്കാൻ വന്നാലുണ്ടല്ലോ എന്റെ അവനെ എടുത്തിട്ടങ്ങ് അലക്കും. മനസ്സിലായോ? എല്ലാവന്മാരും എടുത്തിട്ടങ്ങ് അലക്കും ദൈവം ന്യായം വിധിക്കാൻ വന്നാൽ. ആത്മാവിനെ പ്രാപിക്കാത്തവൻ മിണ്ടാതിരി. നിനക്കറിയില്ലയോ? നീ മിണ്ടാതിരി. നിന്റെ ഭാഷയിൽ സംസാരിക്ക്. നീ നിന്റെ ഭാഷയിൽ ദൈവത്തോട് ആമേൻ പറ. നിന്റെ ഭാഷയിൽ ദൈവത്തോട് നന്ദി പറ. അത് മതി. നീ എന്തിനാ അറിയാത്ത പരിശുദ്ധാത്മാവിന്? ഇത് പരിശുദ്ധാത്മാവൊന്നും അറിയത്തില്ലെങ്കിൽ നീ എന്തിനാ അത് പരിഹസിക്കാൻ നടക്കുന്നത്? ഈ ശമ്പലവാടയും റീബലവാടയും റൂബലവാടയൊക്കെ പറഞ്ഞുകൊണ്ട് മിണ്ടാതിരി. അത്രയേ ഉള്ളൂ. ഞാൻ വീണ്ടും നിങ്ങളോട് ആവർത്തിച്ച് പറയുകയാണ്, ഞാൻ 13 ഭാഷകളിൽ സംസാരിക്കുന്ന വ്യക്തിയാണ്. അന്യഭാഷയിൽ ഞാൻ അന്യഭാഷയിൽ പാട്ടുപാടും, അന്യഭാഷയിൽ സംസാരിക്കും. അങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തി. ഞാൻ വെല്ലുവിളിക്കാം പാസ്റ്റർമാരെയൊക്കെ, ഞാൻ വെല്ലുവിളിക്കാൻ. എന്റെ ഒപ്പത്തിൽ നിന്ന് ഒരുത്തരും പൗലോസ് പറയുന്നത് പോലെ പ്രാഗൽഭ്യം എനിക്കുണ്ട്. തോമസ് ഇറങ്ങിപ്പോടാ വിവരം കെട്ടവനെ. നിന്നോട് സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി.
പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേവലം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ പറയുക, വന്ന് നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറഞ്ഞ 10 പേരുടെ മുമ്പിൽ ഞെളിഞ്ഞു നിന്നിട്ട് ഓ വല്ലഭനും നിത്യനും നീതിമാനും അഖിലാണ്ടങ്ങളും സ്വരമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഗംഭീരം അടിച്ചു വിട്ടിട്ട് ഓ കത്തട്ടെ കത്തട്ടെ 3 പാട്ടിട്ട് അടിച്ചു കഴിയുമ്പോഴത്തേക്കും അവിടെ കയറി വന്നിട്ട് പറഞ്ഞ് വെച്ച് വില കാച്ചിക്കളയിൽ നിന്ന് യോ ജാതിയെ, കേവലം ജാതിയെ, നീയൊക്കെ ശിക്ഷാവിധിയിൽ അകപ്പെടാൻ പോകുകയാണ്, നീക്ക് മാരകമായ ശിക്ഷയിൽ അകപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ വന്നിട്ട് പറയുന്നുണ്ടല്ലോ റീന പ്രതികരിക്കുന്നു. പ്രതികരിക്കണം. നിങ്ങളെ ധൈര്യമുള്ളവരായി വാർത്തെടുക്കാനാ ഞാൻ പ്രതികരിക്കുന്നത്. ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ ആര് പ്രതികരിക്കും? നിങ്ങൾക്കൊപ്പമുള്ളവന്മാർ ശിഖണ്ഡികളായിരുന്നു കൊണ്ടും, നിങ്ങൾക്കൊപ്പമുള്ളവന്മാർ നിങ്ങളെ നശിപ്പിച്ചുകൊണ്ടും, നിങ്ങൾക്കൊപ്പമുള്ളവന്മാർ നിങ്ങൾക്ക് നേരാവണ്ണവുമല്ല നിങ്ങളെ വഴി നടത്തി കൊണ്ടുപോകുന്നത്. അവന്മാർക്ക് വേണ്ടത് അവന്മാരുടെ വയറ്റിപ്പിഴപ്പ് മാത്രമാണ്. നിങ്ങളെ ഭയങ്കര എന്ന് പറഞ്ഞ ഗർജിക്കുന്ന സിംഹങ്ങളൊക്കെ ആയിട്ട് വാർത്തെടുത്തു കഴിഞ്ഞാലേ ഇവന്മാരുടെ മൂടത്തരം തന്നെ നിങ്ങൾ ആദ്യം തുറന്നു ചോദിക്കുമെന്നുള്ളത് അവന്മാർക്ക് മനസ്സിലായോ? ഇവന്മാരുടെ മൂടത്തരം അല്ല ഇതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇത് കേവലം എന്താ പറയുന്നത്, ഞാനിപ്പോൾ നിൽക്കുന്ന ലൈവ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് കണക്കൊന്നും നിങ്ങളെന്ന് പറയുന്ന വ്യക്തികളെ എനിക്കിപ്പോ ഇനി ആരെയും ക്രിസ്ത്യാനി എനിക്ക് രക്ഷിക്കപ്പെടുത്തേണ്ട സുവിശേഷം പറയേണ്ട കാര്യം എനിക്കില്ല. പലരും പറയുന്നൊരു കാര്യമാണ് ഇനി ക്രിസ്ത്യാനി അങ്ങ് രക്ഷിക്കപ്പെടുത്തണം പോലെ. കർത്താവിന്റെ സുവിശേഷം പറ സഹോദരി. ഞാൻ എന്തിനാപ്പാ സുവിശേഷം പറയുന്നത്? പോയി എടുത്ത് വാക്സിനും എടുത്ത് മാർക്ക് ഓഫ് ദ ബീസ്റ്റും പേടിച്ചുകൊണ്ടിരിക്കുന്നവന്മാരോട് പോയി ഇനി എന്ത് സുവിശേഷം ഞാൻ പറയാനിരിക്കുക? ഇനി എടുക്കാത്ത കുറെ പേരുണ്ട്. ഈ മാർക്ക് ഓഫ് ദ ബീസ്റ്റ് എടുക്കാതിരിക്കുന്ന കുറെ പേരുണ്ട്. അവർ ശക്തി യാചിക്കണം, അവർ ബലപ്പെടണം, അവർ ശക്തിപ്പെടണം. അവർ ശക്തിപ്പെടണമെങ്കിൽ, അവർ ബലപ്പെടണമെങ്കിൽ, അവർ ശക്തി ആർജിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ കൃപയിൽ ഉണരണം. നിങ്ങളുടെ നാവിന് മൂർച്ച കൂട്ടിയേ പറ്റത്തുള്ളൂ. ആയുധം എടുത്തു പോരാടേണ്ട സമയത്ത് ആയുധം എടുത്തു പോരാടാൻ തക്കവണ്ണം ശക്തരായിരിക്കണം. പേടി ഉണ്ടാകരുത് നിങ്ങൾക്ക്. ഇത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ദൈവം എന്നോടുകൂടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ സംസാരിച്ച് കേൾക്കുമ്പോൾ നാനാ ചുറ്റിലുമുള്ളവർ കയറി വരും ഇതിനകത്തോട്ട്. ഭീതി പടർത്തുന്ന രീതിയിലും വൃത്തികെട്ട രീതിയിലും എല്ലാ തരത്തിലുള്ള ആഭാസവും പറഞ്ഞുകൊണ്ട് പലരും ഇതിനകത്ത് കയറി വരും. പക്ഷെ ഇവരുടെ വാക്കുകളെ ഒന്നും നിങ്ങൾ പുജ്ഞത്തോടു കൂടി തന്നെ കാണണം. ചെളിയിലാ ചവിട്ടി നിന്ന് ദേശാധിപതിയെ ചവിട്ടണം എന്നുണ്ടെങ്കിൽ ചെളിക്കകത്ത് കയറുന്ന ചവിട്ടണം. അവിടെ ചെളിയാണെന്ന് പറഞ്ഞ് പേടിച്ചു പോകരുത്. യെശയ്യാപ്രവചനം 41-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, നിന്റെ മൂർച്ചയുള്ള ഒരു മെതിവണ്ടിയാക്കി ഞാൻ മാറ്റും. 25-ാം വാക്യത്തിനകത്ത് കർത്താവ് പറയാണ്, ഞാൻ വടക്ക് നിന്നൊരുത്തനെ എഴുന്നേൽക്കും, അവൻ യെരുശലേമിൽ നിന്നും എഴുന്നേറ്റു വരും, അവൻ എന്റെ നാമത്തിൽ ആരാധിക്കും, അവൻ ദേശാധിപതിയെ ചെളിയിലെന്ന പോലെ നിന്ന് ചെളിയിൽ ചവിട്ടുമെന്നാ പറഞ്ഞത്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ദേശാധിപതിയെ ചവിട്ടേണ്ടവരാണ്. ഇന്ന് സാത്താന്റെ ആധിപത്യം ഭൂമിയിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ ഇനി എഴുന്നേറ്റ് വരാൻ പോകുകയാണ്. അവനെ കണ്ട് പേടിച്ച് അരണ്ടു ഓടേണ്ടവരല്ല. അവൻ എങ്ങനെയാ വരുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നിങ്ങളോട്. നിങ്ങൾ അതിന്റെ മുമ്പേ ഒന്നും കർത്താവ് സ്വർഗത്തിലെടുത്തോണ്ട് പോകത്തില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. ക്രിസ്ത്യാനിയെ നിങ്ങൾ വഞ്ചിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങളെ അങ്ങ് സ്വർഗത്തിൽ കർത്താവ് എടുത്തുകൊണ്ട് പോയതിനു ശേഷമാണ് ഇവിടെ മഹോദരവകാലം വരുന്നതും പിശാചിന്റെ ആധിപത്യം വരുന്നതെന്നൊക്കെ. നിങ്ങൾ അവനെ കണ്ട മുട്ടുകാലി പറയ്ക്കുമല്ലോ ഇങ്ങനെയുള്ളവര്. കാരണം അവൻ വരുന്നതേ ചെളിയിലാ വരുന്നത്. ദേശാധിപതി ചെളിയിൽ ചവിട്ടണമെന്ന് കർത്താവ് പറയാൻ കാരണം എന്താ? എടാ, അവൻ ചെളിയിലേ വരത്തുള്ളൂ, അവൻ വൃത്തികേടിലേ വരത്തുള്ളൂ, അവൻ ആഭാസത്തിലേ വരത്തുള്ളൂ. അല്ലാതെ അവൻ നല്ലതുപോലെ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു എതിരാളി അല്ലല്ലോ. നമ്മൾ സ്റ്റാൻഡേർഡ് ഉള്ള എതിരാളിയെ പ്രതീക്ഷിച്ചുകൊണ്ടല്ലല്ലോ യുദ്ധത്തിൽ നിൽക്കുന്നേ. നമ്മൾ സ്റ്റാൻഡേർഡ് ഉള്ള എതിരാളിയെ പ്രതീക്ഷിച്ചാണോ യുദ്ധത്തിന് നിൽക്കുന്നേ? നമ്മൾ ഗുസ്തിക്ക് പോകുമ്പോൾ ഗുസ്തിക്ക് പോയി നിൽക്കുന്നവൻ കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ളവനാണെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡോടുകൂടി അവന് യുദ്ധം ചെയ്യാം. എടാ, വരുന്നവൻ തേർഡ് ക്ലാസ്സും ലോ ക്ലാസ്സുമാണ്. ആ എതിരാളിയോട് യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവനോട് പടവെട്ടണമെന്നുണ്ടെങ്കിൽ, വത്സലൻ മന്നൂർ, ഹൗ ക്യാൻ ഐഡന്റിഫൈ സൈത്താൻ? ആ സാത്താൻ ആരാണെന്ന് ഞാൻ ഓൾറെഡി ഈ ലൈവിൽ പേജിൽ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞു. ഇതിനകത്തുള്ള ഏകദേശ ഫോളോവേഴ്സിനും അറിയാം അവൻ ആരാണെന്ന് പറഞ്ഞ്. മനസ്സിലായോ? ഞാൻ അതിനാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ.
അവൻ വരുമ്പോൾ അവൻ ചെളിക്കകത്തും അവൻ വൃത്തികേടുകളിനകത്തും ഈ സാത്താൻ എന്ന് പറയുന്നവൻ തന്നെ തള്ളാഹു എന്ന് പറയുന്നവന്റെ പേര് പറയാൻ പറ്റത്തില്ല. അവൻ അന്യദൈവമാണ്. അന്യദൈവത്തിന്റെ നാമം നിങ്ങളുടെ നാവിൽ എടുക്കരുതെന്ന വചനം പറയുന്നത്. ഈ സാത്താൻ എന്ന് പറയുന്നവനെ തള്ളാഹു തന്നെയാണ്. ഈ തള്ളാഹുവിനെ എബ്രായ ഭാഷയിൽ അറബിക്ക് ഭാഷയിൽ എങ്ങനെയാണോ എഴുതുന്നത് അത് തന്നെയാണ് 666 എന്ന് പറഞ്ഞ അക്ഷരത്തിൽ ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നതും അത് തന്നെയാണ്. ഇവർ AD 600-കളിലേ അവൻ വന്നു. മുഹമ്മദ് എന്ന് പറയുന്നവന്റെ പേരിൽ അവൻ വെളിപ്പെട്ടു. AD 600 ഒന്നാം മുദ്ര പൊട്ടിച്ചു. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1-ാം മുദ്ര പൊട്ടിച്ചത് AD 600-ലാ. ക്രിസ്ത്യാനി, നിനക്കറിയാമോ മുദ്ര പൊട്ടിക്കപ്പെട്ടു എന്നുള്ളത്? 1-ാം മുദ്രയും പൊട്ടി, 2-ാം മുദ്രയും പൊട്ടി, 3-ാം മുദ്രയും പൊട്ടി, ഇപ്പോൾ 4-ാം മുദ്ര പൊട്ടിക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? അവൻ AD 600-കളിലേ അവൻ വെളിപ്പെട്ടു. അതുകൊണ്ടാണ് വെള്ള കുതിരപ്പുറത്തിരിക്കുന്നതിനെ ഒരുത്തനെ ഞാൻ കണ്ടു. ദീപമോളെ ആ വാക്യം ഒന്ന് എഴുതിയിട്ടെ. വെള്ള കുതിരപ്പുറത്ത് വരുന്നവനെ ഒരുത്തനെ ഞാൻ കണ്ടു. വെള്ള കുതിരപ്പുറത്ത് വരുന്ന ഒരുത്തനെ ഞാൻ കണ്ടു. ദൈവവചനത്തിൽ പറയുകയാണ്. അവനെ കുറിച്ച് പറയുമ്പോൾ മോളെ ദീപ ഒരു വാക്യം എഴുതിയിട്ടേരണേപ്പാ. ദീപ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും എഴുതിയിട്ടേക്കണേ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം ഒന്ന് നോക്കട്ടെ ഞാന്. ഓക്കെ, ദീപ തോതാ മോത്തിക്ക് വെളിപ്പാട് 6:2. അപ്പോൾ ഞാൻ ഒരു വെള്ള കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവനൊരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അതിലെ 3-ാം വാക്യം 4 ഒന്ന് എഴുതിയിട്ടേക്കണേ. വെള്ള കുതിരപ്പുറത്തിരിക്കുന്ന ഒരുത്തനെ ഞാൻ കണ്ടു. ആരാ ഈ വെള്ള കുതിരപ്പുറത്തിരിക്കുന്നത്? വെള്ളയെ കാണിക്കുന്ന എന്തിനാ? സമാധാനം. ഈ സമാധാനം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാ ഈ വെള്ളയെ കാണിക്കുന്നത്. അങ്ങനെ ഈ വെള്ള കുതിരപ്പുറത്ത് വരിക്കുക. അവന് ജയിക്കാനായും ജയിപ്പാനായും പുറപ്പെട്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. അവൻ ജയിക്കുന്നതിന് വേണ്ടിയിട്ടാ പുറപ്പെട്ടു വന്നത്. സത്യവാ. എന്നിട്ട് അവൻ സമാധാനം. നിങ്ങൾ ഇമാം മഹദി എന്ന് പറഞ്ഞ ഇവന്മാർ ചിത്രം കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇസ്ലാം സമൂഹം ഒന്ന് പോയി നോക്കണം. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ ഇമാം മഹദി എന്ന് പറയുന്ന ഈ മുഹമ്മദ് എന്ന് പറയുന്ന വൃത്തികെട്ടവനെ തന്നെയാ പറഞ്ഞിരിക്കുന്നത്. അവർ ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് രണ്ടാമതും വരുന്നതായിട്ട് അവന്മാർ പറയുന്നത് തന്നെ. ഈ മുഹമ്മദ് ആദ്യം വന്നതാ, ഇങ്ങനെയാ വന്നത്. അവൻ ജയിക്കുന്നവനായും അതുകൊണ്ടാ സമാധാന മതക്കാരെന്ന് ഇവന്മാർക്ക് പേര്. എന്നിട്ട് അവന്റെ സ്വഭാവം അവൻ രണ്ടാമത് അടുത്ത വാക്യത്തിൽ കാണിക്കുക. പിന്നീട് ചുവന്ന കുതിരപ്പുറത്തിരിക്കുന്ന ഒരുത്തനെ ഞാൻ കണ്ടു. അവന്റെ കയ്യിൽ സമാധാനം എടുത്തു കളയേണ്ടതിന്. ഒരു മിനിറ്റ്, ആ വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. ഒരു മിനിറ്റ്. ജിജി ചെറിയാൻ. അവനൊരു കിരീടവും അവന് ജയിക്കുവാനും ജയിപ്പാനായും പുറപ്പെട്ടു. 6:2 അല്ലപ്പാ, 6:3. 6:3 ഓക്കെ, 6:3 ദീപ തോതാ മോത്തിക്ക്. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരികയെന്ന് 2 ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ട് അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്നും സമാധാനം എടുത്തു കളയേണ്ടതിനും അധികാരം ലഭിച്ചു. വലിയ വാളും അവന് കിട്ടി എന്നാ പറഞ്ഞിരിക്കുന്നത്. ആദ്യം വന്നത് എങ്ങനെയാ? സമാധാനം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്ന സമയത്ത് ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെ പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. നിങ്ങൾ സമാധാനമെന്നും നിർഭയമെന്നും വിശ്വസിച്ചിരിക്കുന്ന സമയത്ത് ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ പെട്ടെന്ന് നാശം വന്നു. ഇവൻ ഭയങ്കര വന്നവൻ ഈ മുഹമ്മദ് കാമഭ്രാന്തൻ എന്ന് പറയുന്ന ഈ മുഹമ്മദ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവൻ തള്ളാഹു എന്ന് പറയുന്ന സാത്താന്റെ രൂപത്തിൽ ഭൂമിയിൽ വെളിപ്പെടുക. തള്ളാഹുവിന്റെ പേരിൽ ആയത്ത് മുഴുവനും ഇറക്കി കൊടുക്കുന്നത് ഈ സാത്താന. ഈ പിശാചിനകത്ത് അവൻ രൂപപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെയാണ് അവൻ എന്ത് ചെയ്യുന്നത്? ഭൂമിയിൽ സമാധാനം എന്നുള്ള രീതിയിൽ അവൻ വന്നിട്ട് രണ്ടാമത് പറയുകയാണ്, അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാനും ഭൂമിയിൽ നിന്നും സമാധാനം എടുത്തു കളയേണ്ടതിനും അധികാരം ലഭിച്ചു. അന്യോന്യം വെട്ടിക്കൊല്ലാൻ അനുവാദം കൊടുത്തിരിക്കുക. അതുകൊണ്ട് ആ തൂറാനകത്ത് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് അവന്റെ തള്ളാഹു എഴുതി കൊടുത്ത തൂറാൻ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്, നിങ്ങൾ യഹൂദനെയും ക്രിസ്ത്യാനിയും കണ്ടയിടത്ത് വെച്ച് വെട്ടിക്കൊല്ലണം. കാഫറുകളെ കണ്ടയിടത്ത് വെച്ച് നിങ്ങൾ വെട്ടിക്കൊല്ലണം. ഒരു ക്രിസ്ത്യാനിയും ശേഷിപ്പിക്കരുത്, ഒരു യഹൂദനെയും ഭൂമിയിൽ ശേഷിപ്പിക്കരുതെന്ന് പറഞ്ഞ എന്തുകൊണ്ടാ? ഈ 3-ാം മുദ്ര പൊട്ടിയത് കൊണ്ടാ. ഈ 3-ാം മുദ്ര പൊട്ടി അന്ന് തൊട്ട് അവൻ വാളുകൊണ്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ് തള്ളാഹു കുക്കുംബർ എന്ന് പറയുന്ന പേരില്.
അതുകൊണ്ടാ ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത്, നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് അർപ്പിക്കുന്നു എന്ന നാഴിക വരാൻ പോകുന്നു. ഈ മുഹമ്മദ് എന്ന് പറയുന്ന ഈ എതിർ ക്രിസ്തു എന്ന് പറയുന്ന സാത്താൻ വെളിപ്പെടാൻ പോകുന്നത് കൊണ്ടാണ് കർത്താവ് അത് മുന്നറിയിപ്പ് കൊടുത്തത് ജനത്തിന്. നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് അർപ്പിക്കുന്നു എന്ന നാഴിക വരാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അവസാനം ഇവന്മാരെന്ത് ചെയ്തു? അവിടെ തന്നെ ചെയ്തു. ഷിയാസുന്നി, അത് ദൈവം അവരിൽ തന്നെ ഉണ്ടാക്കി വിടുന്ന കലഹവാ ഷിയാസുന്നി. അതായത് ഈ ശത്രുവിനകത്ത് തന്നെ ദൈവം എന്തെങ്കിലും കലഹം ഉണ്ടാക്കിയിടും. അതാണ് ഈ ഷിയയും സുന്നികളും തമ്മിൽ കിടന്നടിച്ച് ജാകുകയാണ് ഇവന്മാര്. അത് ദൈവം ഉണ്ടാക്കി കൊടുത്ത കലഹവാ ഇവന്മാർക്കിടയില്. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? പിശാച് വെളിപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കണേ പ്രിയ സഹോദരങ്ങളെ. പിശാച് എന്ത് ചെയ്യുകയാണ്? അവിടെ വെളിപ്പെട്ടത് വളരെ വ്യക്തമായി തന്നെ ദൈവം പറഞ്ഞു കഴിഞ്ഞു. അവൻ ഇനിയും രണ്ടാമത് ഇസ്ലാമിക ഖിലാഫറ്റ്, അതുകൊണ്ട് അവന്റെ ശരീഅത്ത് നിയമമാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അവൻ ചെയ്ത അതേ കാര്യം ഭൂമിയിൽ നടപ്പാക്കണം എന്നുള്ളതാണ് ഇവന്മാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിക ഖിലാഫറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ലോകത്തെ മുഴുവനും ഇസ്ലാം പിടിച്ചടക്കി വാഴാൻ പോകുകയാണ്. ഏകഭരണം വരാൻ പോകുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ഇവന്മാർ ചെയ്യാൻ പോകുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയകളെ മുഴുവനും ഇവന്മാർ എന്ത് ചെയ്യുകയാണ്? പിടിച്ചോണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ മുഴുവൻ ഇവന്മാരുടെ കൈവെള്ളയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ അടക്കി വാഴാൻ നോക്കുകയാണ്. അതിനവന്മാർ ഉപയോഗിക്കുന്ന ആയുധം എന്ന് പറയുന്ന പച്ചത്തെറികൾ, വൃത്തികേടുകൾ, ആഭാസങ്ങൾ എന്ന് പറയുന്ന ഇത്യാദി കാര്യങ്ങൾ അവന്മാർ ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയയെ. അങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അവന്റെ ആയുധം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവന്റെ നെഞ്ചോട്ട് അങ്ങ് തറച്ചു കൊടുക്കും. അതുകൊണ്ടാണ് റീന ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് പ്രിയ. ഇല്ലെങ്കിൽ റീന ഇത് സംസാരിക്കേണ്ടി വരത്തില്ല. റീന ഇത് പ്രതികരിക്കേണ്ടി വരത്തില്ല. റീനയ്ക്ക് ഇത് പ്രതികരിക്കണമെന്നുള്ളതല്ല റീനയുടെ സ്വഭാവം. ഇത് റീനയുടെ സ്വഭാവത്തിൽ ചേർന്നതേ അല്ല. റീനയെ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അറിയത്തില്ല. നിങ്ങൾക്ക് റീനയെ വ്യക്തിപരമായിട്ട് അറിഞ്ഞാൽ നിങ്ങൾ അറിയാൻ പറ്റും, ഇത് റീനയുടെ സ്വഭാവത്തിൽ ചേർന്നതേ അല്ല. ഒരു മിനിറ്റ്, ഞാൻ ഒരാൾ കമന്റ് ഒന്ന് വായിച്ചോട്ടെ. ഒരു മിനിറ്റ്. ഷാജി സാമുവേൽ, ഒരു മിനിറ്റ്. ആ കമന്റ് നേരത്തെ കട്ടാകുന്നു അല്ലേ? സൗണ്ട് കട്ടാകുന്നു അല്ലേ? അത് ഇടയ്ക്ക് കോള് കയറി വരുന്നു, അതാ. ഒരു മിനിറ്റ്. ഒരു ഷാജി സാമുവൽ എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് കണ്ടായിരുന്നല്ലോ നേരത്തെ. അത് പുള്ളിക്കാരൻ എന്നോട് ഒരു ഓക്കെ പ്രിയ സഹോദരങ്ങളെ, നേരത്തെ ഞാൻ ഷാജി സാമുവൽ എന്ന് പറഞ്ഞിട്ട് ഷാജി സാമുവൽ തന്നെയാണോ ഒരു കമന്റ് കണ്ടായിരുന്നു. പെന്തക്കോസുകാരെ പറഞ്ഞു കഴിഞ്ഞാൽ, കുറ്റം പറഞ്ഞാൽ ഡാഷ് എന്ന് പറഞ്ഞിട്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഇട്ട് ഒരെണ്ണം. ഇല്ല, ഓഡിയോ ഓക്കെയാണ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഇട്ട് ഒരെണ്ണം എഴുതിയിരിക്കുന്നത് കണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് ദയവ് ചെയ്തൊരു കാര്യം പറയാം. നിങ്ങൾ ട്രോളാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ അത് പെന്തക്കോസുകാരെ പുള്ളി ട്രോൾ ചെയ്താണെന്നാണ് പുള്ളി പറയുന്നത്. ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ എന്തെങ്കിലും മോശമായ രീതിയിൽ പബ്ലിക്കിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഞാൻ നിൽക്കുന്നത് ഒരു യുദ്ധക്കളത്തിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് യുദ്ധവുമായി നിൽക്കുന്ന സമയത്ത് തമാശക്കളിക്കോ മറ്റതിനോ ഒന്നും സമയമില്ല ഇതിനകത്ത്. അതുകൊണ്ട് നിങ്ങൾ കമന്റ് ഇടുന്നവര് വ്യക്തമായ ഭാഷയിൽ മനസ്സിലാകുന്ന രീതിയിൽ കമന്റ് ഇടുക. അല്ലെന്നുണ്ടെങ്കിൽ കമന്റ് ഇടാതിരിക്കുക. എന്നോട് വ്യക്തിപരമായിട്ട് സംസാരിക്കണമെങ്കിൽ പിന്നീട് സംസാരിക്കുക. സുമാ ഡാനിൽ, അതെ ഷാജി സാമുവേല് പുള്ളിക്കാരൻ അത് വിഷമമായി. കാരണം പുള്ളിക്കാരൻ ബന്ധക്കോസുകാരെ ഉദ്ദേശിച്ചിട്ടാണ് അതങ്ങനെ പറഞ്ഞത്. അപ്പം എന്റെ വായിൽ നിന്നും അദ്ദേഹത്തിന് തിരിച്ച് ഞാൻ കൊടുത്ത മറുപടികളെല്ലാം തന്നെ ഞാൻ ദൈവനാമത്തിൽ തിരിച്ച് പിൻവലിക്കുകയാണ്. ഞാൻ ക്ഷമ ചോദിക്കുകയാണ് പബ്ലിക്കിൽ തന്നെ. ഓക്കെ, എന്നോട് ക്ഷമിക്കുക. കാരണം നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്, ഇതൊരു യുദ്ധമാണ്, ഒരു യുദ്ധമുഖമാണ്. ഈ സമയത്ത് ഞാൻ ലൈവിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഞാൻ ലൈവിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ചും സൂമിലോ അങ്ങനത്തെ എന്തെങ്കിലും. ഷാജി ബ്രദറെ, എനിക്ക് അറിയില്ല ബ്രദറെ, ഞാൻ നോക്കട്ടെ, ഞാൻ സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ പിന്നീട് നോക്കട്ടെ. ദേവി എന്നോട് ക്ഷമിക്കുക. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ആ സമയത്ത് പറ്റില്ല. ഞാനൊരു യുദ്ധമുഖത്തിൽ നിൽക്കുന്ന കണക്കാണ് ഞാൻ യുദ്ധത്തിൽ നിൽക്കുന്നത്. കാരണം നടക്കാൻ പോകുന്ന സംഭവത്തിന്റെ ആ ഒരു എന്താ പറയുന്ന വലിയൊരു ഭയാനകതയെ കണ്ടുകൊണ്ട് ഞാൻ സംസാരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ ലൈവിലാണ്. അപ്പൊ ഞാൻ യുദ്ധമുഖത്തിൽ നിൽക്കുന്ന അതേ ഒരു പ്രതീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. ആ സമയത്ത് ആര് വന്നു പോകുന്നു, എവര് വന്നു പോകുന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ തന്നെ
സുമ ഡാനിയൽ പറയാണ് ഞങ്ങളും ക്ഷമ ചോദിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തിരിച്ചു മറുപടി തന്ന നമ്മുടെ സഹോദരങ്ങൾ എല്ലാവരും തന്നെ ക്ഷമ ചോദിക്കുകയാണ്. അതുകൊണ്ട് ഷാജി ബ്രദറെ ദയവ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ഇടാൻ ആഗ്രഹിക്കുന്നുള്ളവര് ദയവ് ചെയ്തത് കൃത്യമായി തന്നെ പറയാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ തെറ്റിദ്ധരിക്കപ്പെടും. കാരണം ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണ്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും വായിച്ചെടുക്കുമ്പോൾ അർത്ഥത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. മനസ്സിലായോ? എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അർത്ഥത്തിൽ മനസ്സിലാക്കി എടുക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് കമന്റ് ഇടുന്നവർ ശ്രദ്ധിക്കുക. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിനെക്കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ചിലപ്പം യുദ്ധത്തിന് പോകുന്ന സമയത്ത് കൂട്ടത്തിൽ തന്നെ യുദ്ധത്തിന് ഒരാൾ കാണുമല്ലോ. നമുക്കൊരു രസകരമായ ഒരു കഥാപാത്രത്തെ എപ്പോഴും നായകന്റെ കൂടെ ഒരു കഥാപാത്രം കാണുമല്ലോ. ഇതുപോലെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരു കഥാപാത്രം രസകരമായിട്ടുണ്ടെങ്കിൽ തന്നെ യുദ്ധം ചെയ്ത് ഇങ്ങനെ ഉടുപ്പൊക്കെ ഇങ്ങനെ കീറിയും ഒക്കെ ഇരിക്കുന്ന സമയത്ത് പടച്ചട്ട എല്ലാം കീറി കിടക്കും യുദ്ധത്തിനകത്ത്. അപ്പോഴേക്കും അപ്പുറത്തെ എതിരാളിയുടെ പടച്ചട്ട, കീറാത്ത പടച്ചട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? എന്നാ പിന്നെ അത് കീറിയിട്ടില്ല, അതങ്ങ് എടുത്തിട്ടേക്കാന്ന് പറഞ്ഞ് ആ പടച്ചട്ടയും വിട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ സീരിയസ് ആയിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നവര് പടച്ചട്ടയുടെ കളറും ഒക്കെ കണ്ടിട്ടാണ് ശത്രുവിനെ തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്യുന്നത്, അടിക്കുന്നത്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? തിരിച്ചെന്ത് ചെയ്യും? ഷാജി സാമുവൽ ബ്രദറെ, എനിക്ക് മനസ്സിലായില്ല ബ്രദറെ. തീർച്ചയായിട്ടും ഞാൻ നോക്കിയിട്ട് പറയാം. എനിക്കിതില് ഫോട്ടോയിൽ എനിക്ക് വ്യക്തമാകുന്നില്ല ആളുടെ രൂപം. കാരണം ഫേസ്ബുക്കിനകത്ത് കുഞ്ഞു മുഖമാണല്ലോ കാണുന്നത്, വലിയ മുഖമല്ലല്ലോ കാണുന്നത്. ഒരു ഫോട്ടോ ആയിട്ട് ഫേസ്ബുക്കിൽ നമുക്ക് പ്രസ് ചെയ്താൽ കാണാൻ പറ്റില്ല. എന്തായാലും ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം. ഓക്കെ. ഇസ്ലാം എന്ന മതചിഹ്നം തന്നെ 2 വാളാണ്. അതെ, ഇസ്ലാം എന്ന് പറയുന്ന മതം ചിഹ്നം തന്നെ വാളാണ്. ഓക്കെ. അപ്പം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സമൂഹത്തില് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, സാത്താൻ ആരാണ്, നമ്മുടെ എതിരാളി ആരാണ്, ആരോടാണ് നമ്മുടെ യുദ്ധം, നമ്മൾ ഈ അന്ത്യകാലഘട്ടത്തിൽ എങ്ങോട്ടാണ് പോകുന്നത്? ക്രൈസ്റ്റ് ജൻ ഗ്രൂപ്പ് ഓർക്കുന്നുണ്ടോ? അതെ 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 അതെ, അതാണല്ലോ നമ്മുടെ തുടക്കം. ക്രൈസ്റ്റ് ജനറേഷൻ ഓർക്കുന്നു ബ്രദറെ? ക്രൈസ്റ്റ് ജൻ ദുബായിലാണോ ഷാജി ബ്രദറ്? ദുബായിലെ അങ്ങോട്ടാണോ? ഷാജി സാമുവൽ ബ്രദർ, ഷാജി ബ്രദറിന്റെ കൂടെ ബിനു ബ്രദർ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രദർ ഉണ്ടോ? നിങ്ങൾ രണ്ട് ബ്രദർമാർ ഒരുമിച്ചാണോ? ഷാജി ബ്രദറും ബിനു ബ്രദർ എന്ന് പറഞ്ഞിട്ട് ആ ഷാജി ബ്രദർ ആണോ ഇത്? ഒരു മിനിറ്റ്. ഓക്കെ 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 ഓക്കെ. അയ്യോ ഷാജി ബ്രദർ, എനിക്ക് അറിയില്ലായിരുന്നു. സത്യം പറഞ്ഞ എന്റെ ഈ ഫേസ്ബുക്കിനകത്ത് കുഞ്ഞു ഫോട്ടോയാ കയറി വരുന്നത്. നമുക്ക് ആ ഫോട്ടോയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഒത്തിരി വർഷമായില്ലേ ഞാൻ ഷാജി ബ്രദറിനോട് സംസാരിച്ചിട്ടൊക്കെ, ഒത്തിരി വർഷമായില്ലേ. ഇപ്പൊ ഏകദേശം എത്ര വർഷമായി കാണും? ഒരു 6-7 വർഷമായി കാണത്തില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പൊ ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഷാജി ബ്രദർ വീണ്ടും വന്ന് ഇതിനകത്ത്. ഓക്കെ 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 ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ ബ്രദറെ. പണ്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ, അതിനുശേഷം ഞാൻ സംസാരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. പണ്ട് ക്രൈസ്റ്റ് ജനറേഷൻ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. രജനി ഹായ്, ഒരു ഹായ് ചോദിച്ചു. ആശിഷ് പി ശശി, സെബാസ്റ്റ്യൻ പുന്നക്കൽ ഗ്രൂപ്പ് ക്രൈസ്റ്റ് ജനറേഷൻ ആണ്. സെബാസ്റ്റ്യന്റെ പുന്നക്കൽ ഗ്രൂപ്പിന്റെ പേരും ക്രൈസ്റ്റ് ജനറേഷൻ ആണ്. പക്ഷെ അതിനു മുമ്പേ ഞങ്ങൾ തുടങ്ങിയ ഒരു ഗ്രൂപ്പിന്റെ പേരും ക്രൈസ്റ്റ് ജനറേഷനാണ്. ഞങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനല്ല, വേറൊരു ബ്രദർ തുടങ്ങി വെച്ചു. അതിന്റെ അഡ്മിൻ ഞാനും കൂടി ആയിരുന്നു. ഈ വിശ്വാസത്തിൽ വരുന്നതിനൊക്കെ ആ ഒരു ഗ്രൂപ്പും ഒക്കെ ഒരു അനുഗ്രഹമായിരുന്നു എന്നുള്ളത് ഞാൻ ഒരിക്കൽ പറഞ്ഞില്ലായിരുന്നു. ഞങ്ങള് പിരിവെടുത്ത് ഒരു കാലില്ലാത്ത ഒരു പാസ്റ്ററിന്റെ മകളുടെ വിവാഹമൊക്കെ നടത്തി കൊടുത്തു എന്ന് പറഞ്ഞ് അതിനകത്തൊക്കെ പൈസയൊക്കെ കൊടുത്ത് സഹായിച്ച ഒരു സഹോദരനും കൂടിയാണ് നമ്മുടെ ഷാജി ബ്രദറൊക്കെ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ അന്നൊരു സാക്ഷ്യം പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഞാനിങ്ങനെ ലോഡ്ജിൽ താമസിക്കുന്ന സമയത്തും സാമ്പത്തികമായിട്ട് എന്താ പറയാ ഇല്ലാതിരുന്ന സമയത്ത് പോലും നമ്മൾ ഒരു പാസ്റ്ററിന്റെ മോളുടെ വിവാഹം നടത്തി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരന്റെ എനിക്ക് ആ സമയത്ത് ലോഡ്ജില്ല, പക്ഷെ ദൈവകൃപയാൽ ആ പാസ്റ്ററിന്റെ മോളുടെ വിവാഹം നടത്തി കൊടുക്കാനായിട്ട് നമുക്ക് പറ്റി. അത് എന്റെ ഗ്രൂപ്പിലുള്ളവർക്ക് ആർക്കും അപ്പോഴത്തേക്കും അറിയത്തില്ലായിരുന്നു ഞാൻ ലോഡ്ജിൽ താമസിക്കുകയാണ്, വീടില്ലാതെ ഞാനും കഷ്ടപ്പെടുകയാണെന്നുള്ളത് ആർക്കും അറിയത്തില്ലായിരുന്നു.
എന്തായാലും ആ സമയത്ത് എന്തായാലും നമ്മുടെ ഷാജി ബ്രദർക്ക് അതിനകത്ത് പൈസ കൊടുത്തിട്ടുണ്ട്. ഈ ഷാജി ബ്രദർ, പിന്നെ ബിനു ബ്രദർ, ഇവരെല്ലാം കുറച്ച്, ബിനു ബ്രദർ ഉണ്ടോ എനിക്കറിയത്തില്ല, ഷാജി ബ്രദർ ഉണ്ടെന്ന് തോന്നുന്നു. ഷാജി ബ്രദർ പൈസ, ഈ ഷാജി ബ്രദർ അതുപോലെ കുറെ പേര് പൈസ അതിനകത്ത്. അതെ ഷാജി ബ്രദർ അതിനൊക്കെ നല്ല രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെ അതെനിക്കറിയാം, ഞാൻ അതിപ്പോഴും ഓർക്കുന്നുണ്ട്. ആ ബ്രദർ നല്ലൊരു മനുഷ്യനായിട്ടോ, നല്ലൊരു മനുഷ്യനാണ്. ദൈവനാമത്തിൽ മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ നല്ല സഹായം ചെയ്യാനുള്ള നല്ല താല്പര്യമുള്ള ഒരു മനുഷ്യനൊക്കെയാണ്. അന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ ഒരു സംഭവം ചെയ്യണം, ഒരു പാവപ്പെട്ട കാലില്ലാത്ത ഒരു മനുഷ്യന്റെ മകളുടെ വിവാഹമാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവരൊക്കെ അന്ന് അകം വഴിഞ്ഞ് സഹായിച്ചു. എനിക്കൊന്നും കൊടുക്കാൻ നിവൃത്തിയില്ല, പക്ഷെ എനിക്കാകെ പറ്റിയത് ഇങ്ങനെ ഒരു സംഭവമേ ഉള്ളൂ. അന്ന് ഞാൻ വിചാരിക്കുന്നത് ഷാജി ബ്രദറും വേറെ ഒരു ബ്രദറുമാണ് നല്ലൊരു തുക അതിനകത്ത് കൊടുത്തേന്ന് തോന്നി. ഞാൻ വിചാരിക്കും 10,000 രൂപയുടെ മേളിലെങ്ങാണ്ട് ഷാജി ബ്രദർ അതിനകത്ത് ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. 10,000-10,000-ന് മുകളിൽ ഒരു നല്ലൊരു തുക പാവം ആ സഹോദരൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വേറൊരു സഹോദരൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, സജി എന്ന് പേരുള്ളൊരു സഹോദരൻ ഉണ്ടായിരുന്നു. അയ്യോ പുള്ളിക്കാരന് നല്ലതുപോലെ അതിനകത്ത് പൈസ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു സഹായം എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ആ വിവാഹം നടത്തി കൊടുത്തു. അതിനൊക്കെ ദൈവം സഹായിച്ചു. അപ്പൊ എന്തായാലും സഹോദരങ്ങളെ, പിശാചിന്റെ ആധിപത്യത്തിന്റെ ഒരു സമയമാണ്. പിശാച് തന്റെ കോട്ടകളെ പണിതിങ്ങനെ പോകുന്ന ഒരു സമയത്താണ് നമ്മളും കൂടി ആയിരിക്കുന്നത്. നമ്മൾ ചുരുക്കം പേരേ ഉള്ളൂ. നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്, നിങ്ങൾ ഭീരുക്കളായി പോകരുത്. അന്ത്യകാലഘട്ടത്തിൽ പിശാച് എടുത്തു കൊണ്ടുപോയിട്ട് ജിൻസൺ തീർച്ചയായിട്ടും ആപത്തിൽ സഹായിക്കുന്നവനാണ് ട്രൂ ഫ്രണ്ട്. അതെ തീർച്ചയായിട്ടും. അന്ത്യകാലഘട്ടത്തില് നിങ്ങൾ ചുരുക്കം ചിലർ പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പേടിച്ചു പോകരുത്, ഭയപ്പെട്ടു പോകരുത്. ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യുവാൻ ജനത്തെ ഒരുക്കാൻ പറയുന്ന സമയത്ത് വലിയൊരു കൂട്ടം ജനത്തോട് പറഞ്ഞു, ഭീരുക്കളോട് ഇറങ്ങി ഓടാൻ പറയെന്ന് പറഞ്ഞിട്ട് വലിയൊരു കൂട്ടം ജനത്തെ എന്ത് ചെയ്തു? ദൈവം തിരിച്ചുവിട്ടു. അതിനുശേഷവും പറഞ്ഞു, ഈ ജനം കൂടുതലാ, നീ പോയി വെള്ളം കുടിപ്പിക്ക്. നായി നക്കി കുടിക്കും പോലെ യുദ്ധമുഖത്ത് ശത്രുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ശത്രു ഏതു വഴിക്ക് വന്നാലും അവനെ ധൈര്യത്തോട് നേരിടാനുള്ള